പോൾ ഓഫ് പോൾസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വിവിധ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒരൊറ്റ സ്ക്രീനിൽ അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകർ കാണും. 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ ഗതി മാറ്റിക്കുറിക്കാൻ പര്യാപ്തമായ തിരഞ്ഞെടുപ്പ്. പശ്ചിമബംഗാളിൽ മോദി പിടിമുറുക്കിയാൽ, തമിഴ്നാട്ടിൽ DMK വീഴ്ത്താൻ BJPക്ക് സാധിച്ചാൽ, TVKയുടെ റോൾ വളരെ നിർണായകം. അസാമിൽ ഇക്കുറി കൂടി ഹിമന്ത ബിശ്വ ശർമ്മയുടെ BJP ടീം അധികാരത്തിൽ തുടർന്നാൽ, കേരളത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ഒക്കെ വളരെ നിർണായകമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദിശാസൂചികയായി മാറാൻ പോകുന്ന തിരഞ്ഞെടുപ്പ്. എക്സാക്ട്ലി SIR ആണ് അല്ലേ? തീർച്ചയായും. കാരണം ലക്ഷക്കണക്കിന് വോട്ടർമാർ പുറത്തു നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ ശുദ്ധീകരണം എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ SIR-നെ കുറിച്ച് പറയുന്നത്. പക്ഷെ ആ സമ്പൂർണ്ണ ശുദ്ധീകരണം എങ്ങനെയാണ് ജനവിധിയെ പ്രതിഫലിപ്പിക്കുന്നത് എന്നത് ആകാംക്ഷയാണ്. 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിലും നമുക്കേറെ കൗതുകം നൽകുന്നത് കേരളത്തിൽ ചരിത്രം കുറിച്ചുകൊണ്ട് ഭരണ തുടർച്ചയുണ്ടാകുമോ, ചരിത്രത്തിന്റെ തേരോട്ടം അവസാനിപ്പിച്ച് ഭരണമാറ്റം ഉണ്ടാകുമോ? അതാണ് നമുക്ക് അറിയേണ്ടത്. ഒരു വേവ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ വന്ന കണക്കുകളൊന്നും ആയിരിക്കില്ല, വേറൊരു രൂപത്തിലേക്ക് കാര്യങ്ങൾ 2001 ആവർത്തിച്ചു വെക്കാം. അതെ, ചുരുങ്ങിയത് 2016 മറ്റൊരു തരത്തിൽ ആവർത്തിച്ചു വെക്കാം എന്നുള്ളതാണ്. അതെ, വേവ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും നമുക്കറിയില്ല. അത് നമ്മൾ വോട്ട് എണ്ണുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഭരണ തുടർച്ച അതൊരു ആത്മവിശ്വാസത്തോടെ പക്ഷെ ഇപ്പോഴും പറയുന്നത് 100 സീറ്റുകൾ എന്ന വലിയ ആത്മവിശ്വാസം അവസാന നിമിഷവും പ്രതിപക്ഷ നേതാവിനുണ്ട്, UDF ക്യാമ്പുകൾക്കുണ്ട്. 100 ഇല്ലെങ്കിലും 100-നോടടുത്തെങ്കിലും, വേവ് ഇല്ലെങ്കിൽ പോലും 80+ എന്നുള്ളതാണ്. ഇപ്പൊ PV അൻവറിന്റെ എക്സിറ്റ് പോളിന് ചില സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് അല്പസമയത്തുള്ള നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. മറ്റ് UDF-ലെ ഓരോ നേതാക്കളും ഇതേപോലെ തെരഞ്ഞെടുപ്പ് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. 80+ ആണ് അവർ, അത്രമേൽ കോൺഫിഡന്റ് ആണ് അല്ലേ? പല നേതാക്കന്മാരോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് അത്ര വലിയ കോൺഫിഡൻസ് ഒന്നും ഇപ്പൊ കാണുന്നില്ല എന്നുള്ളതാണ്. ആദ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഇപ്പോൾ പല നേതാക്കന്മാരോട് ചോദിക്കുന്ന സമയത്ത് പറയുന്നത് നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ എന്നുള്ള നിലയിലേക്ക് എത്തി. കാരണം അവർ സ്വന്തമായി സ്റ്റഡി എടുത്ത് പ്രധാനപ്പെട്ട ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ നിൽക്കുന്ന നേതാക്കന്മാർ കൂടുതലും UDF-ന്റെ ഭാഗം സ്വന്തമായിട്ട് തന്നെ സർവേ നടത്തി അവർ റിപ്പോർട്ട് എടുത്ത് കയ്യിൽ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് LDF-ന്റെ ഭാഗത്ത്. LDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും സ്റ്റഡി നടത്തി റിപ്പോർട്ട് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്ക് അധികാരം കിട്ടും എന്നുള്ള കാര്യത്തിൽ കേരളത്തെ സംബന്ധിച്ച്, നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ധാരണയില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പുറത്താണെങ്കിലും ഇപ്പുറത്താണെങ്കിലും 2001 വിചാരിക്കേണ്ടതില്ല. 2016 അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ഒരു ഫലം എന്ന നിലയ്ക്കാണ്, അതായത് ഒരു നെക്ക് ടു നെക്ക്. പക്ഷെ അത് നോക്കൂ, അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. നമ്മളെല്ലാം മീറ്റ് എഡിറ്റേഴ്സിലും ചർച്ച ചെയ്തപ്പോൾ കേരളത്തിന്റെ മാറിയ രാഷ്ട്രീയ ചിത്രം പറഞ്ഞതാണ്. 2001 ആവർത്തിക്കാനുള്ള സാധ്യത വളരെ വിരളമാണെന്ന് പറയാനുള്ള കാര്യം, UDF-ന് അത്രമേൽ അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യം 2008 ശേഷം കേരളത്തിൽ അല്ല, ഞാൻ ഈ 2001 എന്ന് പറഞ്ഞത് 2 മുന്നണികളുടെയും കാര്യത്തിലാണ്. 2014 എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം മാത്രം. അത് 2 മുന്നണിയാണ് ഇവിടെ അധികാരത്തിൽ വരുന്നതെങ്കിലും ഇത്തവണയും അങ്ങനെയായി. കഴിഞ്ഞ തവണത്തെ 11 പ്രധാനപ്പെട്ട സ്റ്റഡികൾ നമ്മൾ പരിശോധിക്കുകയായിരുന്നു. 11 സ്റ്റഡികളിൽ 5 എണ്ണം മാത്രമാണ് LDF-ന് ഭരണം കൃത്യമായി പ്രവചിച്ചത്. ബാക്കി ഏകദേശം 2-3 ഏജൻസികൾ പ്രവചിച്ചത് നെക്ക് ടു നെക്കാണ്. 2 ഏജൻസികളായിട്ട് UDF-ന് അനുകൂലമായിട്ട് കേരളത്തിൽ ഭരണം ഉണ്ടാകുമെന്ന് പ്രവചിക്കുക കൂടി ചെയ്തു. കഴിഞ്ഞ തവണത്തെ 11-ൽ 4 മുതൽ 5 വരെ ഏജൻസികൾ മാത്രമാണ് LDF-ന് അനുകൂലമായി വിധി പറഞ്ഞതെന്ന് ഓർമ്മിക്കണം. അതായത് പകുതി മാത്രം, 50% ചാൻസ് എക്സിറ്റ് പോൾ പോലും ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ 2021 ടേൺ ഔട്ട് നോക്കുകയാണെങ്കിൽ അല്ലേ? തീർച്ചയായും. ഏതായാലും ഇത്തവണ നോക്കൂ, സംസ്ഥാന ഇന്റലിജൻസ് അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 74+ LDF നേടും എന്നുള്ളതാണ്. സാധാരണ ഒരു റിസ്കി ടാസ്ക് ആണത് ഒരു ഇന്റലിജൻസ് ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ആ ആത്മവിശ്വാസം LDF-ന്റെ ഒരു പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം UDF വലിയ ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നത് നമ്മൾ പലതവണ ചർച്ച ചെയ്ത പോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകളിൽ ഉണ്ടാകുന്ന ഏകോപനമാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഏറ്റവും നിർണായകമാകാൻ പോകുന്ന 3 ഫാക്ടേഴ്സ്. ഒന്ന്, ഭരണവിരുദ്ധ വികാരമെന്ന് UDF പറയുന്നതും എന്നാൽ ഗ്രൗണ്ടിൽ ഇല്ലെന്ന് LDF വാദിക്കുന്നതുമായ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ. രണ്ടാമത്തത് മൈനോറിറ്റി വോട്ട് കൺസോളിഡേഷൻ, എസ്പെഷ്യലി മൈനോറിറ്റി മുസ്ലിം വോട്ട് കൺസോളിഡേഷൻ UDF-ന് അനുകൂലമായി സംഭവിച്ചത്. 3, എത്രത്തോളം ക്രിസ്ത്യൻ വോട്ടുകളുടെ കൺസോളിഡേഷൻ സംഭവിച്ചു എന്നുള്ളത്, പ്ലസ് ഈഴവ വോട്ടുകളുടെ കൺസോളിഡേഷൻ. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ്, ദിശാസൂചികയാകാൻ പോകുന്നത്. ഉറപ്പായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഫലം എന്നുള്ളത് 99 സീറ്റാണല്ലോ. ആ 99 സീറ്റ് എന്ന് പറയുന്നത് പ്രത്യേക സാഹചര്യമായിരുന്നു. അത് കോവിഡ് കാലമായിരുന്നു. ആ കാലത്ത് നേടിയിരിക്കുന്ന ഒരു രക്ഷക പരിവേഷം ആ സർക്കാരിനെ വലിയ തോതിൽ തുണച്ചു. അതാണ് തുടർ ഭരണത്തിന് കാരണമായത്. പക്ഷെ തുടർ ഭരണത്തിന് ശേഷം ഉറപ്പായിട്ടും 2016 പിണറായി സർക്കാരും 2021 പിണറായി സർക്കാരും എന്ന താരതമ്യത്തിൽ ഊന്നിയിട്ടായിരിക്കും. ആ താരതമ്യം വരുമ്പോൾ രണ്ടാം പിണറായി സർക്കാർ താഴേക്ക് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ അവിടെ 2021 പിണറായി സർക്കാരും 2011 ഉമ്മൻചാണ്ടി സർക്കാരും തമ്മിലുള്ള താരതമ്യമാണെങ്കിലോ? അല്ല, ആ താരതമ്യം ഈ ഇടതുപക്ഷം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് 2 തവണ ഭരിച്ചിരിക്കുന്നു. ആ 2 തവണ ഭരിക്കുമ്പോൾ ആദ്യത്തെ ഭരണം നന്നായിരുന്നു. രണ്ടാമത്തെ ഭരണത്തിലേക്ക് എത്തുമ്പോൾ ആ തരത്തിലുള്ള പ്രതീക്ഷ നിറവേറ്റിയിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട്. നോക്കൂ സ്മൃതി, അവിടെ
ആദ്യത്തെ പിണറായി സർക്കാർ കൊള്ളാം, രണ്ടാമത്തെ പിണറായി സർക്കാർ ആദ്യത്തെ പിണറായി സർക്കാരിനോടൊപ്പം കൊള്ളില്ല, ഉമ്മൻചാണ്ടി സർക്കാരോ. അപ്പൊ ഈ 3 സർക്കാരുകൾ നോക്കിക്കഴിഞ്ഞാൽ 2ഉം 3ഉം ഒന്നിനേക്കാൾ ഭേദമാണ്. ജനങ്ങളെ സംബന്ധിച്ച് ഈ തുടർച്ചയിൽ ഈ പറഞ്ഞ 15 വർഷത്തേക്ക് മുമ്പോട്ട് ആലോചനയിലേക്ക് പോകില്ല. നമുക്ക് ഇപ്പോൾ അനുഭവഭേദ്യമായത് എന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ അമ്നീഷ്യല്ല, ഇപ്പോൾ അനുഭവഭേദ്യമായത് ഇപ്പോൾ നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൽ പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിയതിന്റെ ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം ഏതാ ഞാൻ പറഞ്ഞത്, വികസനം എന്ന് പറയുമ്പോൾ വികസനം ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടുണ്ടോ? വികസനം, റോഡ്, മറ്റ് സൗകര്യങ്ങൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ പറയുന്ന തോതിൽ നടപ്പായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ കടന്നു പോകുന്ന റിപ്പോർട്ടുകളിൽ, നമ്മൾ തന്നെ കാണുന്ന കാഴ്ചകളിൽ അങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഒരു പ്രത്യേക ഘട്ടത്തിൽ യുപിയിലേക്ക് പോകുന്നു, ചില പ്രത്യേക ഘട്ടത്തിൽ ബീഹാറിലേക്ക് പോകുന്നു. ഒരു കാര്യം 2006 ശേഷം LDF അധികാരത്തിൽ വന്നതെല്ലാം 90 സീറ്റിൽ അധികം മേടിച്ചിട്ടാണ്. ആയിക്കോട്ടെ, അതൊരു ശരി തന്നെയാണ്. അതൊരു ശരിയാണ്. എക്സിറ്റ് പോൾ വരുന്ന ദിവസമാണല്ലോ. കഴിഞ്ഞ 2021 എക്സിറ്റ് പോൾ വന്ന സെയിം ഡേറ്റ് ആണ്. അതില് എങ്ങനെയാണ് സംഭവം അറിയാമോ? ഞാനിതൊന്ന് പെട്ടെന്ന് ഒന്ന് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാണ് കേട്ടോ. അപ്പോ അന്ന് 11 എക്സിറ്റ് പോൾ പുറത്തു വന്നപ്പോൾ 6 LDF-ന് തുടർ ഭരണം പ്രഖ്യാപിച്ചു, 1 UDF-ന് തുടർ ഭരണം പ്രഖ്യാപിച്ചത്, 4 നെക്റ്റിനൊക്കെയായിരുന്നു. ആര് വേണമെങ്കിലും അപ്പോ ഒരു സീറ്റിനാണെങ്കിൽ ഒരെണ്ണത്തിനാണെങ്കിൽ പോലും തുടർ ഭരണമാണ് കഴിഞ്ഞ തവണ എക്സിറ്റ് പോൾ പ്രവചിച്ചത്. അവിടെ 50-50. ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് 50%-ലധികം ഏജൻസികൾ എക്സിറ്റ് പോളിൽ ഒരു റിസൾട്ട് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ എക്സിറ്റ് പോളിന് ശാസ്ത്രീയമായി ചെയ്തതാണെങ്കിൽ ഒരു ട്രെൻഡ് ഉണ്ടെന്ന് തന്നെ പറയാം. നമുക്ക് ഹരിയാന നമ്മുടെ മുന്നിലുണ്ടെന്ന് മറക്കണ്ട. അത് തെറ്റിപ്പോവുകയും ചെയ്തിട്ടുണ്ട്, അതും സാധ്യതയുണ്ട്. 2015 ബീഹാർ ഇന്ത്യ ടുഡേ മൈ ആക്സസിന് പോലും തെറ്റിപ്പോയി. ഇന്ത്യയിൽ ഏറ്റവും വിശ്വാസ്യതയുണ്ടെന്ന് നമ്മൾ കരുതുന്നു. ശരിയെന്ന് പറയുമ്പോൾ 5 തെറ്റാണല്ലോ. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലെ എക്സിറ്റ് പോൾ മുഴുവൻ തെറ്റി. പക്ഷെ ഒരു കാര്യമുണ്ട്, സർവേകളെക്കാൾ കുറച്ചുകൂടി ആധികാരികത എക്സിറ്റ് പോളുകൾക്കുണ്ട്. നമുക്ക് നോക്കാം. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്, റോഷിപാലുണ്ട്, ലേബി സജീന്ദ്രനുണ്ട്, അർജുൻ മട്ടന്നൂർ, AK അഭിലാഷ് എന്നിവർ ഗ്രൗണ്ടിൽ നിന്നും തത്സമയ വിവരങ്ങൾ. നമ്മുടെ പോരാളികൾ. അതെ, അപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് എക്സിറ്റ് പോളിൽ കൃത്യമായിട്ട് എന്താണ് അറിയാവുന്നതെന്ന് അവർക്ക് അറിയില്ല. ഇവരോട് ഓരോ മണ്ഡലത്തെ കുറിച്ച് ചോദിച്ചാൽ ക്ലാരിറ്റിയോടുകൂടി മറുപടിയായിരിക്കും. അപ്പോൾ TV പ്രസാദ്, ഈ എക്സിറ്റ് പോളുകളുടെ ഏജൻസികളുടെ എക്സിറ്റ് പോളുകളുടെ റിസൾട്ടിനേക്കാൾ ഞങ്ങൾക്ക് വിശ്വാസം ഗ്രൗണ്ടിലുള്ള നമ്മുടെ റിപ്പോർട്ടർമാർ നൽകിയിരിക്കുന്ന ഫീഡ്ബാക്കുകളാണ്. ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്തതാണ്. തിരുവനന്തപുരത്തും തെക്കൻ കേരളത്തിലും ഒക്കെയാണെങ്കിൽ നിരവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അപ്രതീക്ഷിതമായിട്ട് വന്ന നാടാർ വോട്ടുകളുടെ ഏകീകരണം വളരെ നിർണായകമായിരുന്നു. അവിടെ പ്രവീൺ കുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് വഴി വിളവങ്കോട് വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ UDF തിരുവനന്തപുരത്തെ 3 മണ്ഡലങ്ങളിലെങ്കിലും നിർണായകമായ സ്വാധീനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ തെക്കൻ കേരളത്തിലെ വിധിയെഴുത്ത് അല്പസമയത്തുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ ഈ സമുദായ വോട്ടുകൾ വളരെ നിർണായകമാകാൻ പോകുന്നു. പ്ലസ് ഈ ഭരണവിരുദ്ധ വികാരം എന്ന് UDF പറയുന്നതും, എന്നാൽ ഒരു സർക്കാർ മാറട്ടെ എന്ന തരത്തിലുള്ള സ്ഥിരം സർക്കാരിനോടുള്ള ഒരുതരം അവമതിപ്പ് അല്ലെങ്കിൽ ഒരുതരം ലഥാജി, ഒരു ക്ഷീണം, അത് തിരഞ്ഞെടുപ്പിൽ മധ്യവർഗത്തെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ തെക്കൻ കേരളത്തിൽ വിധി മറ്റൊന്നാകുമോ? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഈ 3 ജില്ലകളാണ് ഇക്കുറി തിരഞ്ഞെടുപ്പിന്റെ വിധി നിശ്ചയിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത് ശരിയാവില്ലേ TV പ്രസാദ്? ഉറപ്പായും അരുൺ, അതിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് ആരാണോ ഭരിക്കുന്നത് ആ ഭരിക്കുന്നവർക്ക് കൂടുതൽ സീറ്റ് കൊടുക്കുന്ന ജില്ലകളാണ് അരുൺ ഇപ്പോൾ പറഞ്ഞ തെക്കൻ ജില്ലകൾ എന്നുള്ളതാണ്. അത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ ആർക്കാണോ മേധാവിത്വം കിട്ടുന്നത് അത് അവർ സംസ്ഥാനത്തിന്റെ അധികാരത്തിലേക്ക് വരുന്ന ഒരു ചിത്രമാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടത്. ഇത്തവണയും കഴിഞ്ഞ വർഷത്തെ ആ പെർഫോമൻസ് ആവർത്തിക്കാൻ കഴിയില്ല എന്ന് CPIM-ന്റെ നേതാക്കളോട് രഹസ്യമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്. പക്ഷേ UDF-ന്റെ നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോകുന്നു എന്ന ആത്മവിശ്വാസമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അരുൺ, ഇത്തവണ മുൻ വർഷങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യാത്ത, നമ്മൾ പരിഗണിക്കാത്ത SIR എന്ന വിഷയം ഏറ്റവും പ്രധാനമായും ഉണ്ട് എന്നുള്ളത് തള്ളിക്കളയാനാവില്ല. കാരണം തിരുവനന്തപുരം സെൻട്രലിൽ മാത്രം 45,500 വോട്ടുകളാണ് 45,500 വോട്ടുകളാണ് ആ SIR-ന്റെ ഭാഗമായി തള്ളിപ്പോയിരിക്കുന്നത്. അവിടെ അരുൺ, ഏത് പാർട്ടിയാണോ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കൃത്യമായി ചേർത്തത് അവർക്ക് വിജയസാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാനത്ത്
ഏറ്റവും കൂടുതൽ ആളുകൾ ജയിച്ചു വരിക ശരാശരി വോട്ടെടുത്ത് നോക്കിയാൽ ഒരു 10,000 അല്ലെങ്കിൽ 15,000 ശരാശരി എടുത്താൽ. പക്ഷെ ഇത്തവണ പല നിയമസഭാ മണ്ഡലങ്ങളിൽ SIRന്റെ പേരിൽ നഷ്ടപ്പെട്ട വോട്ടുകളുടെ എണ്ണം അത് 10,000 മുതൽ 50,000 വരെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ അരുൺ CPIMന് സംഘടനാ സ്വാധീനമുള്ള സ്ഥലത്ത് CPIM തങ്ങളുടെ ഒരു വോട്ട് പോലും നഷ്ടപ്പെടാതെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുന്ന് വരുന്ന വിവരം. തിരുവനന്തപുരത്ത് നേമത്തായാലും കഴക്കൂട്ടത്തായാലും തങ്ങളുടെ ഒരു വോട്ട് പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ പറയുന്ന ജാതി സമവാക്യങ്ങൾ, നമ്മൾ പറയുന്ന വികസനത്തിന്റെ പ്രശ്നങ്ങൾ, നമ്മൾ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള, അതിലെല്ലാം ഉപരിയായി SIR ഇത്തവണ വിധി നിശ്ചയിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നതും. അരുൺ, ഈ തൃശ്ശൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി അവിടെ വോട്ട് ചേർക്കൽ വളരെ കൃത്യമായിട്ടല്ല, മോശമായ രീതിയിൽ നടന്നിട്ടുണ്ടല്ലോ. അങ്ങനെ ചേർക്കുന്ന ഒരു രീതി ഉണ്ടായിട്ട്, അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ വളരെ ഗൗരവത്തോടെ SIR സംഭവം അതവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ വോട്ട് ചേർക്കാൻ പ്രേരിപ്പിക്കുക, പോയി ചെന്ന് ചേർക്കുക എന്നുള്ള കാര്യത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ആ ഒരു കൃത്യമായ നടപടിയിലേക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞാൽ ഏറ്റവും നിർണായകമായി SIR ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഏതാണെന്നറിയാമോ? വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും BJP വന്നു ചെയ്തു. പക്ഷേ BJPക്ക് പശ്ചിമ ബംഗാളിൽ തിരിച്ചടിയാണ് നേരിടാൻ പോകുന്നത്. കാരണം മധുവ സമുദായത്തിലെ ഒരു വിഭാഗത്തിലെ നിർണായക വോട്ടുകൾ അവിടെ കാണാനില്ല. ഹിന്ദു വിഭാഗത്തിൽ തന്നെ 5 പേരുണ്ടെങ്കിൽ അതിൽ 2 പേരുടെ വോട്ട് ബംഗാളിൽ കാണുന്ന സാഹചര്യം. 90 ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കിയതിൽ 64% പേർ ഹിന്ദുക്കളാണ്. ആ 64% അതിനുശേഷം പിന്നീട് ട്രിബ്യൂണലിലേക്ക് വരുന്ന സമയത്ത് ആകെ കേട്ട കേസുകളിൽ ആകെ പ്രവേശനം കിട്ടിയത് 134 പേർക്ക് മാത്രമാണ്. ലക്ഷക്കണക്കിന് വോട്ട്, 27 ലക്ഷത്തോളം മറ്റോ വോട്ടുകൾ പല പേരുകളും ഒഴിവാക്കിയത് ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുടെ പേരിലാണ്. മുഹമ്മദ് എന്ന് ചിലയിടത്ത് MU എന്ന് എഴുതി, MO എന്ന് എഴുതി, എല്ലാം ഡൗട്ട്ഫുൾ വോട്ടേഴ്സ്, സംശയാലുക്കളായ വോട്ടർമാർ എന്നുള്ളതായിരുന്നു. കേരളത്തിൽ അത് ലീഗും CPM-ഉമാണ്. മലപ്പുറത്തിന് മാത്രമല്ല ചെയ്തിട്ട്, കാസർഗോഡ് ചെയ്തിട്ടുണ്ട്. മധു, ദാറ്റ്സ് എ പോയിന്റ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞാൽ ആ ഇമ്പാക്ട് കേരളത്തിൽ പ്രകടമാകാൻ പോകുന്നത് ഒന്ന് ലീഗിന്റെ കോൺസ്റ്റിറ്റ്യുവൻസികളിലാണ്. ലീഗിന്റെ തുടക്കം മുതലുള്ള ഈ വോട്ട് ചേർക്കൽ പ്രചരണം എന്ന് പറയുന്നത് അവിശ്വസനീയമാം വിധം പ്രൊഫഷണൽ ആയിരുന്നു എന്നുള്ളതാണ്. ഈ പുറത്താക്കപ്പെടുമെന്നുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, ഭയങ്കരമായ ഒരു ഫിയർ ഓഫ് ഇൻസെക്യൂർ, ഒരു അരക്ഷിതാവസ്ഥയുടെ ഭയം കേരളത്തിലെ മുസ്ലിം വോട്ടർമാരടക്കം പശ്ചിമ ബംഗാളിൽ എങ്ങനെ ഉണ്ടാക്കിയോ നോക്കൂ. കൊച്ചി ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരാഴ്ച മുമ്പ് വെസ്റ്റ് ബംഗാളിലെ ഫസ്റ്റ് ഫേസിലെ ഇലക്ഷൻ ഒരു മുമ്പ് കൊച്ചി പൂർണ്ണമായിട്ടും പെരുമ്പാവൂരും ആലുവ പരിസരങ്ങളിലെ ഹോട്ടലുകളിൽ നിന്ന് തൊഴിലാളികൾ ഒഴിഞ്ഞുപോയി. അവരോട് ചോദിക്കുമ്പോൾ നമ്മളൊക്കെ നേരിട്ട് പോയി ചോദിച്ചിട്ടുണ്ട് ഭക്ഷണം വിളമ്പിത്തിരുന്നവരോട്. അവർ പറയുന്നത് പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റൂല. വോട്ട് ചെയ്യുന്നതിലും ഇവിടുന്ന് പ്രത്യേക ട്രെയിനുകളൊക്കെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. BJPയുടെ കൊടിയോടുകൂടിയ ട്രെയിനുകൾ ഉണ്ടായിട്ട്, പക്ഷേ ഈ വോട്ടർമാർ കേരളത്തിൽ ആ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രേക്ഷകർ കുറിച്ചു വെച്ചോളൂ. ഈ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അന്തിമ റിസൾട്ടിൽ കേരളത്തിലും SIRന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും. SIRന്റെ ഇമ്പാക്ട് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കൂടുതലും ഉണ്ടാകാൻ സാധ്യതയുള്ളത് UDFലെ മുസ്ലിം ലീഗിന് അനുകൂലമായിട്ട് ഈ SIR ഒരു ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി കൃത്യമായിട്ട് വോട്ടായി മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അത് വളരെ കൃത്യപൂർവ്വം കേഡർ പാർട്ടി എന്ന നിലയിൽ സംഘടനാപരമായി ചെയ്തത് പക്ഷേ ഡോക്ടർ അരുൺകുമാർ, എനിക്ക് അവിടെ ഒരു കൂട്ടിച്ചേർക്കാൻ ആവശ്യമുള്ളത്, വിയോജിപ്പല്ല, കൂട്ടിച്ചേർക്കാനുള്ളത് ലീഗ് നോക്കൂ. SIRന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ലീഗ് വീട് കയറി പണിയെടുത്ത് എത്ര പണിയെടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ വേറെയില്ല. PK കുഞ്ഞാലിക്കുട്ടി വേങ്ങര ഒന്നും മത്സരിച്ച സമയത്ത് അദ്ദേഹം അവിടെ പ്രചാരണത്തിന് പോയെന്ന് എനിക്കറിയില്ല. പക്ഷെ മഴക്കോട്ട് വിട്ട് മല കയറി പോകുന്ന ദൃശ്യം നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അത് ഇത്തവണത്തെ ഈ SIRന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല. SIR ആ സമയത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും SIR ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എനിക്ക് വിയോജിപ്പുള്ളത് ആ സമയത്ത് തെറ്റായ പ്രചരണം കൂടി ചിലയിടങ്ങളിൽ നടത്തിയിരുന്നു എന്നുള്ളതാണ്. SIR പിണറായി സർക്കാർ കൊണ്ടുവന്നതാണ് എന്ന മറ്റുള്ള പ്രചരണം ചിലയിടങ്ങളിൽ നടത്തിയിരുന്നു. പ്രതിഷേധങ്ങളിൽ എത്രത്തോളം ഇടതുപക്ഷം ഉണ്ടായിരുന്നു? ആദ്യ ഘട്ടം മുതൽ ആ കേസിൽ പോയതാരാ? CPM ആണ്. SIRമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഘട്ടത്തിൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന് ബീഹാറിൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുമ്പോഴും വോട്ട് ചോരി കൊണ്ടുവരുമ്പോഴും കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കേരളത്തിൽ BJP പാണ്ടായി എന്നുള്ള അവസ്ഥയാണ്. തിരുവനന്തപുരത്തെ 3 മണ്ഡലങ്ങളും BJP. സമയം 6:22.
അത് അങ്ങനെ ചെയ്തില്ല എന്നുള്ള രാഹുൽ ഗാന്ധിക്ക് ഒരു പിന്തുണ കൊടുത്തില്ല എന്നുള്ള ആവർത്തിച്ച് പറഞ്ഞു. നോക്കൂ, ഇനി അവശേഷിക്കുന്നത് 8 മിനിറ്റ് മാത്രമാണ്. വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇപ്പോൾ നോക്കൂ, പശ്ചിമ ബംഗാളിലെ പോൾ പെർസെന്റേജ് വരികയാണ്. വീണ്ടും 90.28 സെക്കൻഡ് ഫേസിൽ 90%, അതോ 87% രണ്ടാം ഫേസിൽ അല്ലേ? രണ്ടാമത്തെ ഫേസിൽ Average ആണെന്ന് തോന്നുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യ ഫേസ് 5 മണി വരെയാണ് 5 മണി വരെയാണ് പശ്ചിമ ബംഗാളിൽ വരും. അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് പ്രകാരം 89.99. അത് ഫസ്റ്റ് സെക്കൻഡും കൂടെ കൂട്ടി അല്ലല്ല, ഇതുവരെ സെക്കൻഡ് ഫേസ് മാത്രം. സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് ഫേസും കൂടെ വരുമ്പോൾ 92% വരും. ആവറേജ് 90 മേലെ പോകാന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ? അല്ല, അതിന്റെ കാരണം തന്നെ SAR ഇമ്പാക്ട് ആണ്. 100-ൽ 90 പേര് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ 10 പേര് വോട്ട് ചെയ്യത്തുള്ളൂ. ബംഗാളിൽ നിന്ന് 25 പേര് 28 പേര് വോട്ട് ചെയ്യാതിരുന്ന സ്ഥലത്താണ് 10 പേരായി കുറയുന്നത്. ബംഗാളിൽ നിന്ന് ബംഗാളികളെ പുറത്താക്കുന്നു എന്നുള്ള വികാരം ശക്തമാണ്. അങ്ങനെയെങ്കിൽ മമതയുടെ വിജയം വൻ വിജയമായിരിക്കും. 100%. അതാണ് BJPക്ക് ഒരു വലിയ തിരിച്ചടിയാവാൻ പോകുന്നത്. കേരളത്തിലും BJPക്ക് തിരിച്ചടിയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ SIR ആണ്. അത് പ്രത്യേകിച്ച് മഞ്ചേശ്വരത്ത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. അവസാനം SDP വോട്ട് UDF കൊടുക്കില്ല എന്ന് പറഞ്ഞെങ്കിലും അവസാനത്തെ നിമിഷം വോട്ട് ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അത് 10,000 വോട്ടാണ് അവിടെ വ്യത്യാസം വന്നത്. 10,000 വോട്ടാണ് അവിടെ വ്യത്യാസം. അവിടെ UDF അനുകൂലമായിട്ട്, അതായത് മഞ്ചേശ്വരം കിട്ടുമെന്ന് കരുതി മഞ്ചേശ്വരം കിട്ടാൻ പോകുന്നില്ല. കാസർഗോഡ് BJPക്ക് കിട്ടുമെന്ന് കരുതി കാസർഗോഡും കിട്ടാൻ പോകുന്നില്ല. പിന്നീടുള്ളത് നിയമമാണ്. നിയമത്തെ വോട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ FCR ഒരു ഘടകമാണ്. മഞ്ചേശ്വരത്ത് അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് മകന് പോലും വോട്ടില്ല എന്നുള്ളതാണ്. BJPയുടെ ജില്ലാ അധ്യക്ഷയുടെ മകന് പോലും വോട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് റോഷിപാലിലേക്ക് കൂടി പോകണം. UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോഴും വനവാസത്തെ കുറിച്ച് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. തന്നെ ഏൽപ്പിച്ച രാഷ്ട്രീയ ദൗത്യം ഈ സർക്കാർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ശരിയാണ്, ഒരു പരിധിവരെ നോക്കിയാൽ VD സതീശന്റെ കയ്യിൽ പ്രതിപക്ഷ നേതാവിന്റെ പട്ടം എടുത്തു കൊടുക്കുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നും UDF ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ആദ്യത്തെ 4 വർഷം തെരഞ്ഞെടുപ്പിൽ നോക്കൂ, 6 മാസം മുമ്പ് ഈ സർക്കാരിനെതിരെ എന്താണ് UDFന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്? നോക്കൂ, എന്താണ് ഉണ്ടായിരുന്നത്? 6 മാസം തുടങ്ങിയതാണ്. ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ വരുന്നത് എന്താ? ഒരു സ്വർണ്ണക്കൊള്ള വളരെ അപ്രതീക്ഷിതമായിട്ട് വരുന്നു. അവിടെ പിടിച്ചു തുടങ്ങുകയാണ്. അതിനുശേഷം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വരുന്നു. ആ പ്രശ്നം സർക്കാർ വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി കൊണ്ടുവരുന്നു. അതോടുകൂടി ആ വിഷയത്തെ ഡൈലൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ പെട്ടെന്ന് വിഷയമില്ലാതാവുന്നു. വീണ്ടും തിരിച്ച് ബാക്ക് ടു സീറോ ശബരിമലയിലേക്ക് പോകുന്നു. വികസനം ചർച്ച ചെയ്യാതിരിക്കുകയും ഭരണവിരുദ്ധ വികാരത്തിന്റെ ഓരോരോ വിഷയങ്ങളായി സഭയിലും സഭയ്ക്ക് പുറത്തും VD സതീശനടക്കമുള്ളവർ ചലിപ്പിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ആ കോൺഫിഡൻസ് ഇപ്പോഴും UDF ക്യാമ്പിലുള്ളത്. പക്ഷേ അതൊക്കെ വോട്ടായിട്ട് മാറുമോ എന്നുള്ളതാണ്. അതാണ് സത്താ ബസാറിന്റെ കണക്കുകൾ വരുമ്പോൾ UDF 75 മുതൽ 77 വരെ സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുമ്പോൾ UDFന് മുൻതൂക്കമാണ്. LDFന് 62-64 അൺഒഫീഷ്യലായ ഒരു ഏജൻസിയാണ് ഇത്. ബെറ്റിംഗ് ആപ്പുമായി ആണ്. പക്ഷേ എല്ലാ കാലത്തും എക്സിറ്റ് പോൾ ദിവസം ഏറ്റവും കൂടുതൽ ദേശീയ മാധ്യമങ്ങളടക്കം ഉരുവിടുന്ന പേര് ആ ബസാറിന്റെ. ഞാൻ പറഞ്ഞ ബെറ്റിംഗ് ആണ്, ഒഫീഷ്യൽ അല്ലാന്ന് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ പക്ഷേ കൗതുകകരമായ ഒരു കാര്യമാണ്. ബംഗാളിലെ കാര്യം ഔദ്യോഗിക ഏജൻസി അല്ല, അനൌദ്യോഗിക വാതുവെപ്പ് വിപണി തന്നെയാണ് സത്താ ബസാർ. അവിടെ പശ്ചിമ ബംഗാളിലെ കണക്ക് വരുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് 158 മുതൽ 160 വരെ പശ്ചിമ ബംഗാളിൽ 228 സീറ്റുകളിൽ ഉണ്ടായിരുന്ന തൃണമൂൽ കോൺഗ്രസ് താഴേക്ക് പോകുന്നു. 150 പരമാവധി 161 സീറ്റുകൾ വരെ. പക്ഷേ ഒപ്പീനിയൻ പോളുകളിൽ എല്ലാം 200-ന് മുകളിലായിരുന്നു TMC വന്നത്. അതെ അതെ. അപ്പൊ നിലവിൽ സത്താ ബസാറിന്റെ ആദ്യ കണക്ക് വരുമ്പോ അതൊരു അനൗദ്യോഗിക വാതുവെപ്പ് ഏജൻസിയാണ്. ആ ഏജൻസിയുടെ കണക്ക് വരുമ്പോ 75 മുതൽ 77 വരെ എന്ന് വെച്ചാൽ നെക്ക് ടു നെക്ക്. നമുക്ക് റോഷിപാലിലേക്ക് ഇത് പോയാലോ? റോഷിപാലുണ്ട്. റോഷി, ഇപ്പോൾ ആദ്യത്തെ അനൗദ്യോഗികമായ ഒരു കണക്ക് പുറത്തു വരുമ്പോൾ UDF കടന്നുകൂടും എന്നുള്ളതാണ്. അതായത് 2011 സമാനമായ രീതിയിലുള്ള ഒരു വെർഡിക്റ്റ് പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു അനൗദ്യോഗിക ഏജൻസിയുടെ ഒരു കണക്ക് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. 75 മുതൽ 77 വരെ. പക്ഷേ ഇപ്പോഴും ആ 100 സീറ്റ് ആത്മവിശ്വാസം UDFിലെ നേതാക്കളിൽ പലർക്കുമുണ്ടോ? റോഷിപാൽ. അരുൺകുമാർ, 74 മുതൽ 80 സീറ്റ് വരെ വിജയിക്കുമെന്ന ഉറപ്പാണ് UDF നേതൃത്വം പറയുന്നത്. 100 സീറ്റ് ലക്ഷ്യമിട്ടുള്ള പ്രചാരണ പരിപാടികളാണ് സംസ്ഥാനത്ത് UDF നടത്തിയതെങ്കിൽ 80 സീറ്റ് വരെ വിജയിക്കാൻ കഴിയും എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ജില്ലാ കമ്മിറ്റികൾ നൽകിയ കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് UDF നേതൃത്വം പറയുന്നത്. പലയിടങ്ങളിലും അട്ടിമറി, ഇതിൻ്റെയൊക്കെ കാരണങ്ങളും അവർ വിശദീകരിക്കുന്നുണ്ട്. അതിൽ അവസാനം ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിയമ ഭേദഗതി, FCRA നിയമ ഭേദഗതി അടക്കം അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കിയെന്ന് വിലയിരുത്തൽ, അതിനൊപ്പം തന്നെ SIR മുസ്ലിം വിഭാഗത്തിനിടയിൽ ഉണ്ടാക്കിയ ആശയക്കുഴപ്പം, അതൊക്കെ UDFന് അനുകൂലമായ സാഹചര്യം ഒരുക്കി. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരമാണ് അനുകൂലമായ സാഹചര്യം ഒരുക്കിയെന്ന് പറയുന്നത്. ഏതാണ്ട് 6 മാസം മുമ്പാണ് UDF പ്രവർത്തനം തുടങ്ങിയത്. അവസാന ഘട്ടത്തിലാണ്.
അത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തുടങ്ങിയതാണ്. പിന്നീട് ജനുവരിയിൽ കോൺഗ്രസ് നേതൃത്വം വയനാട്ടിൽ 2 ദിവസം ചേർന്ന ക്യാമ്പിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്തത്. സർക്കാരിനെതിരെയുള്ള വികാരം ആളിക്കത്തിക്കുക, എന്നാൽ മാത്രമേ സർക്കാർ രൂപീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് കനകോലുവിന്റെ മുന്നറിയിപ്പ്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ജനങ്ങളിലേക്ക് UDF നേതാക്കൾ ഇറങ്ങുകയും പ്രചാരണം ശക്തമാക്കുകയും ചെയ്തു. ആ പ്രചാരണം ഫലവത്തായിട്ടുണ്ട് എന്ന വിലയിരുത്തൽ അവസാനം വന്ന FCRA നിയമ ഭേദഗതിയിലടക്കം അത് ക്രൈസ്തവ സമൂഹത്തിലുണ്ടാക്കിയ ആശയക്കുഴപ്പം അതൊക്കെ വോട്ട് ഏകോപിപ്പിക്കാൻ വഴിയൊരുക്കിയെന്ന ആത്മവിശ്വാസമാണ് UDF നേതൃത്വത്തിന്. പൊതുവെ 10 വർഷം ഭരിച്ച ഇടത് സർക്കാരിനെതിരെ ഒരു ജനവികാരം സംസ്ഥാനത്ത് അലയടിച്ചിട്ടുണ്ട് എന്നുകൂടി വിലയിരുത്തുന്നുണ്ട്. അവസാന സീറ്റ് എന്നാണ് റോഷിപാൽ. പക്ഷേ അതിലപ്പുറം കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. സ്മൃതി, ഓരോ നേതാക്കളും വ്യക്തിപരമായി ചില സർവേകൾ നടത്തിയിട്ടുണ്ട്. പല നേതാക്കളും അവരുടേതായ കണക്കുകൂട്ടുകളുണ്ട്. അവർ പല തരത്തിലാണ് കണക്കുകൾ പറയുന്നത്. ചില നേതാക്കൾ 82 പറയുന്നു, മറ്റു ചിലർ 85 പറയുന്നു. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ 80 സീറ്റ് വരെ വിജയിക്കാൻ സാധ്യത, അത് ഏതാണ്ട് ഉറപ്പാണ് എന്ന് പറയുന്നു. അതിൽ 74 മുതൽ മുകളിലോട്ട് സീറ്റുകൾ നേടുമെന്ന ആത്മവിശ്വാസമാണ്. വലിയൊരു തരംഗമുണ്ടായാൽ 90 സീറ്റ് വരെ UDF വിജയിക്കുമെന്നും കണക്ക് കൂട്ടുന്നുണ്ട്. അതിൽ വിജയസാധ്യതയുള്ളത് മാത്രം വോട്ടിന്റെ കണക്കുകൾ പരിശോധിച്ച് ഉറപ്പായി ലഭിച്ചത്, അങ്ങനെയുള്ള കണക്കുകളൊക്കെ വെച്ചുകൊണ്ട് ഏതെങ്കിലും ടൈറ്റ് ഫൈറ്റ് നടന്ന മത്സരം ആ മണ്ഡലങ്ങൾ ഈ കണക്കിൽ ഉൾപ്പെടുത്താതെയാണ് ഒരു മിനിറ്റ് സമയം മാത്രമാണ്. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ലേബി സജീന്ദ്രൻ, മധ്യ കേരളത്തിലടക്കം നിർണായകമായ അടിയൊഴുക്കുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മധ്യകേരളത്തിൽ എറണാകുളം UDFന്റെ കോട്ടയാണ്. ഇക്കുറി എത്ര സീറ്റ് പിടിക്കുമെന്നുള്ളത് ഒരേ സമയം പ്രതിപക്ഷ നേതാവിനും UDFനും ഡു ഓ ഡൈ സിറ്റുവേഷൻ ആണ് എറണാകുളത്തുള്ളത്. അതേപോലെ പാലായിലടക്കം നിർണായകമായ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവിടെ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണം ഏതെങ്കിലും തരത്തിൽ UDFന് അനുകൂലമായിട്ടുണ്ടാവാനുള്ള സാഹചര്യം നിലവിലുണ്ടോ? ഒരു ഭാഗത്ത് മൈനോറിറ്റി മുസ്ലിം കൺസോൾട്ടേഷന്റെ കാര്യത്തിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടി 100% കോൺഫിഡൻസിലാണ്. പക്ഷേ ആ കോൺഫിഡൻസ് എറണാകുളത്തെ കോൺഗ്രസിനും കേരള കോൺഗ്രസ് ജോസഫിനും ഉണ്ടോ? ലേബി സജീന്ദ്രൻ. ഡോക്ടർ അരുൺ, ഇതിൽ കേരള കോൺഗ്രസിന്റെ കണക്ക് തന്നെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ UDFന്റെ ആത്മവിശ്വാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആകെ മത്സരിച്ച 8 ഇടങ്ങളിൽ 7 ഇടത്തും ഇത്തവണ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഈ ഏറ്റവും അവസാന നിമിഷവും കേരള കോൺഗ്രസ് പങ്കുവയ്ക്കുന്നത്. ഇത് UDFന്റെ ഒരു പൊതു ആത്മവിശ്വാസമാണ്. മധ്യകേരളം എന്ന് പറയുന്നത് പൊതുവെ എന്നും UDFന് അനുകൂലമായി നിൽക്കുന്ന ഭാഗമാണ്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് വിട്ടുപോയ സാഹചര്യത്തിലാണ് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലേക്ക് തിരിച്ചടിയുണ്ടായത്. എറണാകുളത്തേക്ക് വരുമ്പോൾ പ്രതിപക്ഷ നേതാവ്, ഇപ്പോൾ നമ്മൾ നേരത്തെ കോൺഗ്രസ് നേതാക്കളുടെ ആത്മവിശ്വാസത്തിന്റെ കണക്കൊക്കെ പറഞ്ഞാലും പ്രതിപക്ഷ നേതാവ് ഇന്നലെയും ആവർത്തിച്ച് പറയുന്നത് 100ലേക്ക് അടുക്കുമെന്ന് തന്നെയാണ്. ബാക്കി എല്ലാ കണക്കുകളും വിട്ടുകൊണ്ട് അദ്ദേഹം ആത്മവിശ്വാസം ഉയർത്തി പറയുന്നു. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ആത്മവിശ്വാസം ഒട്ടും കുറയാത്തൊരു പ്രതികരണം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ എറണാകുളത്ത് ഈ പറയുന്നത് പോലെ കോൺഗ്രസ് നേതാക്കളുടെ കണക്കെല്ലാം അനുസരിച്ച് വരികയാണെങ്കിൽ ഒരു ക്ലീൻ സ്വീപ്പ് വന്നു എന്നിരിക്കട്ടെ, എങ്കിൽ ഈ പ്രവചനങ്ങൾക്ക് അടിസ്ഥാനമില്ല. ഇല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എറണാകുളത്ത്, പ്രത്യേകിച്ച് കൊച്ചി മണ്ഡലത്തിൽ, കളമശ്ശേരി മണ്ഡലത്തിൽ ഒക്കെ നടക്കുന്നു. അതുപോലെ തന്നെയാണ് വൈപ്പിൻ, തൃപ്പൂണിത്തുറ മണ്ഡലത്തിലൊക്കെ വലിയ വലിയ സങ്കീർണമായ മത്സരം നടന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ പറയുകയാണെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ ആത്മവിശ്വാസത്തിന്റെ കണക്കൊക്കെ ശരിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്നതിൽ അടിസ്ഥാനമില്ല. അല്ലെങ്കിൽ ഇത്തവണ സാധാരണ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് എറണാകുളം ജില്ലയിൽ പോലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന അസമിൽ BJP തുടരുമെന്നുള്ള റിസൾട്ട് വരുന്നു. ആദ്യം അസമിൽ നിന്ന് തുടങ്ങാം അല്ലേ? അസമിൽ നിന്ന് തുടങ്ങുന്നു. ഓരോ BJP സ്വീപ്പ് എന്നാണ് പറയുന്നത്. അസമിൽ BJP 88 മുതൽ ആക്സിസ് മൈ ഇന്ത്യ NDTV എക്സിറ്റ് പോൾ ഫലമാദ്യം വരുന്നത് 88 മുതൽ 100 സീറ്റുകൾ വരെ. നോക്കൂ, കഴിഞ്ഞ തവണ 64 സീറ്റുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇക്കുറി അവിടെ ഗംഭീരമായ പ്രകടനമാണ്. പിയാസുകളിൽ എഴുതി തള്ളാൻ പറ്റില്ല. അസമിൽ അങ്ങനെയാണെങ്കിൽ ഹിമന്ത ബിശ്വ ശർമ്മ സെഞ്ചുറി അടിക്കുമെന്നാണ്. കോൺഗ്രസ് 24 മുതൽ 36 സീറ്റുകൾ വരെ മാത്രം. കോൺഗ്രസ് ഇത്തവണ വലിയ പ്രതീക്ഷ അസമിലുണ്ടായിരുന്നു. അസമിൽ ഇത്തവണ ഈ ഒരു കുറെ കാലത്തിന് ശേഷം ഒരു ആശ്വാസം കിട്ടുമെന്നൊക്കെ പ്രതീക്ഷ അനക്കാൻ പോലും കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. 126 സീറ്റുകൾ മാത്രമുള്ള അസമിൽ 100 സീറ്റുകൾ വരെ NDA നേടിയേക്കാം എന്നുള്ളതാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം പറയുന്നത്. ക്ലീൻ സ്വീപ്പാണ്. ഹിമന്ത ബിശ്വ ശർമ്മയെ തൊടാൻ പോലും കോൺഗ്രസിന് അസമിൽ കഴിയുന്നില്ല, തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ സൂചനയാണ്. നമുക്കറിയേണ്ടത് അതേ സൂചന ഇനി അസമിനോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന വെസ്റ്റ് ബംഗാളിലും ഉണ്ടാകുമോ എന്നുള്ളതാണ്. SIR അടക്കം അസമിൽ എന്നതുപോലെ തന്നെ ചർച്ചാ വിഷയമായ വെസ്റ്റ് ബംഗാളിൽ ഇതേ ട്രെൻഡ് ആയിരിക്കുമോ എന്നുള്ളതാണ്. ഹീറ്റ് വേവ് BJP വേവ് ആണ് അസമിൽ എന്ന് ആക്സിസ്
ആക്സിസ് മൈ ഇന്ത്യ സർവേ പ്രകാരം പറയുന്നു, ഇന്ത്യ ടുഡേ സർവേ പ്രകാരം പറയുന്നു, ക്ലീൻ സ്വീപ്പാണ്. 126 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 64 സീറ്റുകളായിരുന്നത് ഇക്കുറി 88 മുതൽ 100 സീറ്റുകൾ വരെ നേടിയേക്കാം BJP. കോൺഗ്രസിന് വെറും 36 വരെ 24 മുതൽ 36 വരെ സീറ്റുകൾ മാത്രമേ എക്സിറ്റ് പോൾ ഫലങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. UDF-ന് അനുകൂലമായ നിഗമനമാണ് അവിടെ നിന്ന് ഉണ്ടാകുന്നത്. 70 മുതൽ 80 വരെ സീറ്റിൽ UDF കേരളത്തിൽ 70 to 80. 70 മുതൽ 80 58 മുതൽ 68 വരെ. അതെ, അഗൈൻ ടൈറ്റ് ആണ്. Tight fight. ന്യൂസ് 18 സർവേ റിസൾട്ട് പ്രകാരം ഈ പരമാവധി 80 സീറ്റുകൾ വരെ നേടാം. BJP 0 മുതൽ 4 മുതൽ 4 സീറ്റുകൾ ഓപ്പൺ ചെയ്തേക്കാം. യെസ്, ഇതാണ് ചിത്രം. LDF-ന് 58 മുതൽ 68 വരെ, UDF-ന് 70 മുതൽ 80 വരെ, NDA പരമാവധി 4 സീറ്റ്. ഇപ്പോൾ പുറത്തു വരുന്ന കേരളത്തിലെ ആദ്യത്തെ ഔദ്യോഗിക ഏജൻസിയുടെ, ആദ്യത്തെ ഒരു മാധ്യമത്തിന്റെ ഏജൻസിയുടെ റിസൾട്ട് പ്രകാരം UDF-ന് എഡ്ജാണ്. 70 മുതൽ 80 സീറ്റുകൾ വരെ നേടിയേക്കാം എന്നുള്ളതാണ്. 70 to 80, പക്ഷെ അത് നിർണായകമാണ്. 70 വളരെ പ്രധാനപ്പെട്ടതാണ്. കുറഞ്ഞത് 70, കൂടിയത് 80. അപ്പോൾ ഒരു സീറ്റിലും ജയിക്കാമെന്നുള്ളതാണ്. അപ്പോഴും 58 മുതൽ 68 വരെ LDF പിടിക്കുമെന്ന് ഈ സർവേ ഭരണവിരുദ്ധ വികാരമല്ല, മറ്റു ഫാക്ടേഴ്സ്, മൈനോറിറ്റി ഇത് വളരെ യാഥാർത്ഥ്യ ബോധത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു എക്സിറ്റ് പോൾ എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ ആദ്യം മുതൽ പറയുന്നത് ഇത് തന്നെയാണ്. കേരളത്തിൽ ഏത് മുന്നണി ജയിച്ചിട്ടുണ്ടെങ്കിലും അതൊരു ക്ലീൻ സ്വീപ്പ് എന്ന നിലയ്ക്ക് കാണേണ്ടതില്ല. പോൾസിൽ ആദ്യത്തെ കണക്ക് ന്യൂസ് 18 സർവേ റിസൾട്ട് കേരളവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആദ്യത്തെ റിസൾട്ട്. 140 പരമാവധി 80 സീറ്റുകൾ വരെ, കുറഞ്ഞത് 70 സീറ്റുകൾ എന്നുള്ളതാണ്. അത് 100 സീറ്റിലേക്ക് അടുക്കുന്നില്ല. ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനയല്ല, ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റിന്റെ സൂചനയാണ് ന്യൂസ് 18 എക്സിറ്റ് പോൾ ഫലം പുറത്തുവിടുന്നത്. 70 മുതൽ 80 സീറ്റുകൾ വരെ UDF നേടിയേക്കാം. 58 മുതൽ 68 വരെ എന്ന് വെച്ചാൽ മാക്സിമം 68, കേവല ഭൂരിപക്ഷത്തിന് 3 സീറ്റുകൾക്ക് താഴെ എന്ന് വെച്ചാൽ 2011 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏതൊക്കെയാണ് കൃത്യമായി ഏകദേശം എത്തിയത് എന്ന് കൂടി പരിശോധിക്കേണ്ടി വരും. അത് നമുക്ക് പരിശോധിക്കണം. പക്ഷെ നോക്കൂ, നെറ്റിനൊക്കെ കഴിഞ്ഞ തവണ 4 ഏജൻസി പ്രവചിച്ചിട്ടും ക്ലീൻ സ്വീപ്പാണ് കേരളത്തിൽ ഉണ്ടായത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രധാനമാണ്. പക്ഷേ 6 തുടർ ഭരണമാണ് പ്രവചിച്ചത്. 6 തുടർ ഭരണമാണ് പ്രവചിച്ചത് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, നെക്ക് ടു നെക്കാണ് ആദ്യത്തെ ഏജൻസിയുടെ സൂചന വരുന്നത്. അസമിലാണ് അവിശ്വസനീയമാം വിധം ഹിമന്ത ബിശ്വ ശർമ്മയും NDയും അടിച്ചു കയറി വരുന്നത്. അത് മറ്റൊരു സർവേയാണ്. അത് രണ്ട് സർവേകളാണ്. ഇപ്പൊ നോക്കൂ, ടൈംസ് നൗവിന്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അസമിൽ NDAക്ക് 46% മുതൽ 48% വരെ വോട്ട് പെർസെന്റ് ഉണ്ടാകുമെന്നുള്ളതാണ്. കോൺഗ്രസിന് 36 മുതൽ 39% വരെ, മറ്റുള്ളവർക്ക് 14 മുതൽ 15% വരെ, 48% വരെ കിട്ടാമെന്നുള്ളതാണ്. നോക്കൂ, കഴിഞ്ഞ തവണ 43% താഴേക്ക് മാത്രമായി ഒതുങ്ങിയ 2021 കഴിഞ്ഞ തവണ 33% മാത്രമേ BJPക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ഓർമ്മിക്കണം. അതിക്കുറി 46% ഉയരും. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 64 സീറ്റുകളിൽ നിന്ന് പരമാവധി 100 സീറ്റുകൾ വരെ വേണമെങ്കിൽ NDAക്ക് ആസാമിൽ നേടാൻ സാധിക്കും. ഇന്ത്യയുടെ സർവേ പ്രകാരം കേരളത്തിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുമെന്ന് ഈ കണക്കുകൾ നൽകുമ്പോൾ വോട്ട് ഷെയർ നൽകുന്നത് UDF-ന് 42.4% വോട്ട്, അതേസമയം LDF-ന് 39.5% വോട്ട്. ചെറിയ വ്യത്യാസം. ബംഗാൾ BJP പിടിക്കുമെന്നാണ് PMRQ പറയുന്നത്. തൃണമൂൽ കോൺഗ്രസിന് 138 വരെ, 118 മുതൽ 138 വരെ സീറ്റുകളാകുമ്പോൾ BJP അത് 150 മുതൽ 175 വരെ സീറ്റുകളെന്നാണ് പ്രവചിക്കുന്നത്. ഇവിടെ പ്രേക്ഷകരെ, വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനും മമതാ ബാനർജിക്കും ദീദിക്ക് കാലിടറുമെന്ന് ഒരു ഏജൻസി പറയുന്നു. PMRQ ഡയറക്ട് ഫൈറ്റിൽ BJP മുന്നിൽ എന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസിനെ വെട്ടി BJP പശ്ചിമ ബംഗാൾ പിടിക്കുമെന്ന പ്രഖ്യാപനമാണ് ഉണ്ടാകുന്നത്. 150 മുതൽ 175 സീറ്റുകൾ വരെ വെസ്റ്റ് ബംഗാളിൽ നേടിയേക്കാമെന്നുള്ള അവിശ്വസനീയമായ വിധം. നോക്കൂ, ഇതാദ്യമായി വെസ്റ്റ് ബംഗാളിൽ BJP അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്ന സൂചന നൽകുന്നു PMRQ. PSUനിൽ എത്രത്തോളം വിശ്വസനീയമാണെന്ന് നമുക്കറിയില്ല. കാരണം 118 മുതൽ 138 വരെ നേടൂ, പക്ഷേ BJP 150 മുതൽ 175 വരെ നേടിയേക്കാം എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 223 വോട്ടുകൾ നേടിയ തൃണമൂൽ കോൺഗ്രസ് ഇക്കുറി 118ലേക്ക് താഴുമെന്നാണ് PMRQ. ഇത് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ തെരഞ്ഞെടുപ്പ് SIR മാത്രമാക്കി മാറ്റി മമതാ ബാനർജി. അങ്ങനെ ഒരു SIR യുദ്ധമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ കണ്ടത്. നോക്കൂ, 2ാം ഘട്ട വോട്ടെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും അവിടെ ഏറ്റുമുട്ടലാണ്. SIRന്റെ പേരിലുള്ള വലിയ സംഘർഷമാണ്. ആ സംഘർഷത്തിനായി മമതാ ബാനർജി തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ബംഗാളിലില്ല, ബംഗാളിൽ ക്ലീൻ സ്വീപ്പാണ്. അതായത് കേവല ഭൂരിപക്ഷം എത്രയാണ്? 148.
ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്ന PMRQവിന്റെ ഏജൻസി സർവേ റിസൾട്ട് പ്രകാരം 150 BJPയുടെ മിനിമം. അതെ. എന്ന് വെച്ചാൽ 150 മുതൽ 175 സീറ്റുകൾ വരെ. കേവല ഭൂരിപക്ഷം വെസ്റ്റ് ബംഗാളിൽ വേണ്ടത് 148 ഈ കണക്ക് BJPയുടെ ഔദ്യോഗിക കണക്കിന് ഏറെക്കുറെ സമാനമാണ്. ഇത് ഈ ഒരു പ്രോസസ്സിലായിരിക്കും, ഈ ഒരു പാറ്റേണിലായിരിക്കും പക്ഷേ വിജയം വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിലും അത് ഒരു പ്രശ്നമുള്ളത്, ഈ മൈനോറിറ്റി വോട്ടുകൾ എവിടെ പോയി? SIR പ്രകാരം സംശയത്തിന് നിഴലിലായ ഇൻസെക്യൂരിറ്റിയുള്ള വോട്ടുകൾ എങ്ങോട്ട് പോയി? ആ വോട്ടുകൾ ആരൊക്കെ വിഭജിപ്പിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പശ്ചിമ ബംഗാളിലെ 294 മണ്ഡലങ്ങളിൽ 90 മണ്ഡലങ്ങളിൽ വിജയം നിർണ്ണയിക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളാണ്. 90 മണ്ഡലങ്ങളിൽ. അതുകൊണ്ട് പിന്നെ ഒരു 60 മണ്ഡലം കൂടി പിടിച്ചാൽ മതി മമതാ ബാനർജിക്ക് ഭൂരിപക്ഷമായി. അപ്പോൾ അതുകൊണ്ട് ഈ കണക്ക് എത്രത്തോളം 118 എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം 90+ 28 സീറ്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരിക്കലും അങ്ങനെ വരാൻ സാധ്യതയില്ല. നിലവിൽ PMRQവിന്റെ കണക്കാണ്. ബംഗാൾ BJP പിടിക്കുമെന്ന് PMRQ എക്സിറ്റ് പോൾ ഫലങ്ങൾ. കേരളം UDF ഭരിക്കുമെന്ന് ന്യൂസ് 18 സർവേ ഫലം. പശ്ചിമ ബംഗാളിൽ, ആസാമിൽ BJP തൂത്തുവാരുമെന്ന് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ. ഇന്ത്യ ടുഡേയുടെ മാത്രമല്ല, ഒപ്പം NDTVയുടെ ഫലവും അസമിൽ BJP എന്ന് തന്നെയാണ്. അസമിൽ KC വേണുഗോപാലിന്റെ പ്രതികരണം വരുന്നുണ്ട്. വി ബിലീവ് ഇൻ പീപ്പിൾസ് പോൾ നോട്ട് എക്സിറ്റ് പോൾ എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. അത് അസമിലെ കണക്കാണ്. അസമിലെ കണക്കാണ് KC വേണുഗോപാലിനെ കൊണ്ട് തമിഴ്നാട് തുടർ ഭരണം എന്ന പീപ്പിൾസ് പൾസ്. തമിഴ്നാട്ടിൽ തുടർ ഭരണമെന്ന് പീപ്പിൾസ് പൾസ്. തമിഴ്നാട്ടിൽ, ബംഗാളിൽ അട്ടിമറി എന്ന് പോൾ ഡയറി. അവിടെ BJP രണ്ടാമത്തെ ഏജൻസി കൂടി ബംഗാളിൽ അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്ന് പ്രവചിക്കുന്നു. BJP ബംഗാളിൽ അധികാരം. അങ്ങനെയാണെങ്കിൽ PR സുനിൽ, കേരള രാഷ്ട്രീയത്തിലെ നിർണായകമായ തിരഞ്ഞെടുപ്പായി 2026 മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. BJP പിടിച്ചാൽ, ബംഗാൾ BJP പിടിച്ചാൽ അത് ചരിത്രമാണ്. ബംഗാൾ പിടിക്കുക എന്ന് പറയുന്നത് BJPയുടെ എത്രയോ കാലത്തെ വലിയ പോരാട്ടമായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അതിലേക്ക് BJPക്ക് കടക്കുക അത്ര എളുപ്പമായിരിക്കും. നോക്കൂ, നിങ്ങൾ കമ്മീഷനുമായി ചേർന്ന് നടപ്പാക്കിയിരിക്കുന്ന പദ്ധതി ഹിന്ദി ഹൃദയഭൂമി കീഴടക്കി. നിങ്ങൾ ഇടത്തും വലത്തും നിങ്ങൾ നോക്കൂ. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് പോകുന്നു, അതേപോലെ നോർത്ത് വെസ്റ്റ് സ്റ്റേറ്റ് പോകുന്നു, തെക്കിലേക്ക് കർണാടക. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പെർഫോമൻസ് നമ്മൾ ഇത്തവണ ജാൽമൂരി കഴിച്ച് നടക്കുന്ന പ്രധാനമന്ത്രി. ഇന്ന് അന്തിമ ഘട്ട വോട്ടെടുപ്പ് നടക്കുമ്പോൾ പ്രധാനമന്ത്രി എവിടെയായിരുന്നു? വാരാണസിയിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലായിരുന്നു പ്രധാനമന്ത്രി. ആ നിലയിലടക്കം വലിയ രാഷ്ട്രീയ സന്ദേശം നൽകിക്കൊണ്ടാണ് ബംഗാളിൽ പോയി ജയ് ശ്രീറാം എന്നല്ല വാക്കാളി എന്നാണ് പറഞ്ഞത് പ്രധാനമന്ത്രി. ആ നിലയ്ക്ക് പരിവപ്പെടുന്ന BJP ബംഗാളിന്റെ സംസ്കാരത്തിലേക്ക് പരിവപ്പെടുന്ന പ്രധാനമന്ത്രിയെ ABP പ്രകാരവും BJP തന്നെ വെസ്റ്റ് ബംഗാളിൽ മൂന്നാമത്തെ ഏജൻസി. ഇതുവരെയും ഒരൊറ്റ ഏജൻസി പോലും തൃണമൂൽ കോൺഗ്രസിന് ഭരണ തുടർച്ച പ്രവചിക്കുന്നില്ല. 3 ഏജൻസികളും ഇപ്പോൾ പ്രവചിക്കുന്നത് BJP അട്ടിമറി വിജയം ബംഗാളിൽ. പക്ഷേ ഇഞ്ചോടിഞ്ചാണെങ്കിലും കേവല ഭൂരിപക്ഷം തൃണമൂൽ താഴെ ഇറങ്ങുന്നത് എന്ന് ഈ പ്രവചിക്കപ്പെടുന്ന രീതിയിലാണെങ്കിൽ എവിടെ നിന്നാണ് താഴെ ഇറങ്ങുന്നത് എന്ന് നോക്കൂ. 223 നിന്നാണ് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത്. കേവല ഭൂരിപക്ഷമായ 148 താഴെയാണ് ABP. ആക്സിസ് മൈൻഡിയുടെ വരുന്നുണ്ട്. ആക്സിസ് മൈൻഡിയുടെ വന്നുകൊണ്ടിരിക്കുന്നു. ടൈംസ് നൗ JVC എക്സിറ്റ് പോൾ ഫലത്തിൽ അസം 88 മുതൽ 101 വരെ സീറ്റുകൾ എന്നുള്ളതാണ്. ഇതുവരെ വന്ന റിപ്പോർട്ടുകളെല്ലാം കേരളം ഒഴിച്ച് എല്ലാ സംസ്ഥാനത്തും BJP ആണ്. കോൺഗ്രസ് തകർന്നടിയുന്നു. എവിടെ? ആസാമിൽ തകർന്നടിയുന്നു. വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് തകർന്നടിയുന്നു. അവിടെ രണ്ടിടത്തും BJP വെന്നിക്കൊടി പിടിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ സംബന്ധിച്ച് അസാമിനേക്കാൾ നമ്മൾ കാത്തിരുന്നത് വെസ്റ്റ് ബംഗാളാണ്. ഒരു മിനിറ്റ്, കേരളവുമായി ബന്ധപ്പെട്ട് NDTVയുടെ കൂടി വരികയാണ്. അവിടെ 58 മുതൽ 68 വരെ UDF ആണ് ഭരിക്കുന്നതെന്ന് പറയുന്നു. UDFന് ഭരണം കിട്ടും. 75 മുതൽ 85 വരെ UDF, 55 മുതൽ 65 വരെ LDF, BJPക്ക് 3 സീറ്റ് വരെ. ഇതാണ് NDTVയുടെ പ്രവചനം. ആക്സിസ് മൈൻഡിയുടെ മറ്റൊരു സ്റ്റഡി കൂടിയുണ്ട്. കേരളത്തിൽ UDFൽ നിന്ന് ആര് മുഖ്യമന്ത്രിയാകും എന്നൊരു ചോദ്യം അവർ ഈ സർവേക്കൊപ്പം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിൽ 21 പേർ VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന് വോട്ട് ചെയ്തിരിക്കുന്നു. 21% പേർ. രമേശ് ചെന്നിത്തല 8% പേർ, KC വേണുഗോപാൽ 3% പേർ, ശശി തരൂർ 1%. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണമെന്ന് 33% പേർ ഈ സർവേയിൽ വോട്ട് ചെയ്തിരിക്കുന്നു. അതായത് കേരളത്തിൽ പറയുന്നു UDF ആയിരിക്കും അധികാരത്തിലേക്കെന്ന്. പീപ്പിൾസ് പൾസിന്റെ സർവേ, ഒപ്പം NDTV സർവേ പ്രകാരവും UDF അധികാരത്തിലേക്കെന്ന്. അതായത് ന്യൂസ് 18 സർവേ അനുസരിച്ചും NDTV സർവേ അനുസരിച്ചും ഇപ്പോൾ പുറത്തു വന്ന 2 സർവേകളിൽ UDF കേരളത്തിൽ 3 സർവേകൾ
സർവേകളായി മൂന്ന് സർവേകളായി അനുസരിച്ച് UDF അധികാരത്തിലേക്ക് എന്നുള്ളതാണ്. അതിൽ പക്ഷേ ഏറ്റവും ക്ലിയറായ മാൻഡേറ്റ് പറയുന്നത് NDTV മൈ ആക്സിസ് ആണ്. NDTV മൈ ആക്സിസ് സർവേ പ്രകാരം 85 മുതൽ 75 മുതൽ 85 വരെ സീറ്റുകൾ കിട്ടിയേക്കാം എന്നുള്ളതാണ്. 75 മുതൽ 85 സീറ്റുകൾ വരെ കിട്ടിയേക്കാമെന്ന് പീപ്പിൾസ് പൾസ് പറയുന്നത് 71 മുതൽ 79 വരെ എന്നാണ്. അത് നെക്ക് ടു നെക്ക് ആണ്. പീപ്പിൾസ് സർവേ പ്രകാരം നെക്ക് ടു നെക്ക് ആണ്. പീപ്പിൾസ് പൾസ് പ്രകാരം നെക്ക് ടു നെക്ക് ആണ് 71 മുതൽ 79 വരെ. പക്ഷേ നോക്കൂ, ഇതുവരെ പുറത്തു വന്ന 3 ഏജൻസികളും UDF-നായിരിക്കും അധികാരം എന്നുള്ള സൂചനയാണ്. 75 മേലെ തുടക്കം പറഞ്ഞിട്ടില്ല കേട്ടോ. 75 മേലെ എന്ന് പറഞ്ഞിട്ടില്ല. 75 മുതൽ 85 വരെ ഉണ്ട്. NDTV മാത്രം പറയുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യങ്ങളൊന്ന് രസകരമാണതല്ലേ? UDF-ൽ നിന്ന് VD സതീശനാണ് 21% കൗതുകകരമായ കാര്യമുണ്ട് കേട്ടോ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ ആരാകണം എന്നുള്ള ചോദ്യത്തിന് VD സതീശൻ 21% കിട്ടുമ്പോൾ പിണറായി വിജയന് 33%. പിണറായി വിജയന് 33%. രണ്ടാം സ്ഥാനത്തേക്ക് വരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് KK ശൈലജയാണ്. പക്ഷേ 2% നോക്കൂ. അല്ല, അവിടെ പിണറായി വിജയൻ ഉള്ള സ്ഥലത്ത് KK ശൈലജ മുഖ്യമന്ത്രി ആവില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള വോട്ടിംഗാണ്. പക്ഷെ അവിടെ നോക്കൂ, VD സതീശൻ 21, രമേശ് ചെന്നിത്തലയ്ക്ക് 8, KC വേണുഗോപാലിന് 3, ശശി തരൂരിന് 1, എനി കാൻഡിഡേറ്റ് ഫ്രം UDF 11, 21 to 29, 3, 32, 33, 44% എന്ന് പറഞ്ഞാൽ ഒരു സ്ലൈറ്റ് എഡ്ജ് UDF-നുണ്ട് എന്നുള്ളതാണ്. 44%. മറുഭാഗത്ത് പിണറായി വിജയന് 33, KK ശൈലജ 2, എനി കാൻഡിഡേറ്റ് ഫ്രം LDF 5, 33 2, 35 5, 44%. മുഖ്യമന്ത്രിമാരുടെ മാത്രം കണക്കെടുത്ത് വെച്ച് നോക്കിയാൽ പക്ഷേ UDF-ൽ KC വേണുഗോപാലിനെ സംബന്ധിച്ചും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചും അല്പം നെഞ്ചുവേദന ഉണ്ടാക്കിയേക്കാം. 3% KC വേണുഗോപാലിന് വോട്ട് ചെയ്തത്. രമേശ് ചെന്നിത്തല ബെറ്റർ ആണ്. 8ആണ്. അതെ, എന്ന് വെച്ചാൽ UDF അധികാരത്തിലെത്തിയാൽ ആരാകണം മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് മൈ ആക്സിസ് കേരള എക്സിറ്റ് പോൾ ഫലമനുസരിച്ച് 21%. പീപ്പിൾസ് പൾസിൽ തമിഴ്നാടിൽ DMK ഭരണം തുടർ ഭരണം ഉറപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ വന്ന സർവേകളിലൊക്കെ തമിഴ്നാടിന്റെ കാര്യത്തിൽ DMKയുടെ തുടർ ഭരണം ആവർത്തിക്കുന്നുണ്ട്. എല്ലാ സർവേകളും DMKയുടെ തുടർ ഭരണമാണ് പറയുന്നത്. പക്ഷേ GVKയുടെ റോൾ കൂടി അറിയേണ്ടിയിരുന്നു. ഇന്ത്യയുടെ കണക്കിൽ കേരളത്തിൽ വോട്ട് ചെയ്ത സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കണക്കുകൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. 45% പേർ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തു. പുരുഷന്മാർ, സ്ത്രീകളിൽ 43% പേർ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് പറയുന്നു. അതേസമയം LDF-ന് 37% പേർ പുരുഷന്മാർ, സ്ത്രീകളിലാണെങ്കിൽ 41% പേർ. സമുദായ കണക്കാണ്. 63% മുസ്ലിം വോട്ട് UDF-ന് അനുകൂലമായിട്ടും 31% LDF-ന് അനുകൂലമായിട്ടും മുസ്ലിം വോട്ട് ചേരും. ക്രിസ്ത്യൻ വോട്ട് അതുപോലെ 60% UDF-ന് അനുകൂലം, 34% LDF-ന് അനുകൂലം. ഓക്കെ, ജോഗ്രഫി വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമനഗരങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് നോക്കിയാൽ UDF 44%, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 39 നിന്ന് 5%, 44% വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നു. നഗരങ്ങളിലും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 39 നിന്ന് 43% വോട്ട് വർദ്ധിപ്പിക്കുന്നു. LDF-ന് 40% കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു. ഗ്രാമങ്ങളിൽ, നഗരങ്ങളിൽ 38. അതാണ് നിലവിൽ മൈ ആക്സിസ് മൈ ഇന്ത്യ പീപ്പിൾ എംപവർമെന്റ് പ്ലാറ്റ്ഫോം അനുസരിച്ച് ആക്സിസ് മൈ ഇന്ത്യ കണക്കനുസരിച്ചുള്ള ഗ്രാമ നഗര വ്യത്യാസം LDF-നും UDF-നും 44%. NDA-ക്ക് നോക്കൂ 14%, NDA 14% മാത്രം എന്നുള്ളതാണ്. ഏജ് വൈസ് വോട്ട് ഷെയർ കൂടി നോക്കുന്നത് രസകരമാണ്. ഫസ്റ്റ് ടൈം വോട്ടേഴ്സ് 18 മുതൽ 19 വയസ്സ് വരെയുള്ളവർ 51% UDF-നാണ്. LDF-ന് അത് 37%. 20 മുതൽ 29 വയസ്സ് വരെയുള്ളതിൽ 54% UDF-നും 33% LDF-നുമാണ്. അടുത്തത് 30 മുതൽ 39, 43% UDF-നും 40% LDF-നും. 40 മുതൽ 49 വരെയിൽ 42% UDF-നും 34% LDF-നും. 50 മുതൽ 59, 41% UDF-ന്. അവിടെ കൂടുതലാണ് LDF-ന്. വളരെ കൗതുകകരമായ കാര്യമുള്ളല്ലോ. കേരളത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഏത് മുന്നണിയാണ് പ്രിഫർ ചെയ്യുന്നത് എന്നതുകൂടി നോക്കിയാൽ LDF-നെ പിന്തുണയ്ക്കുന്നവരിൽ കൂടുതലാണ് എന്ന് കാണാം. 41% LDF-നെ പിന്തുണയ്ക്കുന്ന സ്ത്രീകൾ, 37% പുരുഷന്മാർ LDF-നെ പിന്തുണയ്ക്കുന്നു. എന്നാൽ ഇത് UDF-ലേക്ക് വരുമ്പോൾ 43% സ്ത്രീകൾ UDF-നെ പിന്തുണയ്ക്കുന്നു, 45% പുരുഷന്മാർ UDF-നെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് കണക്ക്. BJP-യിലേക്ക് എത്തിയാൽ 13% സ്ത്രീകളെ പിന്തുണയ്ക്കുന്നുള്ളൂ, 15% പുരുഷന്മാരെ BJP അഥവാ NDA പിന്തുണയ്ക്കുന്നുള്ളൂ എന്നുള്ളതാണ് മൈ ആക്സിസ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കുന്നത്. ഒരു 3 ഏജൻസികളും നിലവിൽ പുറത്തു വരുന്ന 3 പ്രധാനപ്പെട്ട ഏജൻസികളും
അത് ഇതുവരെ ഒരു Y-axis, ഏജൻസിയും NDTV times down. തുടർ ഭരണം പ്രവചിച്ചിട്ടില്ല. അതെ. ഒരൊറ്റ UDF ന് മാത്രം. അതെ, ഒരൊറ്റ UDF ന് exit മാത്രം. poll-ഉം രണ്ട് ഏജൻസികൾ ആണെങ്കിൽ പോലും അഡ്വാൻറ്റേജ് കേരളത്തിൽ അതായത് സർവേകൾക്ക് വിരുദ്ധമായി എക്സിറ്റ് പോളുകൾ വരുമ്പോൾ UDF-ന് മുൻതൂക്കം നൽകുന്ന ഫലങ്ങളാണ്, എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തേക്ക് വരുന്നത് എന്നത് ഒരു മാറ്റം വന്നിരിക്കുകയാണ്. CNN News 18 സർവേ ഫലങ്ങൾ പറയുന്നു വീണ്ടും UDF അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. ഒരൊറ്റ എക്സിറ്റ് പോൾ ഫലവും ഇതുവരെ നാലെണ്ണത്തിലും LDF-ന് തുടർഭരണം സാധ്യത പറയുന്നില്ല. കഴിഞ്ഞ തവണയും 4 ഏജൻസികൾ നെക്ടുനെക്കാണ് പ്രവചിച്ചതെങ്കിലും കഴിഞ്ഞ തവണ LDF തൂത്തുവാരിയിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന 4 ഏജൻസികളും UDF-ന് തുടർഭരണം പറയുന്നു. ക്ഷമിക്കണം, UDF അധികാരത്തിലെത്തും, അട്ടിമറി നേടും എന്ന് പറയുന്നു. ചാണക്യ സ്ട്രാറ്റജിയുടെ വന്നിട്ടുണ്ട്. അവിടെ MDMK ആണ്, തമിഴ്നാട് DMK ആണ്. എല്ലാ ഏജൻസി അതെ, 140 വരെ DMK ആണ്. 50 മുതൽ 65 TVK-യുടെ പ്രത്യേക എന്ന് പറയുന്നതിലാണ് TVK വരുന്നത്. CNN വോട്ട് ബൈയും പറയുന്നു UDF വരുമെന്ന്. അതായത് അഞ്ചാമത്തെ ഏജൻസി ന്യൂസ് 18 പറയുന്നു, CNN പറയുന്നു, NDTV പറയുന്നു, ഒപ്പം ഇന്ത്യ ടുഡേ പറയുന്നു. 4 ഏജൻസിയും പറയുന്നു. 5 ഏജൻസികളും UDF-ന് ഭരണ തുടർച്ച പ്രവചിക്കുന്നു. അതിൽ NDTV 75 മുതൽ 80. ഇനിയിപ്പോ KC വേണുഗോപാൽ വിശ്വസിക്കുമോ എന്തോ എക്സിറ്റ് പോളിൽ? അതെ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. KC വേണുഗോപാൽ കേരളത്തിൽ വിശ്വസിച്ചാൽ ആസാമിൽ തെറ്റും, ആസാമിൽ വിശ്വസിച്ചാൽ കേരളത്തിൽ തെറ്റും. ആ അവസ്ഥയാണ്. ആസാമിൽ കോൺഗ്രസിന് ദയനീയ പരാജയം ഉണ്ടാകുമെന്നും അവിടെ ഹിമന്ത ബിശ്വ ശർമ്മയും NDയും തുടർഭരണത്തിലേക്ക് പോകുമെന്നും പറയുമ്പോൾ വെസ്റ്റ് ബംഗാളിലാണ് അവിശ്വസനീയമായ വിധം പുറത്തു വന്നിരിക്കുന്ന എല്ലാ ഏജൻസികളും ഇപ്പോൾ NDAക്ക് വെസ്റ്റ് ബംഗാളിൽ അട്ടിമറി വിജയം എന്നുള്ളതാണ്. അവിടെ മമതാ ബാനർജി തോറ്റുപോകും എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശ്വസിക്കാമെങ്കിൽ കേരളത്തിൽ ഒരൊറ്റ ഏജൻസി പോലും ഈ നിമിഷം വരെയും LDF-ന് തുടർഭരണം പ്രവചിച്ചിട്ടില്ല. നിലവിൽ 4 ഏജൻസികളും പ്രവചിക്കുന്നത് UDF-ന് തുടർഭരണമാണ്. ഒരൊറ്റ ഏജൻസി NDTV മാത്രമാണ് കംഫർട്ടബിൾ മെജോറിറ്റിയിൽ പറയുന്നത് 75 മുതൽ 85 വരെ നേടിയേക്കാം. നെക്ക് ടു നെക്ക് എന്നതല്ല NDTV-യുടെ കണക്ക് പ്രകാരം 85 സീറ്റുകൾ വരെ. പക്ഷെ നോക്കൂ, 85-നും അപ്പുറത്തേക്ക് ഇതുവരെ ഒരൊറ്റ ഏജൻസിയും പ്രവചിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എല്ലാ ഏജൻസികളും UDF ട്രെൻഡ് എന്ന് പറയുന്നു. എവിടെയും മൂന്നാം തുടർ ഭരണം പ്രവചിക്കപ്പെട്ടിട്ടില്ല എന്നത് വളരെ പ്രധാനമാണ്. ഈ അസമിൽ സുനിൽ ഇപ്പോൾ ഈ ഗൗരവ് ഗൊഗോയുടെ പ്രകടനം ഒന്നും ഒരു തരത്തിലും ഗുണം ചെയ്തിട്ടില്ല എന്നാണ്. ആക്സിസ് മൈ ഇന്ത്യ UDF-ന് 78 മുതൽ 90 വരെ സീറ്റുകൾ നേടിയേക്കാം കേരളത്തിൽ. കേൾക്കുന്നത് ഏറ്റവും ആധികാരികമെന്ന് വിചാരിക്കാൻ കഴിയുന്ന ഒന്നാണ് ആക്സിസ് മൈ ഇന്ത്യ. ഞാൻ എന്റെ പ്രവചനത്തിന് അടുത്ത് നിൽക്കുന്നതാണ് കേട്ടോ. 78 to 90. പക്ഷേ കഴിഞ്ഞ തവണ ഇതേ പ്രവചനം ഹരിയാനയിൽ നടത്തി. അതിനുശേഷം പിന്നെ ആക്സിസ് മൈ ഇന്ത്യയുടെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു അദ്ദേഹം കഴിയുന്ന ചിത്രം. ഈ ദിവസം ഓർക്കേണ്ട ചിത്രം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. കേരളത്തിൽ ഭരണമാറ്റമെന്ന ആക്സിസ് മൈ ഇന്ത്യ അല്പം ആശ്വാസത്തോടെ ഇരിക്കാനുള്ള ഫലങ്ങളാണ് വരുന്നില്ല. അപ്പുറത്തൊരു മൗനം. ഇതിന് മറുപടി ഇത്രയേ ഉള്ളൂ. ആക്സിസ് ബാങ്ക് മുതലാളിന്റെ അവസ്ഥ തന്നെയാണ് പറയാനുള്ളൂ. കാരണം അവിടെ ഇരുന്ന് കരയാൻ പറ്റില്ലല്ലോ. കാരണം എന്തുകൊണ്ട് അല്ല, മുതലാളിമാർക്കെല്ലാം ഇങ്ങനെയാണോ? അതുകൊണ്ടല്ല. പക്ഷെ ഒരു കാര്യം, എല്ലാ സർവേകളും ഇടതുപക്ഷത്തിന് 60 സീറ്റിലധികം കൊടുക്കുന്നുണ്ട്. 60 സീറ്റിലധികം. നോക്കൂ, ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ മുതൽ 62 വരെ 62 വരെ സീറ്റ്. ഇത് നോക്കൂ, ഇതിൽ ഇപ്പോ നമ്മുടെ ഡൽഹി റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് UDF തരംഗമാണോ എന്ന്. ഒരു തരംഗം ഉണ്ടായാലേ ഈ പറയുന്നത്, അതായത് എവിടെ നിന്നാണ് വരേണ്ടത്? 42-ൽ നിന്നാണ് വരേണ്ടത് എന്ന് ആലോചിക്കണം. സ്വാഭാവികമായും ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ടായാൽ മാത്രമാണ് കേവല ഭൂരിപക്ഷത്തിന് തൊട്ട് മുകളിൽ പോലും UDF-ന് വരാൻ കഴിയുന്നത്. അല്ലല്ല, അതിന് തരംഗം പറയാൻ പറ്റില്ല. എങ്ങനെ കേവല ഭൂരിപക്ഷത്തിന് തൊട്ട് മുമ്പിൽ എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് എവിടെ നിന്നാണ് കേവല ഭൂരിപക്ഷത്തിനും അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു വലിയ മാർജിൻ ഉണ്ടാക്കാൻ പറ്റിയാൽ മാത്രമേ തരംഗം. ഞാൻ എന്താ പറയുന്നത്? അതായത് ഇപ്പം 2011 സമാനമായ ഒരു സാഹചര്യത്തിൽ നിന്നാണെങ്കിൽ ശരി, അത് നെക്ക് ടു നെക്ക് ആയിരുന്നല്ലോ. ലാസ്റ്റ് തെരഞ്ഞെടുപ്പിലാണെങ്കിൽ 2011-ലും UDF വന്നത് വലിയ പരാജയത്തിൽ നിന്നാണ്. അല്ല, 2011-ലെ ഇലക്ഷൻ റിസൾട്ടിന് സമാനമായ റിസൾട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് എങ്കിൽ ഇതിപ്പോ 42-ൽ നിന്ന് വരണമെങ്കിൽ മേജർ ഷിഫ്റ്റ് വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതല്ല, UDF-ന് 2011-ൽ ഉണ്ടായിരുന്നത് തരംഗമല്ല. UDF-ന് 2011-ൽ തരംഗം എന്നല്ല ഞാൻ പറഞ്ഞത്. ആ റിസൾട്ട് ബേസിൽ നിന്നാണ് ഇത്തവണ നമ്മൾ ഒരു തിരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷിക്കുന്നതെങ്കിൽ ശരി, ഇത് വലിയ ഷിഫ്റ്റ് ഉണ്ടായാൽ മാത്രമേ
UDF അധികാരത്തിലേക്ക് കേവല ഭൂരിപക്ഷമെങ്കിലും നേടി വരാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുള്ളൂ. അതിൽ തർക്കിക്കാനൊന്നുമില്ല. അല്ല, തരംഗം എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കേവല ഭൂരിപക്ഷത്തിനേക്കാൾ അപ്പുറം ഒരു മിനിമം 15 മുതൽ 20 സീറ്റുകൾ വരെ അവിടെ നേടണം. ഇവിടെ ആകെ പ്രവചിച്ചിരിക്കുന്നത് മൈ ആക്സിസ് മാത്രമാണ് ഒരു തരംഗം. NDTV പറയുന്നത് പരമാവധി 85 വരെ. ബാക്കി LDF 60 മുതൽ 65 വരെ സീറ്റ്, UDF 72 മുതൽ 80 വരെ സീറ്റ്, BJP 3 മുതൽ 7 വരെ. ഒരുപക്ഷെ BJPക്ക് ഇത്രയും കൂടുതൽ സീറ്റ് നൽകുന്ന കേരള UDFന് 70 മുതൽ 80 വരെ പറയുന്നു, LDFന് 58 മുതൽ 68 വരെ പറയുന്നു, NDAക്ക് 4 വരെ സീറ്റ്. കഴിഞ്ഞ തവണത്തെ ഓർക്കണം, കഴിഞ്ഞ തവണത്തെ എക്സിറ്റ് പോളുകളിൽ NDAക്ക് എല്ലായിടത്തും അക്കൗണ്ട് തുറക്കുന്നത് 4, 6 കണക്കുകൾ വന്നിരുന്നു. ഒന്നുപോലും ഉണ്ടായിട്ടില്ല. 2006 UDFന് 42 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം 41 സീറ്റ്. അവർ 2011 അധികാരത്തിൽ വരുന്നത് 72 സീറ്റുമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു സീറ്റിന്റെ വ്യത്യാസം 2006. അതേ ട്രെൻഡ് തന്നെയാണ് ഇപ്പോഴും പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്. 2011 എന്താണോ സംഭവിച്ചത് അതേ ട്രെൻഡാണ്. അപ്പം ഞാൻ നോക്കുന്നതിനകത്ത് 4 എണ്ണത്തിൽ വന്നതിനകത്ത് 5 എണ്ണത്തിൽ വന്നതിനകത്ത് 2 എണ്ണം പറയുന്നത് 70 തുടങ്ങി 80 വരെ എന്നുള്ളതാണ്. അപ്പം 70 ഒരു സീറ്റിന്റെയോ 2 സീറ്റിന്റെയോ ഉള്ളൂ. ഇത് തന്നെയാണ് 2006 2011. പക്ഷേ ഒരു കാര്യം നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇപ്പോൾ പുറത്തു വന്ന 7 ഏജൻസികളും പ്രവചിച്ചിരിക്കുന്നത് UDF അധികാരത്തിലേക്ക് വരുമെന്നുള്ളതാണ്. ഭരണ തുടർച്ചയിലേക്കാണ് ഈ പറയുന്ന ഏജൻസികൾ മുഴുവനും ഉണ്ടാകുന്നത്. നോക്കൂ, വലിയ ഭരണവിരുദ്ധ വികാരം സർക്കാരിന് നേരെ ഉണ്ടായാൽ മാത്രമേ ഇത്രയും സീറ്റുകൾ കുറയുകയുള്ളൂ സർക്കാരിന്. അതുപോലെ ഒരു മേജർ വോട്ട് ഷിഫ്റ്റും ഒരു വലിയ അനുഭവവും UDFന് നേരെ ഉണ്ടായാൽ മാത്രമേ ഇത്രയും സീറ്റ് വർധനയും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഒരു നെക്ക് ടു നെക്ക് റിസൾട്ട് മാത്രമേ പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അല്ലല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്കൊരു തരംഗം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നെക്ക് ടു നെക്ക് ആണെങ്കിൽ അവിടെ തരംഗമല്ല, പകരം അവിടെ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. നിങ്ങൾ തരംഗമാണെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് LDFന്റെ അടിയുറച്ച മണ്ഡലങ്ങളിൽ പോലും, അതായത് LDFന്റെ കോട്ടകളല്ല, LDFലെ ചില MLAമാരുടെ വോട്ടുകൾ 60 സീറ്റ് LDFന് കൊടുക്കുകയും 65 സീറ്റ് LDFന് കൊടുക്കുകയും 74 സീറ്റിൽ UDF വിജയിക്കുകയും ചെയ്താൽ അതെങ്ങനെ തരംഗമാവുക? അതാണ്. അപ്പോൾ ഒരു ടൈറ്റ് ഫൈറ്റ് ആണ്, നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ്. മാത്രമല്ല നമ്മൾ ഫലങ്ങൾ പറയുന്നത് നമുക്ക് തരംഗത്തിന് രണ്ട് ഏജൻസികൾ തരംഗമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വാദം വരുന്നത്. ഇതിന്റെ പ്രശ്നം ഒരു തുല്യ ശക്തികൾ തമ്മിൽ എന്ന് നമുക്ക് നിലവിൽ ഇവിടെ UDFനെയും LDFനെയും കണക്ക് കൂട്ടാൻ കഴിയില്ല. തുല്യ ശക്തികളല്ല. അവസാനത്തെ ജനവിധി അനുസരിച്ച് തുല്യ ശക്തികളല്ല. 20 സീറ്റുകളിൽ 5000-ൽ താഴെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ നെക്ക് ടു നെക്കാണ്. വോട്ട് ഷെയർ നോക്കിക്കഴിഞ്ഞാലും LDF 2%. നമ്മൾ വിജയം നോക്കുന്നത് നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്ക് വെച്ചിട്ടാണല്ലോ. വോട്ട് ഷെയർ എന്നുള്ളത് വെച്ചിട്ടല്ലോ. വോട്ട് ഷെയർ ആണല്ലോ ഞാൻ പറഞ്ഞത് മേജർ ഷിഫ്റ്റ് വരേണ്ടതുണ്ട് എന്നാണ്. ആക്സിസ് മൈ ഇന്ത്യയുടെ ഒരു കണക്കനുസരിച്ച് TVക്ക് 2 മുതൽ 4 വരെ മാത്രമേ നേടൂ. അതായത് തമിഴ്നാട്ടിൽ അവിശ്വസനീയമാം വിധം ഒരു തരംഗം ഉണ്ടാക്കുമെന്ന് കരുതി വിജയുടെ TVക്ക് 2 മുതൽ 4 വരെ സീറ്റുകൾ. വിജയ് ജയിക്കും. വിജയുടെ കൂടെ ഒരു വിജയ് 2 സീറ്റ് മത്സരിക്കുന്നുണ്ട്. ആക്സിസ് ബൈ ഇന്ത്യയുടെ കൗതുകകരമായ ഒരു കാര്യം, ആക്സിസ് ബൈ ഇന്ത്യയുടെ കണക്ക് പ്രകാരം TVക്ക് 2 മുതൽ 4 സീറ്റുകൾ നേടിയേക്കാം. എന്ന് പറഞ്ഞാൽ വിജയ് മത്സരിക്കുന്ന 2 സീറ്റുകളിലും പിന്നെ 2 സീറ്റിലേ ജയിക്കൂ. മാക്സിമം മിനിമം വിജയ് മാത്രമേ UDFന്റെ ഭരണം ഉണ്ടാകുമെന്ന് പുതുച്ചേരിയിൽ NDA ഭരണം നിർത്തുമെന്ന് ആക്സിസ് ബൈ ഇന്ത്യ. പുതുച്ചേരിയിൽ 16 മുതൽ 20 സീറ്റുകൾ വരെ. പീപ്പിൾസ് ഫസ്റ്റ് TVക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട മാന്യമായ ഫലമാണ് നൽകുന്നത്. കാരണം TVക്ക് 18 മുതൽ 24 വരെ എന്നുള്ളതാണ് പീപ്പിൾസ് പൾസ് പറയുന്നത്. DMK 125 മുതൽ 145 വരെ, ADMK 65 മുതൽ 80 വരെ. അപ്പൊ 2 കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ആസാമിൽ കോൺഗ്രസ് ദയനീയമായി വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്ന സാഹചര്യമാണെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. പക്ഷേ കേരളം കോൺഗ്രസിന് തുരുത്താവുന്നു, അല്ലേ? പശ്ചിമ ബംഗാളിൽ തൃണമൂലിന് അനുകൂലമായി പശ്ചിമ ബംഗാളിൽ NDA അട്ടിമറി. ഇതുവരെ വന്ന എക്സിറ്റ് പോളുകൾ പ്രകാരം കേരളത്തിൽ UDF അധികാരത്തിലേക്കെന്നും അസമിൽ BJP തൂത്തുവാരുമെന്നും ബംഗാളിൽ അട്ടിമറിയെന്നും പുതുച്ചേരിയിൽ NDAക്ക് തുടർ ഭരണമെന്നും തമിഴ്നാട്ടിൽ DMKക്ക് തുടർ ഭരണമെന്നും NDA തമിഴ്നാട്ടിൽ പച്ചതൊടില്ല, TVK വിജയിയുടെ പാർട്ടി തമിഴ്നാട്ടിൽ പച്ചതൊടില്ലെന്ന് വിവിധ ഏജൻസികൾ പറയുന്നു. ബംഗാളിൽ ദീദി തോറ്റുപോകുമെന്നുള്ളതാണ്. ദീദി മോദിക്ക് മുന്നിൽ തോറ്റുപോകുമെന്ന് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സൂചന, പുതുച്ചേരിയിൽ ഇത്തവണ NDA പിടിക്കുമെന്നാണ്. 40% വോട്ട് നേടി അവിടെ അധികാര തുടർച്ച. DMKക്ക് അവിടെ 30%. പശ്ചിമ ബംഗാളിൽ നോക്കുമ്പോൾ BJPയും തൃണമൂലും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണി വേഴ്സസ് NDA എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിൽ നിന്നുകൊണ്ടാണല്ലോ നമ്മളത് സംസാരിക്കുന്നത്. പക്ഷെ അവിടെ ജനാധിപത്യ പാർട്ടി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘർഷങ്ങൾ നടക്കുമ്പോഴൊക്കെ ആളുകളുടെ മനസ്സ് ഏത് വഴിക്ക് പോകുമെന്ന കാര്യത്തിൽ ചിന്തിക്കാൻ പറ്റില്ല. കോൺഗ്രസ് സംഘർഷം
അവിടെ മാധു ബംഗാളിൽ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ട്. കേരളത്തിൽ പറയുന്നത് പോലെ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മമതയ്ക്ക് മാത്രം അനുകൂലമാണ്. വേറെ ആർക്കും. പക്ഷേ ഈ പറയുന്ന ഒരു സർവേ പോലും 150 മേലേക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് അവിശ്വസനീയമാം വിധമുള്ള റിസൾട്ടാണ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഹിന്ദു വിഭാഗത്തിൽ തന്നെ, പ്രത്യേകിച്ച് മധുവ വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ഹിന്ദു വോട്ടർമാരുടെ അസംതൃപ്തി അവിടെയുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയവരിൽ നല്ലൊരു ശതമാനം ഹിന്ദുക്കളായിട്ടുള്ളവരുണ്ട്. അവർക്ക് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം അവസാന ഘട്ടത്തിൽ തീവ്രമായ രീതിയിൽ വരികയും ട്രിബ്യൂണൽ അവരുടെ പരാതി കേൾക്കാതിരിക്കുകയും ചെയ്തതിലുള്ള കടുത്ത വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പുകൾ നിലനിൽക്കെ എങ്ങനെയാണ് കേവല ഭൂരിപക്ഷം കടന്നു പോകുന്നത് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അത് 180 സീറ്റാണ് മിനിമം എല്ലാ സർവേകളും പ്രവചിക്കുന്നത്. മിനിമം എന്നുവെച്ചാൽ കേവല ഭൂരിപക്ഷം കഴിഞ്ഞ് 180 മുതൽ 200 വരെ സീറ്റുകൾ നേടാമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ മമതാ ബാനർജി നേടിയ സീറ്റുകൾ 223 എവിടെ പോയി? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ മൈനോറിറ്റി വോട്ടുകൾ മോദിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു നീക്കമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഒരുപക്ഷെ അടയാളപ്പെടുത്താൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിധി വരുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നായിരിക്കും. വെസ്റ്റ് ബംഗാൾ അങ്ങനെ മോദിക്ക് കീഴ്പ്പെടുകയാണെങ്കിൽ, അഥവാ മോദി പിടിച്ചെടുക്കുകയാണെങ്കിൽ, അവിടെ നീതി തോറ്റുപോവുകയാണെങ്കിൽ ആ വിധി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നിർണായകമായ ദിശാസൂചനയായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത നിറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പശ്ചിമ ബംഗാൾ. കേരളം പോലെ തമിഴ്നാട് പോലെ നമ്മൾ അടയാളപ്പെടുത്തുന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് BJP എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളൊരു പാർട്ടിയാണ്. അവിടുത്തെ ഭാഷയുമായോ അവിടുത്തെ സംസ്കാരവുമായോ ബന്ധമില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രാദേശിക വാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മമതാ ബാനർജി തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയത്. ഏറ്റവും ശക്തമായി ഫൈറ്റ് ചെയ്തിരുന്ന ഒരു ലീഡറാണ്. 2011 184 സീറ്റ് അവിടെ നിന്ന് പടിപടിയായിട്ട് ഉയരുകയാണ്. 15 വർഷം മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ അധികാരത്തിലുണ്ട്. 184, 211, അതിനുശേഷം 220 സീറ്റുകളിലധികം നേടിയാണ് 2021 അധികാരത്തിൽ വരുന്നത്. അതായത് 184 തുടങ്ങിയ പടയോട്ടമാണ്. CPM-ൽ നിന്ന് അധികാരം പിടിച്ചെടുത്തുകൊണ്ട് മമതാ ബാനർജി തുടങ്ങിയ പടയോട്ടം ഒടുവിൽ BJP-യുടെ മുന്നിൽ 15 വർഷത്തിന് ശേഷം സമർപ്പിക്കുന്നത് അവിശ്വസനീയമല്ലേ? അധികാരി മുഖ്യമന്ത്രിയാകും. അതെ, എവിടെയാണ് ഒരു കാലത്ത് മമതയുടെ ഏറ്റവും ഉറ്റത്തോഴൻ, മമതയുടെ രാഷ്ട്രീയ തേരാളി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്നുപോലും നേർക്കുനേർ തീപ്പൊരി മാറുന്ന പോരാട്ടമാണ് അവർ തമ്മിൽ ഉണ്ടായത്. അവിടെ വോട്ട് ചെയ്യാൻ മുഖാമുഖം എത്തിയപ്പോൾ നോക്കൂ, അന്ന് 2006-ൽ അതായത് എട്ടാമത്തെ എക്സിറ്റ് പോളിലും ഈ കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നു. ഇതുവരെയുള്ള എല്ലാ എക്സിറ്റ് പോളുകളും പശ്ചിമ ബംഗാളിലും കേരളത്തിലും ഭരണമാറ്റം എന്നതാണ് സൂചന. എക്സാക്ട്ലി. പശ്ചിമ ബംഗാളിലും കേരളത്തിലും ഭരണമാറ്റം, തമിഴ്നാട്ടിലും ആസാമിലും പുതുച്ചേരിയിലും ഭരണ തുടർച്ച. നമുക്ക് 2 വാചകത്തിൽ ഇതുവരെ വന്ന എക്സിറ്റ് പോളുകൾ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം. കേരളത്തിലും പശ്ചിമ ബംഗാളിലും ഭരണമാറ്റം എന്ന എക്സിറ്റ് പോൾ സർവേകൾ, പുതുച്ചേരിയിലും വെസ്റ്റ് ബംഗാളിലും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ആസാമിലും തമിഴ്നാട്ടിലും ഭരണ തുടർച്ച. ഇങ്ങനെ നമുക്ക് പ്രവചിക്കാം. ഇതുവരെ വന്ന എക്സിറ്റ് പോളുകളെ ഇങ്ങനെ സംഗ്രഹിക്കാം. എക്സിറ്റ് പോൾ ഫലങ്ങൾ 3 സംസ്ഥാനങ്ങളിൽ ഭരണ തുടർച്ച, 2 സംസ്ഥാനങ്ങളിൽ ഭരണമാറ്റം. കൗതുകകരമാണ്. കാരണം ഈ എല്ലാ സർവേകളിലും, എല്ലാ തെരഞ്ഞെടുപ്പ് സർവേകളിലും LDF-ന് അനുകൂലമായ ഒരു വിധിയെഴുത്തുണ്ടാകുമെന്നുള്ളതാണ് സംസ്ഥാനത്ത് പ്രവചിക്കപ്പെട്ടത്. പക്ഷേ എക്സിറ്റ് പോൾ ഇതുവരെ വന്ന ഒന്നിലും, അത് ദേശീയ മാധ്യമങ്ങളുടേതാകട്ടെ ഏജൻസികളുടേതാകട്ടെ, വന്ന ഒന്നിലും LDF-ന് അനുകൂലമായ ഒരു വിധിയെഴുത്തുണ്ടാകുമെന്ന് പറയുന്നില്ല. എക്സിറ്റ് പോൾ മാത്രമാണ്. ജനവിധി വരട്ടെ. ആക്സിസ് മൈൻഡിയുടെ സർവേ ഏതായാലും വളരെ രസകരമാണ്. അവിടെ 78 മുതൽ 90 വരെ സീറ്റ് UDF-ന് കൊടുക്കുമ്പോഴും ആരാണ് മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് 33% പേർ പിണറായി വിജയനാണ് വോട്ട് ചെയ്തത്. 21% പേർ VD സതീശന്. ആക്സിസ് മൈൻഡിയുടെ സർവേ നമുക്ക് കാണാം. 49 മുതൽ 62 വരെ സീറ്റാണ് LDF-ന് കൊടുക്കുന്നത്. സുനിൽ സാർ തന്നെ ചിരിക്കുന്നു. പശ്ചിമ ബംഗാളെങ്കിൽ നാളെ വേറെ എവിടെയും അവിടുത്തെ എഞ്ചിനീയറിംഗിന്റെ ആ കണക്ക് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ വെസ്റ്റ് ബംഗാൾ രാഷ്ട്രീയത്തെ പഠിക്കുമ്പോൾ 2006-ൽ BJP-ക്ക് എത്ര സീറ്റാണെന്ന് അറിയുമോ അവിടെ കിട്ടുന്നത്? 0 സീറ്റ് 2006-ൽ. അന്ന് BJP ആണ്, അന്ന് CPM ആണ് അധികാരത്തിൽ, ബുദ്ധദേവ് ഭട്ടാചാര്യ അല്ലെ. ആ സമയത്ത് 2006-ൽ 176-ലധികം സീറ്റുമായിരുന്ന CPM, 30 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന തൃണമൂൽ കോൺഗ്രസ്. ആ 30 സീറ്റിൽ നിന്നാണ് തൃണമൂൽ കോൺഗ്രസ് 2011 ആകുമ്പോൾ 184 സീറ്റായിട്ട് വർദ്ധിപ്പിക്കുകയും അവിടെ നിന്ന് ആര് താഴ്ന്നു പോവുകയും ചെയ്തത്? CPM ഇല്ലാതെ പോയി. അന്ന് ആ സംസ്ഥാനത്തെ ഭരണത്തെ അട്ടിമറിച്ചു. നോക്കൂ, എന്നിട്ട് അവിടെ BJP വീണ്ടും അധികാരം പിടിക്കാൻ എത്ര കാലമെടുത്തു? CPM തകർന്നു പോയ വെസ്റ്റ് ബംഗാളിൽ
2011 വന്നപ്പോൾ എല്ലാവരും ചിരിച്ചു. 2016 മമതാ ബാനർജി വന്നപ്പോൾ എല്ലാവരും ചിരിച്ചു. 2021 മമതാ ബാനർജി വന്നപ്പോൾ വീണ്ടും എല്ലാവരും ചിരിച്ചു. ദാ ഇപ്പോൾ 2026 CPM ദുർബലമായ വെസ്റ്റ് ബംഗാളിൽ ആര് വരാൻ പോകുന്നു? BJP ദുർബലമായ പശ്ചിമ ബംഗാളിൽ വന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. തൃണമൂൽ കോൺഗ്രസ് ദുർബലമാകുന്ന പശ്ചിമ ബംഗാളിലാണ് BJP വന്നത്. അതാണ് CPM ദുർബലമായി. അല്ലെ, അതിനൊരു പ്രത്യേകതയുണ്ട്. BJP അല്ലല്ല, അതിനൊരു പ്രത്യേകതയുണ്ട്. അന്ന് കോൺഗ്രസ് നേതാക്കന്മാരെ മുഴുവൻ കൊണ്ടുപോയത് തൃണമൂൽ കോൺഗ്രസ് ആണ്. Yes. ഇന്ന് ഈ തൃണമൂൽ നേതാക്കന്മാരെ മുഴുവൻ ഭംഗിയുണ്ടായിരുന്നു. അതാണ് പറയുന്നത്. അത്രേ ഉള്ളൂ. സുവേന്ദു അധികാരിയാണ് മുഖ്യമന്ത്രി. തൃണമൂൽ കോൺഗ്രസിന്റെ ഫേസ് ആണ് സുവേന്ദു അധികാരി വരാൻ പോകുന്നത്. പക്ഷെ അവിടെ കോൺഗ്രസ് അവിടെ ഏറ്റവും വലിയ വോട്ട് ഷിഫ്റ്റ് CPM-ൽ നിന്ന് നടന്ന തൃണമൂൽ കോൺഗ്രസിലേക്കാണ്. തൃണമൂൽ കോൺഗ്രസിലേക്കാണ് കൂടുതൽ വോട്ട് CPM-ൽ നിന്ന് പോയത്. ആ വോട്ട് തിരിച്ചു പിടിക്കാനാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ CPM ശ്രമിച്ചത്. ഇത്തവണ ഒറ്റയ്ക്ക് ഇടതുപക്ഷം മത്സരിക്കാനുള്ള തീരുമാനമെടുത്തത് പോലും CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ ആ ഒരു ശക്തി തിരിച്ചു പിടിക്കാനുള്ള നീക്കമായിരുന്നു. പക്ഷേ അത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പക്ഷേ തിരിച്ചാണ് പറയുന്നത്. വെസ്റ്റ് ബംഗാളിൽ NDA അട്ടിമറി വിജയം നേടുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമായ ഫലം കൂടി വരുന്നു. UDF 72-84, LDF 52-61, NDA 3 മുതൽ 7 സീറ്റ് വരെ. ഒരുപക്ഷെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ടൈംസ് നൗ ആണ്. 3 മുതൽ 7 വരെ സീറ്റുകൾ എന്നുള്ളതാണ് ടൈംസ് പ്രവചിക്കുന്നത്. അതും UDF-ന് അനുകൂലമാണ്. ടൈംസ് നൗ എക്സിറ്റ് പോൾ ഫലവും UDF-നാണ്. അതായത് 9ാമത്തെ ഏജൻസി കേരളത്തിൽ ഭരണ തുടർച്ച പറയുന്നു. ഒരൊറ്റ ഏജൻസി ക്ഷമിക്കണം, UDF-ന് അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് പറയുന്നു. ഭരണ തുടർച്ച കേരളത്തിൽ ഒരൊറ്റ ഏജൻസിയും ഇതുവരെ പ്രവചിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എവിടെയൊക്കെയാണ് LDF-ന് നഷ്ടപ്പെട്ടത് UDF പിടിച്ചത് എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. മലബാർ മേഖലയിലെ ജില്ലകളിലാണോ മധ്യ കേരളത്തിലാണോ സീറ്റ് മലബാറിൽ അവരുടെ ആത്മവിശ്വാസം അവർ പറയുന്നതാണ്. കോഴിക്കോടൊക്കെ മലബാറിൽ മാത്രം കാര്യമില്ലല്ലോ. മലബാറുമല്ല, തെക്കൻ കേരളവും. അല്ലെ, തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും നിർണായകമായ സ്വാധീനം ഉണ്ടാക്കിയാൽ മാത്രമേ 75 മുതൽ 80 വരെ എന്നുള്ള ശരാശരി എക്സിറ്റ് പോൾ ഫലങ്ങളുടെ റേഞ്ച്. ഈ തെരഞ്ഞെടുപ്പിൽ ചില പാർട്ടികളുടെ രാഷ്ട്രീയ ഭാവി കൂടി നിശ്ചയിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് കേട്ടോ. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കപ്പെടുന്നു. ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് മുസ്ലിം വോട്ടിന്റെ കൺസോൾട്ടേഷനൊപ്പം ക്രിസ്ത്യൻ വോട്ടിന്റെ കൺസോൾട്ടേഷനും കൃത്യമായിട്ട് UDF-ന് അനുകൂലമായിട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. അതായത് 80 സീറ്റുകൾ എന്നുള്ളതാണ് പോൾ ഓഫ് പോൾസിൽ ആവറേജ് വരുന്നതെങ്കിൽ 80 സീറ്റ്സ് 80 to 90 എന്നതാണ് UDF-ന്റെ കണക്ക് വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ UDF-ന് അനുകൂലമായിട്ടുണ്ടായി. ഒരു 90 എബോവ് ആണെങ്കിൽ നിശ്ചയമായും പറയാം വേവ് ഉണ്ടായി, ഒരു തരംഗമുണ്ടായെന്നും ആ തരംഗം ഭരണവിരുദ്ധ വികാരമാണെന്നും നമുക്ക് സമ്മതിക്കേണ്ടി വരും 90 എബോവ് ആണെങ്കിൽ. പക്ഷേ ഇപ്പോ വോട്ട് വൈബ് അനുസരിച്ച് 70 മുതൽ 80 സീറ്റുകൾ വരെ. പക്ഷേ അത് നെക്റ്റുനക്കാണ്. 70 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വേണമെങ്കിൽ കേവല ഭൂരിപക്ഷത്തിന് താഴെ ആ സർവേയിലൊക്കെ തന്നെ 60-ലധികം സീറ്റുകൾ സർവേ ദേശ് വേർഡിക്റ്റിലും UDF ഭരണത്തിലെത്തുമെന്ന് പറയുന്നു. തമിഴ്നാട്ടിൽ DMK എന്ന് പറയുന്നു. ബംഗാളിൽ അട്ടിമറിയും പ്രവചിക്കുകയാണ്. ഇതേ ഒരേ പാറ്റേൺ കാണാൻ സാധിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പശ്ചിമ ബംഗാളിൽ NDA അട്ടിമറി വിജയം നേടുമ്പോൾ കേരളത്തിൽ UDF അധികാരത്തിൽ വരും എന്ന് പ്രവചിക്കുമ്പോൾ തമിഴ്നാട്ടിലും ആസാമിലും പുതുച്ചേരിയിലും ഭരണത്തുടർച്ച പ്രവചിക്കുന്നു എന്നുള്ളതാണ് 9ാമത്തെ ഏജൻസിയുടെ റിസൾട്ട് വരുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നിമിഷം വരെയും ഒരൊറ്റ ഏജൻസി പോലും LDF-ന് ഭരണ തുടർച്ച പ്രവചിച്ചിട്ടില്ല. UDF-ന് ഭരണ തുടർച്ച UDF-ൽ തന്നെ മൈ ആക്സിസ് സർവേ പ്രകാരം VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് 21%. ബാക്കി രമേശ് ചെന്നിത്തലയുടെയും ഒപ്പം തന്നെ KC വേണുഗോപാലിന്റെയും നില വളരെ പരിതാപകരമാണ്. മൈ ആക്സിസ് സർവേ അനുസരിച്ച് 3%. KC വേണുഗോപാൽ 8%, ചെന്നിത്തല 8%. ബഹുദൂരം മുന്നിലാണ് VD സതീശൻ ആ പോസ്റ്റിലേക്ക് എന്നുള്ളതാണ്. മൈ ആക്സിസ് എന്തായാലും VD സതീശന്റെ PR ഏജൻസി അല്ല. അങ്ങനെ തന്നെ പറയണം. കേരളത്തിലേത് എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ ആണ്. പക്ഷെ അപ്പോഴും 33% പിന്തുണയ്ക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവണം എന്നുള്ളതാണ്. 21% VD സതീശനെ പിന്തുണയ്ക്കുന്നു. ബിജെപിയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് പറഞ്ഞത് 4%. അതായത് BJP-ക്ക് 14% വോട്ട് ഷെയർ ഉള്ളപ്പോൾ പോലും, അതായത് മൈ ആക്സിസ് പ്രകാരം 14% വോട്ട് ഷെയർ, ആ 14%-ൽ 4% മാത്രമേ ആരെ അനുകൂലിക്കുന്നുള്ളൂ. മൊത്തത്തിൽ 4%. അല്ല, 14% BJP-ക്ക് ഉണ്ട്. അപ്പൊ BJP-ക്ക് വോട്ട് ചെയ്യുന്നത് 14%-ൽ 10% മുഖ്യമന്ത്രിയായി രാജീവ് ചന്ദ്രശേഖരനെ ഇഷ്ടമാക്കുന്നില്ല. അതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ആകെ 14% BJP-യിൽ സംസ്ഥാന അധ്യക്ഷൻ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കാത്തത് 10%. സംസ്ഥാന അധ്യക്ഷൻ മുഖ്യമന്ത്രി ആകണമെന്ന് പറയുന്നത് 4%. വെരി ഇൻട്രസ്റ്റിംഗ്.
അപ്പോൾ കൗതുകകരമായ കണക്കുകളാണ്. കൗതുകരമായ കണക്കുകൾ, കൗതുകരമായ ചില നേരത്തെയുള്ള പ്രവചനങ്ങൾ തെറ്റിയതിന്റെ ഇപ്പോഴും ഞാൻ പറയുന്നു ഇത് അല്ല സ്മൃതി മേഡം, ഞാൻ ഇതിനെ എന്തുകൊണ്ട് അതിന് മറുപടി പറയാത്തതെന്ന് അറിയോ? രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. അല്ല, അങ്ങ് മാത്രമേ മറുപടി പറയാൻ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. പറയട്ടെ, ബംഗാളിലെ കണക്ക് വിശ്വസനീയമല്ല. യെസ്, അത് ബംഗാൾ ശരിയാണ്. അത് വിശ്വസനീയമല്ലാത്തോടത്തോളം കാലം കേരളത്തിലെ വിശ്വസനീയമല്ല. ആഹാ, അത്രേ ഉള്ളൂ. അല്ലല്ല, അത്രേ ഉള്ളൂ. അതെന്താ? ഒരേ ഏജൻസി തന്നെ ഒരേ ഏജൻസി ഒരേ ഇത് പറയാണ്. വെസ്റ്റ് ബംഗാളിൽ പറഞ്ഞത് ശരിയാവുകയും കേരളത്തിൽ തെറ്റാവുകയും ചെയ്തു. Then what about തമിഴ്നാട്? What about തമിഴ്നാട്? തമിഴ്നാട്ടിൽ പിന്നെ ഒന്നും ഒരേ ഏജൻസി അല്ലേ? അല്ല, അവിടെയും പ്രശ്നമുണ്ട്. അവിടെ ഞാൻ വേണ്ട തമിഴ്നാട്ടിൽ പറയാൻ. Okay, ശരി. തമിഴ്നാട്ടിൽ അവിടുത്തെ പീപ്പിൾസ് പൾസ് അനുസരിച്ച് സാധാരണ നിലയിൽ നമുക്ക് തന്നെ ഇവിടെ നിന്ന് പറയാൻ പറ്റും. നമ്മുടെ റിപ്പോർട്ടർമാർ അവിടെ പോകുമ്പോൾ തന്നെ പറയുന്നുണ്ട് അവിടെ DMK അല്ലാതെ മറ്റൊരു പേര് ഇക്കുറിയില്ല. കാര്യം ADMK സ്ട്രോങ് നമ്മൾ അല്ല. തന്നെ ഇവിടെ ഇരുന്ന് പറഞ്ഞതുപോലെയൊക്കെ തന്നെ കേരളത്തിലെ വിവിധ മാധ്യമ സ്ഥാപനങ്ങളുടെ സർവേ ഒക്കെ മറിച്ചായിരുന്നു. ശരിയാണ്. ഇപ്പോൾ exit poll വരുമ്പോൾ 10 ഏജൻസികളുടെ exit poll വരുമ്പോൾ 10 UDF ആണ് പ്രവചിക്കുന്നത്. പക്ഷേ ഇത് ആധികാരികമല്ല. ശരിയാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ സത്താബ് സാറിന്റെ കണക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ അനൗദ്യോഗികമാണ് എല്ലാ കണക്കുകളും. വരട്ടെ ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് കാത്തിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് വെസ്റ്റ് ബംഗാളിന്റെ കണക്ക് ശരിയാണെങ്കിൽ അത് ഞെട്ടിക്കുന്ന കണക്കാണ്. അങ്ങനെയാണെങ്കിൽ അത് കേരളം ശരിയാകുന്നു എന്നുള്ളതിന് എനിക്ക് ഒരു തരത്തിലുള്ള അത്ഭുതവുമില്ല. പക്ഷേ കേരളത്തിലെ വോട്ട് എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഭരണ തുടർച്ച വരുമ്പോൾ കേരളത്തിലാവുന്നില്ല എന്ന ചോദ്യം വളരെ വളരെ പ്രസക്തമാണ്. കേരളത്തിൽ ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടുന്ന സാഹചര്യമുണ്ടെന്ന് സർക്കാരും LDF-ഉം വിശദീകരിക്കുമ്പോൾ അത് തമിഴ്നാട്ടിൽ ഇതുപോലെ ആകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ചാണക്യ സ്ട്രാറ്റജിയുടെ ബംഗാൾ കണക്ക് കൂടി വരികയാണ്. BJP 150 മുതൽ 160 വരെ, തൃണമൂൽ കോൺഗ്രസ് 130 മുതൽ 140 വരെ. പക്ഷേ കേവല ഭൂരിപക്ഷത്തിന് താഴെ. Yes. അതെ, എല്ലാ ഏജൻസികളും വെസ്റ്റ് ബംഗാളിൽ പ്രവചിക്കുന്നത് BJP തൃപ്തികരമായ രീതിയിൽ കേവല ഭൂരിപക്ഷം കടക്കുമെന്നുള്ളതാണ്. അവിടെ വേണ്ടുന്നത് 148 ടൈംസിന്റെ എക്സിറ്റ് പോൾ അനുസരിച്ച് അണ്ണാ DMK ആണ് 128 to 147, DMK അതിനു താഴെയാണ്. അണ്ണാ DMK-ക്കാണ് DMK 75 മുതൽ 95 വരെ, TVK 8 മുതൽ 15 വരെ. അണ്ണാ DMK-ക്ക് ആദ്യമായിട്ടാണ് ഒരു ദേശീയ മാധ്യമം അവരുടെ മേൽക്കൈ പ്രവചിക്കുന്നത്. ഇന്ത്യ ടിവിയുടെ സർവേ പ്രകാരം കേരളത്തിൽ 70 മുതൽ 75 വരെ മാത്രമേ ഉള്ളൂ UDF. ഇന്ത്യ ടിവി എന്ന് പറഞ്ഞാൽ 2011 ഒരു പക്ഷേ അതെ LDF 60 മുതൽ 65 വരെ. ആറ് ഏജൻസി ഇതുവരെ പ്രവചിച്ചത് മുഴുവൻ 2011 ആവർത്തിക്കുന്നതാണ്. അതെ. അതെ, 80-ൽ താഴെ. അല്ല, നമ്മൾ പൊതുവേ ഇന്ത്യ ടിവി സർവേ പ്രകാരം BJP 3 മുതൽ 5 വരെ സീറ്റ് നേടുമെന്നാണ്. എല്ലാവരും ഒരു 3 മുതൽ 5 വരെ, 3 മുതൽ 4 വരെ, അതല്ലെങ്കിൽ 7 വരെ പ്രവചിക്കുന്ന സർവേകൾ. കേരളത്തിന്റെ കണക്ക് വരുന്നു. മധ്യ കേരളത്തിന്റെ കണക്കാണ് ആദ്യം പുറത്തു വരുന്നത് എന്ന് തോന്നുന്നു. 22 മുതൽ 26 വരെ മധ്യ കേരളം തൂത്തുവാരും UDF എന്നുള്ളതാണ് മൈ ആക്സിസ് ഇന്ത്യ ടുഡേ സർവേ. മധ്യ കേരളം 22 മുതൽ 26 വരെ സീറ്റുകൾ പ്രതീക്ഷിക്കാം. 3 മുതൽ 7 സീറ്റുകൾ വരെ LDF നേടിയേക്കാം എന്നുള്ളതാണ്. പക്ഷെ ഒരു സീറ്റ് NDAക്ക് പരമാവധി പറയുന്നു. അത് സീറ്റ് മധ്യ കേരളത്തിൽ മാക്സിമം NDA മധ്യ കേരളത്തിൽ അവിടെ ഘടകകക്ഷിയല്ലേ? മലബാറിൽ LDF 25 27 വരെ, UDF 36 38 വരെ. വിശ്വസനീയമാണല്ലോ. 27 വരെ. അതായത് ഒരുപക്ഷെ ഇവർക്ക് അത് മാറിപ്പോയെന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്കതങ്ങ് എഴുതി തള്ളിയാലോ? മധ്യ കേരളത്തിൽ 22 മുതൽ 26 വരെ UDF-നും LDF-ന് 3 മുതൽ 7 വരെയും പറയുന്നു. പക്ഷേ മലബാറിലേക്ക് വരുമ്പോൾ 36 മുതൽ 25 മുതൽ 27 സീറ്റുകൾ വരെ LDF-ന് കിട്ടിയേക്കാം എന്ന് പറയുന്നു. ഇനി തെക്കൻ കേരളമാണ് ഏറ്റവും പ്രധാനമാകേണ്ടത്. അങ്ങനെയാണെങ്കിൽ മലബാറിനേക്കാൾ മധ്യ കേരളം UDF-നോടൊപ്പം നിന്നു എന്ന് പറയേണ്ടി വരും. പക്ഷേ അതെങ്ങനെ വിശദീകരിക്കും? തെക്കൻ കേരളം 29 വരെ, തെക്കൻ കേരളം 29 വരെ, 25 മുതൽ 29 വരെ, 18 മുതൽ 22 വരെ. തെക്കൻ കേരളത്തിൽ ആകെ ഉള്ളത് 39 സീറ്റാണ്. അതിൽ 25 അതായത് സീറ്റ് തെക്കൻ കേരളത്തിൽ കൊല്ലം, പത്തനംതിട്ടയും കോട്ടയും എല്ലാം. അല്ല അരുൺ സാർ, ഇപ്പൊ ഇവർ പറഞ്ഞ കണക്കിന് എത്തിക്കണമെങ്കിൽ ഇത് ഇത്രയും വേണം. അല്ലെങ്കിൽ എത്താൻ പറ്റില്ല. അല്ല, ആ കണക്ക് വന്നുകൊണ്ടാണല്ലോ മറ്റേ അതാണ് അവസ്ഥ. അല്ല ഇതൊന്ന് കാൽക്കുലേറ്റ് ഈ മണ്ഡലങ്ങളൊന്ന് പറഞ്ഞു തന്നാ മതി. അതെ, അത് ഈ മധ്യ കേരളത്തിലെ മണ്ഡലം ഏതാണെന്ന് അല്ല BJP കൊടുത്ത മണ്ഡലം ഏതാണെന്നാണ് മലബാറിൽ LDF പിടിക്കുന്ന മണ്ഡലങ്ങളും ഉണ്ടല്ലോ. മലബാർ 27 സീറ്റുകൾ വരെ മലബാർ മേഖലയിൽ LDF പിടിക്കാന്നാ പറയുന്നത്. അതെങ്ങനെ പിടിക്കും? തെക്കൻ കേരളത്തിൽ LDF 18 സീറ്റിലേക്ക് ചുരുങ്ങുമെന്നാ പറയുന്നത്. അതെങ്ങനെ ചുരുങ്ങും? അതാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം കൂടിയുണ്ട്. മധ്യ കേരളത്തിൽ UDF-ന് 22 മുതൽ 26 സീറ്റുകൾ വരെ കിട്ടുമ്പോൾ LDF-ന് കിട്ടുക 3 മുതൽ 7 വരെ സീറ്റുകൾ മാത്രമാണ് മധ്യ കേരളത്തിൽ.
എന്നാൽ വടക്കൻ കേരളത്തിൽ മലബാറിൽ LDF UDF-നോടൊപ്പം തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. 25 മുതൽ 27 സീറ്റുകൾ വരെ LDF-ന് കിട്ടാം, 36 മുതൽ 38 സീറ്റുകൾ വരെ UDF-ന് കിട്ടാം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവരെ കണക്ക് പോലെ ഷിഫ്റ്റ് ആയിരിക്കണം സ്വാഭാവികമായും. അല്ല ഇവരുടെ കണക്ക് പ്രകാരം തിരുവനന്തപുരം കൊല്ലം UDF തൂത്തുവരണം. തിരുവനന്തപുരം കൊല്ലം വോട്ടാണ്. തിരുവനന്തപുരത്ത് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് കോവളവും വട്ടിയൂർക്കാവും തിരുവനന്തപുരവും ഉറപ്പിക്കുന്നുണ്ട് കോൺഗ്രസ്. അരുവിക്കരയും കാട്ടാക്കടയും നെയ്യാറ്റിൻകര വാമനപുരം ചിറയൻകീഴിൽ എന്തും സംഭവിക്കാമെന്ന് പറയുന്നു. ആറ്റിങ്ങലും നെടുമങ്ങാടും കഴക്കൂട്ടം അവർ എഴുതി തള്ളുന്നു. BJP-യുമായി ഫൈറ്റ് എന്നുള്ള ഒരു കാര്യം നേമത്തെ ഇപ്പോൾ അല്ലല്ല ഈ ട്രാവൻകൂറിൽ അവർ 10 മണിക്ക് 15 വരെ സീറ്റ് പ്രതീക്ഷിക്കുന്നുള്ളൂ. വീണ്ടും പക്ഷേ JVC എക്സിറ്റ് പോൾ സർവേ പ്രകാരം 57 മുതൽ 66 സീറ്റുകൾ വരെ LDF നേടിയേക്കാം, 72 മുതൽ 82 വരെ സീറ്റുകൾ UDF നേടിയേക്കാം. NDA 2 മുതൽ 5 വരെ 5 വരെ സീറ്റുകൾ. അത് NDAക്ക് അക്കൗണ്ട് തുറക്കുമെന്നുള്ളത് എല്ലാവരും പറയുന്നു. അല്ല, ഇതിനകത്ത് NDAക്ക് അക്കൗണ്ട് തുറക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നത് JVC മാത്രമാണ്. മിനിമം 2 ആണ്. അല്ലല്ല അവര് ഒന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്വന്തം കേരളത്തിൽ ഇല്ലല്ലോ. അതുകൊണ്ട് ആരാണ് സ്വന്തം? പക്ഷെ അത് LDF-ന്റെ കൂടെ വരുന്നത്. പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ്. LDF-ല് അല്ല ഈ ടൈംസ് നൗ 7 സീറ്റ് വരെ ആകാന്ന് പറഞ്ഞു. അമ്പലപ്പുഴ ആവാം. അമ്പലപ്പുഴ UDF സ്വന്തമാണ്. കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടോ കേട്ടോ? കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടോ 7 സീറ്റ് വരെ സ്വന്തം അല്ലല്ല BJP ആവാം എന്നുള്ളതാണ്. പക്ഷെ BJP അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തല്ലോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം 10 ഏജൻസികളുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ UDF-ന് മുൻതൂക്കം. UDF അധികാരത്തിൽ വരും. അതിൽ 3 ഏജൻസികൾ 75 സീറ്റുകൾക്ക് മേളിൽ 90 സീറ്റുകൾക്കുള്ളിൽ എന്നുള്ളതാണ്. ബാക്കിയുള്ള 7 ഇടങ്ങളിലും നെറ്റുനെക്കെന്ന് പറയാം. 72 മുതൽ 80 വരെ എന്നുള്ളതാണ് ബാക്കിയുള്ള ഏജൻസികളുടെ ഉണ്ടാനാവും. അവര് അതിനടുത്തൊരു സ്ട്രാറ്റജിയാണ് സാർ ഞാൻ നോക്കിയത്. 70 തുടങ്ങും, 72 വരെ വെക്കും, എന്നിട്ട് ബാക്കി 68 വെക്കും, 2 BJP-ക്ക് കൊടുക്കും. അതെ, അത് ഒരു സേഫ് ഗെയിം കൂടിയാണ്. അല്ലല്ല അതൊന്നും കറക്റ്റില്ലേ? 68 2 ആശ്വാസമല്ല, ഇത് കണക്കല്ലേ പറഞ്ഞേ. പക്ഷെ ഇത് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് തിരുവനന്തപുരം, കൊല്ലം ഈ മേഖലകളിൽ UDF-ന് 29 സീറ്റുകൾ വരെ കിട്ടുമ്പോൾ LDF-ന് 22 സീറ്റുകൾ വരെ കിട്ടുകയുള്ളൂ എന്ന് പറയുന്നത്. അതിനേക്കാളും മധ്യകേരളത്തിൽ LDF ദയനീയമായി പരാജയപ്പെടും എന്നുള്ളതാണ്. UDF അല്ല ട്രാവൻകൂറിൽ UDF പറയുന്നത് അതൊരു മിനിറ്റ്. ഈ ട്രാവൻകൂറിൽ UDF പറയുന്നത് 10 തുടങ്ങി 15 വരെയാണ് അവർ തന്നെ പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് എത്രയാണെന്നറിയോ? 25 വരെ കോൺഗ്രസ്. ചാണക്യ സ്ട്രാറ്റജിയുടെ കണക്കാണ്. ABP-യിലെ ചാണക്യ സ്ട്രാറ്റജിയുടെ കണക്ക് പ്രകാരം 58 മുതൽ 64 വരെ സീറ്റുകളിൽ ലെഫ്റ്റ് നേടിയേക്കാം. അത് ഒരു കാര്യം ഉറപ്പാണ്, ലെഫ്റ്റിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തി UDF 2016-ലും 2021-ലും നേടിയ അല്ലെങ്കിൽ UDF-ന് കിട്ടിയ പരാജയം പോലെ ആയിരിക്കില്ല. LDF മിനിമം 60 സീറ്റുകൾ നിലനിർത്തും. മാന്യമായിരിക്കും. 12 ഏജൻസി വന്നതിന്റെ അകത്ത് 8 ഏജൻസി പറയുന്നത് എന്താണ് 2011 ആവർത്തിക്കുന്നതാണ്. അതെ അത് കേവലം ഭൂരിപക്ഷം. അതാണ് യാഥാർത്ഥ്യം. പക്ഷേ നോക്കൂ, ഇതിന്റെ വോട്ട് ഷെയർ ഭയങ്കര രസകരമാണ്. 43.6% UDF, LDF ആണെങ്കിൽ 38.2% വോട്ട്. NDA-യുടെ വോട്ട് ഉയർന്നിട്ടില്ല, 13.5% വോട്ട്. ലോക്സഭയുടെ കണക്ക് പിടിക്കാൻ അവർക്ക് പറ്റില്ല. വോട്ടേ ഉള്ളൂ. അതെ, ലോക്സഭയുടെ കണക്ക് പിടിക്കാൻ പറ്റില്ല. കഴിഞ്ഞ തവണ കേരളത്തിൽ കൃത്യമായ പ്രവചനം നടത്തിയ ടുഡേസ് ചാണക്യ നാളെ എക്സിറ്റ് പോൾ പുറത്തിറക്കുകയുള്ളൂ. അപ്പോൾ അതിന് കാത്തിരിക്കണം. ടുഡേസ് ചാണക്യ നിലവിൽ ഒരൊറ്റ ഏജൻസിയും LDF-ന് തുടർ ഭരണം പ്രവചിക്കുന്നില്ല എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോളിൽ ഏറ്റവും കാര്യം. ബംഗാളിൽ ഒരേ ഏജൻസി മാത്രമാണ് തുടർ ഭരണം പ്രഖ്യാപിച്ചത്. ഏതാ ഒരേ ഏജൻസി മാത്രമാണ് മമതാ ബാനർജി പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഒരെണ്ണം ഫസ്റ്റത്തെ ഏറ്റവും ആദ്യം പറഞ്ഞത് ഏതാണ്? ശരിയാണ്, ആദ്യത്തെ ഏജൻസി തൃണമൂലിന് അനുകൂലമായിട്ടല്ലേ? ഇല്ല, അവിടെയും പറഞ്ഞിട്ടില്ല സാർ. അവിടെയും പറഞ്ഞു 140 തുടങ്ങി 143 വരെയും BJP-ക്ക് 146. സത്താബസാറാണ് അത്. മറ്റേ നമ്മൾ പറഞ്ഞ വാതുവെപ്പ് ഏജൻസി. പക്ഷെ ഔദ്യോഗിക ഏജൻസിയോ ഔദ്യോഗിക മാധ്യമങ്ങളോ ഒന്നും പറഞ്ഞു ഈ നിമിഷം ബംഗാളിൽ മമതാ ബാനർജിക്ക് ഒരു തുടർഭരണം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വങ്കനാടിനെ BJP കീഴടക്കുമെന്ന സൂചനയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. അതേ ഏജൻസി തന്നെയാണ് കേരളത്തിൽ 4 വരെ സീറ്റുകളിലേക്ക് വരാമെന്ന് പറയുന്നത്. തൃണമൂലോ മമതയോ ബാക്കി ഉണ്ടാകില്ല. അങ്ങനെ ഒരു വിധി എഴുത്താണ് ഉണ്ടാകുന്നത്. തമിഴ്നാട്ടിൽ ഒരേ ഏജൻസി
എത്രയാണ് സംസ്ഥാന സർക്കാരിന്റെ തുടർഭരണം കേന്ദ്ര ഇല്ല എന്ന് സർക്കാർ ഏജൻസിയും കൂടെ പിടിമുറുക്കിയാൽ പിന്നെ എങ്ങനെ മമതാ ബാനർജിക്ക് ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റും? ഭരണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത്. തമിഴ്നാട്ടിൽ ഭരണമാറ്റം ഒരേ ഏജൻസി മാത്രമേ പറയുന്നുള്ളൂ. ഒരേ ഒരു ഏജൻസി മാത്രം, പോൾ ഡയറി എന്നൊരു ഒറ്റ ഏജൻസി മാത്രമാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഭരണമാറ്റം. അല്ലല്ല, ടൈംസ് നൗ പറഞ്ഞതാണ് DMK എന്നാണ്. ടൈംസ് നൗ, എനിക്ക് ടൈംസ് നൗവിന്റെ ആണോ പോൾസ് ഡയറി ആയിരിക്കും? ആണോ ടൈംസ് നൗവിന്റെ ആണോ പോൾസ് ഡയറി നോക്കണം. നിലവിൽ ഒരൊറ്റ ഏജൻസിയാണ് ഇപ്പോൾ ഭരണമാറ്റം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ചുരുക്കത്തിൽ 11 ഏജൻസികളുടെ സൂചനകൾ വരുമ്പോൾ 11 ഏജൻസിയും കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാവില്ലെന്നും അവിടെ 72 മുതൽ ഭൂരിപക്ഷം ഏജൻസികളും 11-ൽ 8 ഏജൻസികളും 72 മുതൽ 80 സീറ്റിനുള്ളിൽ UDF അധികാരത്തിൽ വരാമെന്ന് പ്രവചിക്കുന്നു എന്ന് പറഞ്ഞ നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ് 8 ഏജൻസികൾ പറയുന്നത്. അവിടെ UDF അഡ്വാൻറ്റേജ്. ബാക്കി 3 ഏജൻസികൾ 85 മുതൽ 90 വരെ സീറ്റുകൾ നേടിയേക്കാം എന്നുള്ളതാണ്. അഥവാ 75 മുതൽ 90 വരെ സീറ്റുകൾ നേടിയേക്കാം എന്ന് പ്രവചിക്കുന്നത് 3 ഏജൻസികൾ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഈ കണക്കുകൾ പ്രകാരം ഒരു കടുത്ത പോരാട്ടം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരം അപ്പുറത്തേക്ക് ഞാൻ പറയുന്നു, അങ്ങനെയാണ് വരുന്നതെങ്കിൽ അത് ഭരണ തുടർച്ചയോടുള്ള ഒരു ക്ഷീണമോ ഭരണ തുടർച്ചയോടുള്ള ഒരു ലെഥാർജിയോ ഒരു മരവിപ്പോ ഒരു മടുപ്പോ മാത്രമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടാകും. മാത്രമല്ല ലെഫ്റ്റ് വോട്ടുകളിൽ ഒരുപക്ഷെ ചില വോട്ട് ചിലപ്പോൾ ഭിന്നിച്ചു പോയിട്ടുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാണ്. മൈനോറിറ്റി വോട്ട് കൺസോൾട്ടേഷൻ 75-നും 80-നും ഇടയിലാണ് എന്നുണ്ടെങ്കിൽ അതൊരു വേവായിട്ട് കണക്കാവൂല. ഈ മടുപ്പിൽ അതൊക്കെ വരും. സച്ചിദാനന്ദനെ പോലുള്ള തുടർച്ചയോടുള്ള മടുപ്പ്. പക്ഷേ ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു പ്രശ്നം പറഞ്ഞിട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്കത് എടുക്കാം. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 60 സീറ്റാണ് LDFന് കിട്ടിയത്. അതെ, 60 സീറ്റ്. അതെ. ഇതിൽ പറയുന്നതെല്ലാം 58, 54, 56. അപ്പൊ പഞ്ചായത്ത് ഇലക്ഷനിലേക്കാളും താഴെ പോയി എന്നുള്ളതാണ് LDF. 64 വരെ പറയുന്നത്, 65, 68 ഒക്കെ പറയുന്നുണ്ട്. അല്ലല്ല, ഞാൻ പറയുന്നത് അതായത് ഒന്നാൻ ആവറേജ് 65 സീറ്റുകൾ വരെ LDFന് കിട്ടിയേക്കാം എന്നുള്ളതാണ് എക്സിറ്റ് പോളിന്റെ സൂചന. നമുക്ക് പോൾ ഓഫ് പോൾ എടുക്കുന്നു. അതാ നോക്കൂ, ഇപ്പൊ പി മാർക്കിന്റെ 62 മുതൽ 69 വരെയാണ്. അവിടെ 71 മുതൽ 79 വരെ ഉള്ളൂ. പക്ഷെ ഞാനിപ്പോഴും പറയുന്നുള്ളൂ, ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു, ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല. ഞാനിപ്പോഴും പറയുന്നു 72 മുതൽ അഥവാ 70 മുതൽ 76 സീറ്റുകൾ വരെ LDFന് കിട്ടാവുന്ന എല്ലാ സാഹചര്യവും ഇപ്പോഴും നിലവിലുണ്ട്. അതും അങ്ങനെ തന്നെയാണ്. മറ്റൊരു സാഹചര്യം ഉണ്ട് കേട്ടോ. 69 LDFന് എന്ന് പറഞ്ഞാൽ അതേ ഏജൻസികൾ പറയുന്നത് 2 വരെ BJPക്ക് എന്നുകൂടിയാണ്. അത് വളരെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. അത് മാത്രമല്ല, അത് മധ്യ കേരളത്തിൽ ഒരു സീറ്റ്, 2 തുടങ്ങി 7 സീറ്റ് വരെ BJPക്ക് എന്നാണ് ഏജൻസി പറയുന്നത്. അപ്പൊ 2 തുടങ്ങി 7 സീറ്റ് ഏതാ? മധ്യ കേരളത്തിൽ ഒരു സീറ്റ് ഏതാ? അത് മാത്രമല്ല, ട്രാവൻകൂറിൽ 25 തുടങ്ങി 39 സീറ്റ് വരെ ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ വേലിയേറ്റം എക്സിറ്റ് പോൾ പ്രവചിക്കുന്നതേയില്ല. ഭരണമാറ്റം ഉണ്ടാകും എന്ന് പറയുന്നു. ഭരണമാറ്റം എന്നുള്ളത് നിലവിൽ മൈനോറിറ്റി വോട്ട് കൺസോൾട്ടേഷൻ പ്ലസ് ഭരണ തുടർച്ചയുടെ മടുപ്പാണ് എന്നതിനും അപ്പുറത്തേക്കുള്ള സർക്കാരിനെതിരെയുള്ള ഒരു സർക്കാരിന്റെ ജനങ്ങളുടെ ശക്തമായ ഫലങ്ങൾ പ്രകാരം അങ്ങനെയാണെങ്കിൽ ഐ സ്റ്റിൽ പ്രെഡിക്റ്റ് കഴിഞ്ഞ തവണ സംഭവിച്ചതുപോലെ തന്നെ ഒരു വലിയ ക്ലീൻ സ്വീപ്പ് ഒരൊറ്റ ഏജൻസി പ്രവചിച്ചില്ലല്ലോ. കഴിഞ്ഞ തവണ 99 സീറ്റ് ഒരൊറ്റ ഏജൻസി പ്രവചിച്ചിട്ടില്ല. നമ്മൾ അന്ന് 24-ന് വേണ്ടിയിട്ട് നടത്തിയ സർവേയിൽ 98 സീറ്റുകൾ വരെ LDFന് അനുകൂലമായിട്ട് വരും എന്നുള്ളതായിരുന്നു നമ്മൾ അന്ന് കണ്ടെത്തിയത്. പക്ഷെ നോക്കൂ, ഇക്കുറിയും അങ്ങനെ ഒരു വേവ് ഉണ്ടായില്ലെങ്കിൽ പോലും ഒരു LDFന് അനുകൂലമായ തരംഗം ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അതുകൊണ്ട് എക്സിറ്റ് പോളിനേക്കാൾ ഞാൻ KC വേണുഗോപാൽ പറയുന്നത് വിശ്വസിക്കുന്നു. പീപ്പിൾസ് പോളിലാണ് എനിക്ക് വിശ്വാസം. KC പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ കണക്ക് പ്രകാരം കണ്ണൂരിലൊക്കെ അല്ല അരുൺ സാറേ, ഈ കണക്ക് പ്രകാരമാണെങ്കിൽ ഈ പറയുന്ന കണക്ക് പ്രകാരമാണെങ്കിൽ കണ്ണൂർ 5 സീറ്റ് കിട്ടണം, കാസർഗോഡ് 4 സീറ്റ് കിട്ടണം. അതെ, നമ്മൾ ഈ ചർച്ച തുടങ്ങിയ സമയത്തെ കഴിഞ്ഞ തവണത്തെ എക്സിറ്റ് പോളുകൾ 6 എണ്ണം തുടർ ഭരണം പ്രവചിച്ചു, 4 എണ്ണം നെക്ക് ടു നെക്ക് പ്രവചിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടായിരുന്നു. ആകെ 4 എണ്ണം ഇപ്പോഴും മാറിയില്ല കേട്ടോ. ആ ലെവൽ ഇപ്പോഴും മാറിയില്ല. പറഞ്ഞ ബ്രേക്കിലേക്ക് നമുക്കൊരു കേരളത്തിന്റെ പൊതുചിത്രം നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഇതുവരെയുള്ള മുഴുവൻ ഏജൻസികളുടെയും കണക്കുകൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ പ്രേക്ഷകരെ ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത് LDF 49 മുതൽ 62 വരെ, UDF 78 മുതൽ 90 വരെ, NDA ആയിട്ട് പോകാമെന്ന് തോന്നുന്നു. ആദ്യത്തെ ആക്സിസ് മൈ ഇന്ത്യ അല്ലേ, 49-62, UDF 78-90, NDA 3 വരെ. ഓക്കെ, രണ്ടാമത്തെ ആക്സിസ് മൈ ഇന്ത്യ 52 മുതൽ 61 വരെ, UDF 72 മുതൽ 84 വരെ, NDA 0 മുതൽ 03 മുതൽ 07 വരെ. ഓക്കെ, നിലവിൽ നമ്മുടെ സ്ക്രീൻ അപ്ഡേറ്റ് നമ്മൾ ഈ ഇതനുസരിച്ച് സ്ക്രീൻ അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് പോകാം. ഓരോ ഏജൻസിയുടെയും അനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യും. JVC ടൈംസ് നൗ ആണ് ഇപ്പോൾ സ്ക്രീനിൽ. LDF 51 വരെ, UDF സ്ക്രീനിൽ കാണുന്ന അനുസരിച്ച് നമ്മൾ പോയാൽ അവിടെ JVC ടൈംസ് നൗ UDF 72 മുതൽ 84 വരെ നെക്ക് ടു നെക്ക്
NDA 3 മുതൽ 7 വരെ സീറ്റുകൾ നേടിയേക്കാം എന്നുള്ളതാണ്. അതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. ഏതാണ് ഈ 3 സീറ്റ്? LDF അടുത്ത വോട്ട് വൈബിൽ UDF 70 മുതൽ 80 വരെ എന്നും നോക്കൂ, ഇത് പറയുന്നു. UDF-ന് വേണമെങ്കിൽ ഭരണം കിട്ടാതിരിക്കാം എന്ന് പറയുന്നുണ്ട്. വോട്ട് വൈബ് ക്രിട്ടിക്കൽ സർവേ ആണ് സർവേ. വോട്ട് വൈബ് അതെ ക്രിട്ടിക്കലാണ്. UDF-ന് വേണമെങ്കിൽ ഭരണം കിട്ടാതിരിക്കാം എന്ന് പറയുന്ന ഒരു സർവേ ആണ് വോട്ട് വൈബ്. ഒരാൾ പോലും BJP സ്മൃതി ഇതാ നോക്ക്, 62 മുതൽ 61 വരെ LDF. 71, 69. എവിടെ ഭരണവിരുദ്ധ വികാരം? എവിടെ ഭരണവിരുദ്ധ വികാരം? KC വേണുഗോപാൽ പറഞ്ഞ വിശ്വസിക്കുന്നത് എത്ര മറച്ചു വെച്ചാലും ഉള്ളിലുള്ളത് ചിലപ്പോൾ ഇങ്ങനെ പുറത്തു വരും. മാട്രിക്സ് എവിടെ ഭരണവിരുദ്ധ വികാരം? 70 കേവല ഭൂരിപക്ഷത്തിന് താഴെയാ UDF. 60 മുതൽ 65 വരെ എവിടെ ഭരണവിരുദ്ധ വികാരം? അതായത് ഒരു മിനിറ്റ്, ഈ മാട്രിക്സ് ഒന്ന് സ്ക്രീനിൽ നിലനിർത്തണേ. ഏറ്റവും മോശം സാഹചര്യത്തിൽ 60 സീറ്റുകൾ LDF-ന് കിട്ടും. ഏറ്റവും മോശം സാഹചര്യത്തിൽ UDF-ന് 70 സീറ്റുകൾ കിട്ടും. അതായത് നമ്മൾ ഇങ്ങനെ വായിച്ചാൽ അത് കുറച്ചുകൂടെ മനസ്സിലാവും. ഏറ്റവും മോശം സാഹചര്യത്തിൽ, ഏറ്റവും നല്ല സാഹചര്യത്തിൽ LDF-ന് 65 സീറ്റ് കിട്ടും. ഏറ്റവും നല്ല സാഹചര്യത്തിൽ UDF-ന് 75, നല്ല സാഹചര്യത്തിൽ 75 സീറ്റ് കിട്ടും. 10 സീറ്റിന്റെ വ്യത്യാസം. അത്രേ പറഞ്ഞുള്ളൂ. നോക്കൂ, ഞാൻ എല്ലാ മീഡിയത്തിലും ഈ പറയുന്ന ചർച്ചകളിലും എല്ലാം പറഞ്ഞത് ഈ പറയുന്ന നെക്സ്റ്റ് നെക്ക് എന്ന് തന്നെയാണ്. സാറേ, ഞാൻ ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല. കാരണം എന്താ പറയാ, ഒരു ഏജൻസി പോലും ഒരു ഏജൻസി പോലും 4 സീറ്റ് കുറച്ച് BJP പറയുന്നില്ല. എല്ലാ ഏജൻസി 4 സീറ്റ് പറഞ്ഞല്ലോ, 2 സീറ്റ്. മാധു, ഭരണവിരുദ്ധ വികാരമില്ലെങ്കിൽ, ഭരണ തുടർച്ചയുടെ ആനുകൂല്യമുള്ള, ഭരണ തുടർച്ചയിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന കരുതുന്ന ആളാണ് ഞാൻ. ഭരണവിരുദ്ധ വികാരം എവിടെ? 68 പരമാവധി. അല്ല, എന്റെ ഒരു പരിചയത്തിലെ ഈ എക്സിറ്റ് പോൾ ഭരണവിരുദ്ധ വികാരം എന്നുള്ളതല്ല, ആര് ഭരിക്കുമെന്നതിന്റെ കണക്കാണ് മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ക്വാളിറ്റേറ്റീവ് അല്ല. 70 മുതൽ 70 അത് മെത്തഡോളജി ചോദ്യം ചെയ്യേണ്ടി വരും. ക്വാണ്ടിറ്റേറ്റീവ് പറഞ്ഞു നിൽക്കാവുന്ന പി മാർക്ക് 71, 79, 71 ഉള്ളൂ UDF-ന്. 71 മിനിമം. പീപ്പിൾസ് പൾസ് LDF-ന് 55 മുതൽ 65 വരെ, UDF-ന് 75 മുതൽ 85 വരെ, NDA 0 മുതൽ 3 വരെ. അതെ, പീപ്പിൾസ് പൾസ് 75 മുതൽ 85 വരെ. അപ്പോഴും 75, 65. എവിടെ തരംഗം? എവിടെ തരംഗം? ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം ശരിയാണെങ്കിൽ 90 വരെ സീറ്റുകൾ കിട്ടുകയാണെങ്കിൽ there is a trend. ഇതാണ് ഒരേ ഒരു ഏജൻസിയാണ് ഇപ്പോൾ തരംഗം പറയുന്നത്. ഒരേ ഒരു ഏജൻസിയാണ് തരംഗം പറയുന്നത്. വോട്ട് വൈബ് നോക്ക്, തരംഗമില്ല, താഴെ പോയി. 70 മുതൽ 80 70 ഉള്ളൂ. അപ്പുറത്ത് 68 ഉണ്ട് മാക്സിമം. അപ്പോൾ അപ്പുറത്തേലും മാക്സിമം പറയും. ദൈവം, ഇത് നോക്കൂ, 52ഉം 72ഉം തമ്മിലാണ് വ്യത്യാസം. ഒരു മിനിറ്റ്, ആ സ്ക്രീനിൽ പ്രേക്ഷകർ ഒന്ന് നോക്കൂ. 52, 72, 20 സീറ്റിന്റെ വ്യത്യാസമാണ് മോശം സാഹചര്യങ്ങളിൽ രണ്ട് മുന്നണികൾക്ക് പറഞ്ഞിരിക്കുന്നത്. 61, 84 മികച്ച സാഹചര്യത്തിൽ രണ്ട് മുന്നണികൾക്ക് പറയുന്നത്. ഈ സ്ക്രീൻ ഇങ്ങനെയാണ് വായിക്കേണ്ടത്. അല്ലാതെ LDF-ന്റെ ഏറ്റവും മികച്ച സാഹചര്യവും UDF-ന്റെ ഏറ്റവും മോശം സാഹചര്യവും കമ്പയർ ചെയ്തിട്ട് ഫലം മനസ്സിലാകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, ശരിയാ, മാധു വായിക്കുന്നതിൽ പ്രശ്നമുള്ളൂ. ഡോക്ടർ അരുൺകുമാർ വളരെ കൃത്യമായി വായിക്കുന്ന പ്രേക്ഷകർക്ക് കേൾക്കാം. ഭരണ തുടർച്ച LDF വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഭരണ തുടർച്ചയുണ്ട് എന്ന് വിശ്വസിക്കുന്ന LDF-ന് പരമാവധി 61 വരെ സീറ്റുകൾ കിട്ടാമെന്ന് പറയുന്നു ഏജൻസി. 61 സീറ്റുകൾ വരെ കിട്ടാമെന്ന്. പിന്നെ എങ്ങനെയാ? നോക്കൂ, ഞാനിവിടെ ഭരണവിരുദ്ധ വികാരത്തെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ഇത് ജയിക്കാനുള്ള സാധ്യത. ഒറ്റ കാര്യം, മിനിമം 80 സീറ്റ് പറയുന്ന ഏജൻസി ഏതാണ് അതിനകത്ത് ഉണ്ടോ? പറയുന്നില്ല. അതാ പറയുന്നില്ല. എല്ലാം 70, 72, 75 നിൽക്കാണ്. ഒന്നാൻ ആവറേജ് പറയുന്നത് എത്ര വേണ്ടെന്ന് നോക്കൂ. 80-നുള്ളിലാണ്. അത് 75 കൊടുക്കുകയും ചെയ്യും. 5 എണ്ണം 7 എണ്ണം NDA. മാട്രിക്സിന്റെ സർവേ നോക്കൂ, 70 to 75. ആശ്വസിക്കുക. മാട്രിക്സിന്റെ സർവേ 70 to 75. ഇതാണ് നിങ്ങൾ എല്ലാ തരത്തിലുള്ള കണക്കുകളും ഈ പരിശോധനകൾ നടത്തുമ്പോഴും ഇതുവരെ വന്നിരിക്കുന്ന എല്ലാ ഫലങ്ങളും UDF ഭരണമാണ് പ്രവചിച്ചിരിക്കുന്ന. ഒരൊറ്റ സർവേ പോലും തുടർ ഭരണം ഒന്നുമില്ല. ഇതൊരു എക്സിറ്റ് പോൾ ഫലമാണ്. ഇതൊരു രാഷ്ട്രീയ കൗതുകം നൽകുന്ന ചില സംഖ്യകളുടെ കളി മാത്രമാണ്. അതിനെ അങ്ങനെ എടുത്താൽ മതി. അല്ലല്ല, ആ രാഷ്ട്രീയ കൗതുകത്തിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ സർക്കാർ മാറണമെന്ന് അമിതമായി കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ലായിരുന്നു റിസൾട്ട് വരിക, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡോക്ടർ നേരത്തെ പറഞ്ഞ കാര്യം കൂടി ഉണ്ട്. കഴിഞ്ഞ തവണ എക്സിറ്റ് പോളിൽ ഒരു ഫലപ്രവചനത്തിലും ഈ പറഞ്ഞ ഈ
കണ്ടില്ല കണ്ടില്ല തരംഗം കണ്ടിട്ടില്ല പക്ഷേ ഫലപ്രവചനം കറക്റ്റ് ആയിരുന്നു. അല്ല LDF അധികാരത്തിൽ അല്ലല്ല 4 ടൈറ്റ് ഫൈറ്റ് 50% ടൈറ്റ് ഫൈറ്റ് പ്ലസ് UDF-ന്റെ അധികാരം എന്ന് ഒരു ഏജൻസി പറഞ്ഞു. 50% Above 50%. ഏറ്റവും കൂടുതൽ സർവേകൾ പറഞ്ഞ LDF LDF-ന്റെ ഫലം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഈ എക്സിറ്റ് അല്ലല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാറേ, നോക്കണം. ഒരു പിന്നെ കാര്യം നോക്കണം. ഇന്ത്യ ടുഡേ പറയുന്ന ഒരു കാര്യം, മലബാറിൽ UDF-ന് 36 തുടങ്ങി 38 സീറ്റ് വരെ, അതെ നമ്മൾ പറഞ്ഞു. 25 തുടങ്ങി 27 വരെ. അതെ. അപ്പം അതുപോലെ തന്നെയാണ് പിന്നെ ട്രാവൻകോട് 25 തുടങ്ങി 29 വരെയും 18 തുടങ്ങി 22 വരെയും എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിയെങ്കിൽ മലബാറിലും പിന്നെ ട്രാവൻകൂറിലും CPM പൊളിഞ്ഞടുങ്ങി എന്ന് പറഞ്ഞാൽ മതി. മലബാറിൽ 25 മുതൽ 27 വരെ. അല്ല സാർ, രണ്ടും പോയി 25 തുടങ്ങി 27 വരെയും 18 തുടങ്ങി 22 വരെ പോയി. ആക്സിസ് മൈൻഡ് ശരിയാകുമ്പോ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും LDF ഇല്ലാതാവുകയും മലബാറിൽ മാത്രമായി നിലനിൽക്കുകയും ചെയ്ത പാർട്ടിയായിട്ട് തീരും. അതെങ്ങനെ ശരിയാവും? മലബാറിലാണ് UDF-ന്റെ ശക്തി കേന്ദ്രം. രണ്ട് ഏജൻസികളുടെ കണക്കുകൾ എടുത്ത് നോക്കിയാൽ രണ്ട് വിരുദ്ധമാണ്. ഇതിനകത്ത് കാണാൻ പറ്റുന്നത്, ഇതിനകത്ത് ഒന്നുകിൽ ഈ മലബാർ നിട്ടുന്നത് സൗത്ത് കേരളം എന്താണ് തെക്കൻ കേരളത്തിലായിരിക്കണം, തെക്കൻ കേരളത്തിലായി പോയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ. പക്ഷെ ഇതിൽ വരുമ്പോ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ ചങ്കടിക്കില്ലേ? മുസ്ലിം ലീഗിന്റെ കോട്ടകളിൽ മുസ്ലിം ലീഗിനെ കണ്ട് ചങ്കടക്കത്തില്ല. അവർക്ക് ഇതിനെപ്പറ്റി നല്ല ധാരണയുണ്ട്. 36 മുതൽ 38 വരെ എന്നുള്ള ചെറിയ കണക്കാണ്. അപ്പോ 25 മുതൽ 27 വരെ എന്നുള്ളതാണ് LDF-ന്റെ കണക്ക്. നോക്കൂ, ഇതിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് മലബാർ റീജിയനിലാണ് LDF എന്നാണ് ആക്സിസ് മൈൻഡ് സർവേ പറയുന്നത്. അതെങ്ങനെ സാധ്യമാവുക? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരിയതാണ് UDF. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലബാർ മേഖല തൂത്തുവാരിയ UDF ഇക്കുറി LDF-ന് എങ്ങനെയാ മലബാർ മേഖല? മാത്രമല്ല, ഒപ്പീനിയൻ പോളിൽ വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് നടന്ന ഒപ്പീനിയൻ സർവേകളിലെല്ലാം LDF ലീഡ് പ്രവചിച്ച പല ഏജൻസികളുമാണ് ഇപ്പൊ നേരെ തിരിച്ച്. കഴിഞ്ഞ തവണ ആക്സിസ് ചാണക്യം മാത്രമാണ് LDF-ന് തരംഗം പ്രവചിച്ചിരുന്നു കേട്ടോ. LDF-ന് 93 മുതൽ 111 വരെ എന്ന് പ്രവചിച്ചിരുന്നു. ആക്സിസ് മൈ ഇന്ത്യ LDF-ന് 104 മുതൽ 120 വരെ എന്ന് പ്രവചിച്ചു. എന്തായാലും വളരെ കൗതുകമുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. 12 ഏജൻസികളുടെ ഫലം ആണ് എക്സിറ്റ് പോൾ ഫലം എന്നതാണ് പുറത്തു വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഫലം എന്ന് പറയുന്നത് തെറ്റാണ്. യഥാർത്ഥത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വരുന്നത്. സംസ്ഥാനത്ത് ഭരണമാറ്റം എന്നുള്ളതാണ് ഇതുവരെ വന്ന എല്ലാ ഏജൻസികളുടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത് എന്നത് കൗതുകകരമാണ്. പക്ഷെ അതേസമയത്ത് തന്നെ പശ്ചിമ ബംഗാളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അട്ടിമറി ഉണ്ടാകുന്നു. BJP തൃണമൂൽ കോൺഗ്രസിനെ വെട്ടി അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രവചനം. സത്താ ബസാർ മാത്രമാണ് മറിച്ചൊരു ഫലം പ്രവചിച്ചത്. തമിഴ്നാട്ടിൽ അണ്ണാ DMK എന്ന 2 ഏജൻസികൾ പറയുന്നു. DMK തുടർ ഭരണം എന്നുള്ളതാണ് മറ്റ് ഏജൻസികളുടെ എല്ലാത്തിന്റെയും പ്രവചനം. കണക്കുകളിലെ കളികളാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യഥാർത്ഥ വിധി അറിയാൻ 4-ാം തീയതി വരെ നമ്മൾ കാത്തിരിക്കാം. ഒരൊറ്റ ഏജൻസി പോലും LDF അധികാരത്തിൽ തുടരുമെന്ന് പ്രവചിക്കുന്നില്ല എന്നുള്ളതാണ് എക്സിറ്റ് പോളുകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ. ഇനി ടുഡേയ്സ് ചാണക്യ മാത്രമാണ് എക്സിറ്റ് പോൾ ഫലം നൽകാനുള്ളത്. ടുഡേയ്സ് ചാണക്യയുടെ ഫലം നാളെയാണ് വരിക. ബാക്കിയുള്ള 12 ഏജൻസികളും UDF-ന് അധികാരത്തിലെത്താൻ കഴിയുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. പ്രീ പോളുകളിൽ നിന്ന് വ്യത്യസ്തമായി എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തുടരും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോൾ ഓഫ് പോൾസ് ഇൻ റിപ്പോർട്ടർ. ഷോർട്ട് ബ്രേക്ക്. റിപ്പോർട്ടർ പോൾ ഓഫ് പോൾസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 12 ഏജൻസികളുടെ പോൾ ഓഫ് പോൾസിലെ ആവറേജ് പോൾ ഓഫ് പോൾസിന്റെ സൂചനയാണ് അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകർ റിപ്പോർട്ടിന്റെ സ്ക്രീനിൽ കാണാൻ പോകുന്നത്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ LDF-ന് എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഭരണത്തിൽ എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല കേരളത്തിൽ എന്നുള്ളതിന്റെ സൂചനയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത്. എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല LDF-ന് എക്സിറ്റ് പോളുകൾ പറയുന്നു. ആക്സിസ് മൈ ഇന്ത്യ 71 ഏജൻസികളുടെ കണക്കുകൾ വളരെ വേഗത്തിൽ നമ്മൾ പോയാൽ ആക്സിസ് മൈ ഇന്ത്യ 78 മുതൽ 90 വരെ സീറ്റുകൾ നേടാം. UDF എന്ന് പറയുമ്പോൾ 49 മുതൽ 62 സീറ്റുകളിലേക്ക് LDF ചുരുങ്ങും. 3 സീറ്റുകൾ വരെ പരമാവധി NDA നേടും. JVC ടൈംസ് നൗവിന്റെ കണക്ക് പ്രകാരം 72 മുതൽ 84 സീറ്റുകൾ വരെ നേടി UDF അധികാരത്തിലെത്തുമെന്ന് പറയുന്നു. LDF 52 മുതൽ 61 സീറ്റുകൾ വരെ. NDAക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രവചിക്കുന്നത് JVC ടൈംസ് നൗ ആണ്. 3 മുതൽ 7 സീറ്റുകൾ വരെ. CNN ന്യൂസ് 18 പറയുന്നത് 70 മുതൽ 80 വരെ UDF-ന് കിട്ടുമെന്നാണ്. 58 മുതൽ 68 വരെ സീറ്റുകൾ LDF-ന്, 4 വരെ BJP-ക്ക്, NDAക്ക്. പിമാത് സർവേ 71 മുതൽ 79 സീറ്റ് വരെ UDF-ന് നൽകുന്നു. 62 മുതൽ 69 സീറ്റ് വരെയാണ് LDF-ന് നൽകുന്നത്. BJP 4 വരെ സീറ്റ് നേടുമെന്നും പീക്ക് മാർക്ക് സർവേ പ്രവചിക്കുന്നു. നോക്കൂ, ഈ കണക്ക് മാത്രം അടുത്ത കാർഡിലേക്ക് പോകരുത്. ആ മാട്രിക്സും കൂടി പറയാം. 70 മുതൽ 75 വരെയാണ് UDF-ന് പ്രവചിക്കുന്നത്. 60 മുതൽ 65 വരെ LDF-ന്,
3 മുതൽ 5 വരെ NDAക്ക് പ്രവചിക്കുന്നു. ഈ കാർഡ് നമ്മൾ ഫുൾ ഫ്രെയിം നമ്മൾ ഈ കാർഡ് നിലനിർത്തുമ്പോൾ നോക്കൂ, അത് മിനിമം ആണ് അതിനകത്ത് ഒരു ഭാഗത്ത് നോക്കേണ്ടത് കേട്ടോ. മിനിമം നോക്കുമ്പോൾ 78, 72, 70, 71, 70 നോക്കൂ. എന്ത് അട്ടിമറിയും സാധ്യമാണ്. അതായത് ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് കംഫർട്ടബിൾ മെജോറിറ്റി പ്രവചിച്ചിരിക്കുന്നത് കാണാം. നോക്കൂ, എങ്ങനെ വായിക്കാം? ബാക്കി എല്ലാ സർവേകളിലും 72, 70, 71, 70 മിനിമം UDF-ന്. ഇതാണ് LDF ക്യാമ്പിനെ സംബന്ധിച്ച് അവസാന അത് മാത്രം നോക്കിയാൽ പോരാ, അവിടെ NDAക്ക് കൊടുത്ത സീറ്റ് കൂടെ നോക്കണം. അവർ നോക്കണം, NDAക്ക് കൊടുത്ത സീറ്റ് നോക്കണം. അത് മൈനസ് ചെയ്താൽ എവിടേക്കാ പോവാ? ആ മൈനസ് ചെയ്താൽ കോൺഗ്രസിലേക്കാ പോകുക. കോൺഗ്രസിൽ നിന്നാണല്ലോ BJPക്ക് പോവുക. അവിടെ 72, 70 ഉറപ്പാണ് ഓരോ കണക്കുകൾ. അല്ല, അതതിന്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരന് വായിക്കാൻ പറ്റാണ്ട് അത് ഡോക്ടർ അരുൺകുമാർ വായിക്കാൻ പറ്റും. ആ പറഞ്ഞ സാധനം അവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണ്? കോൺഗ്രസിന് BJPക്ക് പോകുന്ന കണക്കെ അതെ, അതാ സംശയം. ഇത് കണക്കുകൾ മാത്രമാണ്. ഒന്നാമത്തെ കാര്യം കണക്കുകൾ നേമത്തെ തൃശ്ശൂർ അങ്ങനെ കണക്കുകൾ ഒന്നും പറഞ്ഞിട്ട് പരാജയപ്പെടുമ്പോൾ പറയുന്ന പ്രത്യേക കണക്കുകൾ. കണക്കിന് ഒറ്റ കണക്കാണ്. അല്ലല്ല, രണ്ടാമത്തെ കാർഡിലേക്ക് പോവാം. രണ്ടാമത്തെ കാർഡിലേക്ക് നോക്കിയാൽ ഈ ഒന്നാൽ ആവറേജ് ചെയ്ത് നോക്കും. അതൊന്ന് വായിക്കൂ. ആദ്യത്തെ അല്ല, ഇത് രണ്ടാമത്തെ കാർഡിലേക്ക് നമുക്ക് പോകാം. അടുത്ത ഏജൻസികളുടെ കണക്കുകളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഇത്രയും കണക്കുകളാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, 10 മണ്ഡലങ്ങൾ. 10 മണ്ഡലങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ടൈറ്റ് നടന്നിട്ടുള്ള 10 മണ്ഡലങ്ങൾ നിർണായകമാണ്. അതൊരു പക്ഷേ എവിടേക്ക് വേണമെങ്കിലും മറിയാം. അതായിരിക്കാം LDF-ന്റെ ഈ ഒരു എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഏതായാലും അത് പറഞ്ഞായിരിക്കും ഇനി 4-ാം തീയതി വരെ LDF ഒക്കെ തന്നെ നിൽക്കുക. ഏതായാലും 10 മണ്ഡലങ്ങൾ നമ്മൾ നോക്കിയാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്ര മണ്ഡലങ്ങൾ ഉണ്ടാകും ഈ രീതിയിൽ ടൈറ്റ് ഫൈറ്റ് നടന്നിട്ടുള്ള മണ്ഡലങ്ങൾ? അതാണ് നമ്മൾ ഇനി പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇതാണ് കേരളത്തിന്റെ റിസൾട്ട് എങ്കിൽ വെസ്റ്റ് ബംഗാളിൻ്റെത് അങ്ങേയറ്റം തൃണമൂൽ കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും നിരാശപ്പെടുത്തുന്ന വിധിയാണ് വരുന്നത് എന്നുള്ളതാണ്. വടക്കൻ പശ്ചിമ ബംഗാളിലെ മിക്കയിടങ്ങളിലും BJP തൂത്തുവാരുന്നു എന്നുള്ളതാണ് വരുന്നത്. കേരളത്തിൽ UDF-ന്റെ വിജയം ഒരു ഭാഗത്ത് കോൺഗ്രസ് ആഘോഷിക്കുമ്പോഴും ആസാമിലും വെസ്റ്റ് ബംഗാളിലും പുതുച്ചേരിയിലെയും പരാജയം അവരെ സംബന്ധിച്ച് വലിയ പ്രഹരം തന്നെയാണ്. കാരണം ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഇടത് പാർട്ടി ബംഗാളിൽ ഒരു തിരിച്ചുവരവ്, ഞാൻ പറയുന്നത് ഒരു മേജർ തിരിച്ചുവരവ് എന്നുള്ളതല്ല. പക്ഷേ ചില മണ്ഡലങ്ങൾ, ഇപ്പൊ 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന ചില മണ്ഡലങ്ങളിലെങ്കിലും ഇടത് സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് അടക്കമുള്ള നേതാക്കൾ അവിടെ പോയി പ്രചാരണം നടത്തുമ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ടാകും, പൂർണ്ണമായും CPM-നെ തിരസ്കരിക്കുന്നതിൽ നിന്ന് എന്ന് വിചാരിച്ചിരുന്നു. നമ്മൾ പല എക്സിറ്റ് പ്രീ പോളുകളും കാണുമ്പോഴും അവിടെ ഫീൽഡിൽ നിന്ന് നോവൽ മാലിക്കാരനടക്കം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളിലും അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ വാശിയേറിയ പ്രചരണം താഴെത്തട്ടിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം അത് റിഫ്ലക്ട് ചെയ്തിരുന്നു. BJPക്ക് ശരിയാണ്, BJPക്ക് മെച്ചപ്പെട്ട സംഘടനാ ശേഷി അവിടെ ഉണ്ടാക്കി. പക്ഷേ BJP എങ്ങനെ സംഘടനാ ശേഷി ഉണ്ടാക്കിയത്? തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പോയവരെ വെച്ചാണ് അവരവിടെ ശക്തമായ സംഘടനാ ശേഷി ഉണ്ടാക്കിയത്. ആ സംഘടനാ ശേഷിയും മമതാ ബാനർജി ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് പോരാടി തെരഞ്ഞെടുപ്പ് മൈനോറിറ്റി വോട്ടിനെ ഒപ്പം നിർത്തി. 9 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ നടന്നു. അതുപോലെ ആ സ്പിരിറ്റിനെ പക്ഷേ ഉൾക്കൊള്ളാതെ പോയോ എന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ കുഴപ്പങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. കാരണം CPM-ന് പറ്റിയ അതേ പിഴവ് തൃണമൂൽ കോൺഗ്രസിന് സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഭരണം കിട്ടിയ ശേഷം, ഭരണം അവിടെ തുടർച്ചയുണ്ടാകുമെന്ന് ഉറപ്പായതിനു ശേഷം അവിടെ തിരുത്തിയ സമീപന രീതിയുണ്ട്. 2019-ലും 2025-ലും പാർലമെന്റ് ഇലക്ഷന്റെ സമയത്ത് എന്താണോ എക്സിറ്റ് പോൾ പ്രവചിച്ചത് അതേ ഒരു ട്രെൻഡാണ് ബംഗാളിൽ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ ട്രെൻഡാണ്, ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഒരു കോൺഗ്രസ് പ്രവർത്തകരെ തൃണമൂൽ കോൺഗ്രസ് കൊന്നത്. ആ സമയത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്, മോദി ദേശീയ തലത്തിൽ നടത്തുന്ന എന്താണോ അതാണ് മമത ബംഗാളിൽ നടത്തുന്നതെന്ന് പറയുന്നുണ്ട്. വിഷയങ്ങൾ അവിടെ ഉണ്ട്, നമുക്ക് പ്രവചിക്കാനാവാത്ത വിധമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മൈനോറിറ്റി വോട്ടുകൾ കൂടുതലുള്ള ചില മേഖലകൾ, 24 പർഗാനാസ് എന്ന് പറയുന്ന മേഖല, അതേപോലെ വടക്കൻ മാൾഡ പോലെയുള്ള കോൺഗ്രസിന്റെ ബംഗാൾ മൊത്തം അടുത്തത് ബംഗാളിൽ നോക്കിയാൽ P മാർക്ക് പ്രകാരം എല്ലാ ഏജൻസിയും കേട്ടോ, ഒരൊറ്റ ഏജൻസി പോലും തൃണമൂൽ കോൺഗ്രസിന് ഭൂരിപക്ഷം പ്രവചിക്കുന്നില്ല. 180-ന് മുകളിലാണ് ഒരു ഏജൻസി, പീപ്പിൾസ് പ്ലസ് മാത്രം. പീപ്പിൾസ് പ്ലസ് എന്ന് പറയുന്ന ഒരേ ഒരു ഏജൻസി മാത്രമാണ് TMCക്ക് 178 മുതൽ 189 വരെ പ്രവചിക്കുന്നത്. ബാക്കി എല്ലാ ഏജൻസിയും 3ാമത്തെ കോളത്തിലേക്കാണ് ആകാംക്ഷയോട് കൂടി നോക്കുന്നത്. കോൺഗ്രസ്, CPM, മറ്റുള്ള പാർട്ടികളെല്ലാം കൂടി ചില്ലറ സീറ്റുകളാണ്. 2 മുതൽ 3 വരെ സീറ്റ് ഇടതുപക്ഷം അവിടെ പശ്ചിമ ബംഗാളിൽ നേടുമെന്ന് സർവേകൾ പറയുന്നുണ്ട്. ഇത്തവണ പശ്ചിമ ബംഗാൾ 3 വനിതകൾ CPM-ന്റെ സ്ഥാനാർത്ഥികൾ, പെൺകുട്ടികൾ, വിദ്യാർത്ഥികൾ, മീനാക്ഷി മുഖർജി ഉൾപ്പെടെയുള്ള 3 പേർ.
അപ്പോൾ ആര് വിജയിക്കുമെന്ന് പറയാനാകില്ല. പക്ഷേ ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ ഇടതുപക്ഷത്തിന് അവിടെ ഭരിച്ച 30 വർഷം 35 വർഷം ഭരിച്ച പാർട്ടിക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ പാടുപെടുകയാണ്. ഒന്നത്. രണ്ടാമത്തത് RG കറി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ പെൺകുട്ടിയുടെ പീഡനം. ആ പെൺകുട്ടിയുടെ അമ്മ ഇക്കുറി അതെ, BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. വൈകാരികമായ ഒരു വോട്ടിന്റെ തരംഗം കൂടി ബംഗാളിലുണ്ട്. മാത്രമല്ല സ്ത്രീ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്നാണ് മോദി അവിടെ പോയി പ്രസംഗിച്ചത്. സ്ത്രീകൾക്കൊപ്പമല്ല, പിന്നാക്കക്കാർക്കൊപ്പമല്ല എന്നൊക്കെയാണ്. അതിൽ രാഷ്ട്രപതി വന്നപ്പോൾ സ്വീകരിക്കാമെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഗോത്രവിഭാഗക്കാരെ തള്ളുന്ന മുഖ്യമന്ത്രിയാണെന്ന്. ഉണ്ടായതിനു ശേഷം എത്ര സമ്മർദ്ദത്തിന് ശേഷമാണ് അന്വേഷണമൊക്കെ മര്യാദയ്ക്ക് നടന്നത്? മധു, ഇനി കേരളത്തിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെന്ന് കരുതുന്നത്. 75 സീറ്റും കൂടി UDF അധികാരത്തിൽ വന്നാൽ പോലും ആസാമിലെ പരാജയത്തിന് മറുപടി പറയേണ്ടി വരും, വെസ്റ്റ് ബംഗാളിലെ പരാജയത്തിന് മറുപടി പറയേണ്ടി വരും, പുതുച്ചേരിയിൽ ഭരണം നഷ്ടപ്പെട്ടത് കോൺഗ്രസ് ഭരണം പ്രതീക്ഷിക്കുന്നില്ല. അല്ല, ഭരണമല്ലെങ്കിൽ പോലും അവിടെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയില്ല. BJPക്ക് അധികാരം കിട്ടുന്ന അവസ്ഥ ഉണ്ടാവുന്നു അവിടെ. അസം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും സുരക്ഷിതമായൊരു സംസ്ഥാനമായിരുന്നു. തരുൺ ഗൊഗോയി ഒക്കെ തന്നെ അവിടെ കൊണ്ടു നടന്നൊരു സംസ്ഥാനം. ഈ തെരഞ്ഞെടുപ്പിൽ അനാവശ്യമായ ഒരു ക്യാമ്പയിൻ കൊണ്ടുവന്ന് അവിടെ പ്രതിരോധത്തിലായി കോൺഗ്രസ്. സംസ്ഥാനം നിങ്ങൾ വെച്ചോളൂ, മുഖ്യമന്ത്രിയെ നിങ്ങൾ വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിമന്ത ബിശ്വ ശർമ്മയെ കൊടുക്കുന്നത്. അതായത് വെസ്റ്റ് ബംഗാൾ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ബെൽറ്റ് നോക്കൂ, എങ്ങനെയാ പോകുന്നത് നോക്കൂ. പിയാസുൽ വെസ്റ്റ് ബംഗാൾ പോകുന്നു, ആസാം പൂർണ്ണമായിട്ടും തുടർച്ചയായ ഭരണത്തിലേക്ക് വരുന്നു, മണിപ്പൂർ നിൽക്കുന്നു, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ബെൽറ്റ് മുഴുവൻ അരുണാചൽ പ്രദേശിലേക്ക് വരുന്നു, നോർത്ത് ഈസ്റ്റ് മുഴുവൻ കോൺഗ്രസ് മുക്ത വടക്ക് കിഴക്കൻ സംസ്ഥാനം. കോൺഗ്രസ് മുക്ത വടക്ക് കിഴക്കനാവുന്നു സംസ്ഥാനം, കോൺഗ്രസ് വടക്ക് കിഴക്കനാവുന്നു. ഇനി ബംഗാൾ കൂടി വരുന്നു, രാഷ്ട്രീയം എങ്ങനെയാണെന്നറിയാമോ? ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകൾ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പൊ പാളിപ്പോയി എന്നൊക്കെ പറയുന്നത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് മിഷൻ വളരെ മനോഹരമായി, വളരെ പ്രാക്ടിക്കലായി അവർക്കവിടെ പയറ്റി തെളിയാൻ കഴിയുന്നുണ്ട് എന്നത് പ്രധാനമാണ്. മണിപ്പൂരൊക്കെ ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടായിട്ടും ആ മേഖലയിൽ എവിടെയും അവർക്ക് സെറ്റ് ബാക്ക് ഉണ്ടാകുന്നില്ല. അത് സ്വാഭാവികമായിട്ടും അവിടെയുള്ള മെയ്തി വിഭാഗത്തിലേക്ക് പൂർണ്ണ പിന്തുണ അവർക്കുണ്ടല്ലോ. പക്ഷെ ഇവിടെയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. പക്ഷേ തമിഴ്നാട്ടിലെ എക്സിറ്റ് പോളിന് ഒരു സംശയവുമില്ല അവിടെ DMK അധികാരത്തിൽ തുടരും എന്നുള്ളതാണ്. ഒരൊറ്റ സർവേ മാത്രമേ തിരിച്ചു പറയുന്നുള്ളൂ. അവിടെ ADMKക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ ആക്സിസ് മൈ ഇന്ത്യ അടക്കം വലിയ ഭൂരിപക്ഷമാണ്, 125 മുതൽ 145 വരെ നേടിയേക്കാം എന്നുള്ളതാണ്. തുടരുമ്പോൾ ഈ അസമിന്റെ കാര്യത്തിലൊക്കെ തന്നെ വലിയ വിമർശനം അസമിന്റെ കാര്യത്തിലൊക്കെ കോൺഗ്രസ് ഒരു നിമിഷം പേശുള്ളൂ. ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് തമിഴ്നാട്ടിൽ TVKക്ക് ഒരു റീസണബിൾ ആയിട്ടുള്ള നമ്പർ പറയുന്നത്. 18 മുതൽ 24 വരെ. എടുക്കുന്ന വോട്ട് ആരുടേതായിരിക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം അവിടെ. കാരണം ഈ ഒരു വികാരമായിരിക്കുമല്ലോ. അതിലൊരു പ്രധാനപ്പെട്ട നിർണ്ണയത്തിലായി അവിടുത്തെ അതാണ് ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റ് ആവും. ആ ഭരണവിരുദ്ധ വികാരം ADMKക്ക് പോകേണ്ട ഭരണവിരുദ്ധ വികാര വോട്ടുകളിൽ കുറച്ച് TVK പിടിക്കും. അതാണ് DMKയുടെ കോൺഫിഡൻസും എല്ലാ എക്സിറ്റ് പോളുകളും സൂചിപ്പിക്കുന്നത്. ആ ട്രെൻഡാ. TVK സ്പോയിലറായി. അവിടെ സ്ഥാനാർത്ഥികളുടെ പ്രഭാവം വലിയ പ്രശ്നമാണ്. അവിടെ ഉണ്ടാക്കിയ ഒരു മേൽക്കൈ പല ഘട്ടങ്ങളിലും പിന്നീട് പ്രചരണത്തിലൊക്കെ തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതല്ല അതിന്റെ പ്രശ്നം. ഞാൻ പറയുന്നത് ഈ സ്ഥാനാർത്ഥികളുടെ പ്രഭാവം വലിയ പ്രശ്നമാണ്. TVKന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് വോട്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാരല്ല പല ആൾക്കാരും. അവസാന വർഷം തട്ടിക്കൂട്ടി വെച്ച സ്ഥാനാർത്ഥികളാണ് ഈ മുഴുവൻ ആൾക്കാരും. അവിടെ മാത്രമല്ല പല മണ്ഡലങ്ങളിലും അവർക്ക് അതിനാവശ്യമായ ശേഷിയില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കരൂരിൽ വരുന്ന വിജയെ കാണാൻ എത്തുന്ന ഒരു ആൾക്കൂട്ടം നിങ്ങൾക്ക് ആ മണ്ഡലത്തിലെ വോട്ടർമാരായിട്ട് കണക്കാക്കാൻ ആ മണ്ഡലത്തിലെ വോട്ടർമാർ മാത്രമാകണമെന്നില്ല. വിജയ് ശ്രമിക്കുന്നത്രേ ഉള്ളൂ. പണ്ട് പിടിച്ചാണ് കരൂര് പോയിട്ട്. അതാണ് TVKയുടെ മറ്റ് സ്ഥാനാർത്ഥികളെ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ അവിടെ ആരുമില്ല. വിജയ് വന്നാലേ അവിടെ ആളുള്ളൂ. അതേ ഉള്ളൂ. മാത്രമല്ല പാലക്കാട്ട് നിന്ന് മാധു ഈ വിജയെ കാണാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കള് പാലക്കാട്ട് നിന്ന് അവര് ആൾക്കാർ കാണുമ്പോൾ വിജയെ കാണാൻ വേണ്ടി വന്നു, വിജയെ കണ്ട് തിരിച്ചുപോയി. ആ വോട്ട് അവിടെ ഇല്ല, വോട്ട് പാലക്കാട്ടാണ് ചെയ്തേക്കുന്നത്. വേറൊരു കാര്യം കൂടിയുണ്ട്, പരാജയപ്പെടുകയാണ് അടുത്ത സിനിമ ആലോചിക്കുന്നുണ്ട്. അല്ല, അതിലാണ് പുള്ളി ഇപ്പോഴും ഉദ്ദേശിക്കുന്നത്. എന്താ പറഞ്ഞാൽ പണ്ട് വിജയകാന്ത് എന്താണോ ചെയ്തത്, ഒരു 10-20 സീറ്റ് പിടിച്ച് അധികാരത്തിന്റെ ഭാഗമാകാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. അല്ലാതെ 8% വരെ വോട്ടാണ് വിജയകാന്താണ് അതിനകത്ത് അല്പമെങ്കിലും ഒരു നീണ്ട കാലഘട്ടത്തിന് ശേഷം അല്പമെങ്കിലും വോട്ട് വിഹിതം നേടിയവരാണ്. അതിനുശേഷം ബാക്കിയുള്ള 4%, 3%, 2% എന്നിങ്ങനെ ചുരുങ്ങുന്ന കാഴ്ച. അസമിന്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ അവിടെ കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ പശ്ചിമ ബംഗാളിലും കോൺഗ്രസിന് മറുപടി പറയേണ്ടി വരും. കാരണം അവിടെ നോക്കൂ, 4 മുതൽ 5% വരെ വോട്ട് പിടിക്കും എന്നാണ്, കോൺഗ്രസ് വോട്ട് പിടിക്കുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ
പറയുന്നത്. അവിടെ ഒരു പക്ഷേ തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെടുകയാണെങ്കിൽ, ഈ സർവേ ശരിയാവുകയാണെങ്കിൽ, 2000-5000 വോട്ടിന് താഴെയാണെങ്കിൽ അത് കോൺഗ്രസ് പിടിച്ച വോട്ട്, അതായത് ഒരു 20-30 സീറ്റുകളിൽ കോൺഗ്രസ് വോട്ട് ശതമാനം ഒരു 3-4% ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു 4000-നും 10,000-നും ഇടയിൽ വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ സ്പോയിലർ ആയിട്ടുണ്ട്. അവിടെ കോൺഗ്രസ് തിരിച്ചറിയാതെ പോകുന്ന ഒരു ഘടകം എന്താണെന്ന് അറിയാമോ? ഇപ്പൊ കോൺഗ്രസിന് പശ്ചിമ ബംഗാളിൽ എന്തെങ്കിലും നേടിയേക്കാമെന്ന ആത്മവിശ്വാസത്തിന്റെ ആവശ്യമില്ല. അവിടെ പോയി രാഹുൽ ഗാന്ധി പറയുന്നത് മോദിയെയും അതുപോലെ ദീദിയെയും താരതമ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ശരിയാണ്, കോൺഗ്രസ് പ്രവർത്തകന് ജീവൻ ബലി നൽകേണ്ടി വരുന്ന സാഹചര്യം അവിടെ ഉണ്ടായത് മമതയുടെ ഭരണത്തിന് കീഴിലാണ് എന്നത് പ്രധാനമാണ്. എന്നിരുന്നാൽ പോലും മോദിയെയും ദീദിയെയും താരതമ്യം ചെയ്ത ഒരു സ്പോയിലറായി അവിടെ നിൽക്കണമോ എന്ന കാര്യം കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ്. മത്സരിക്കാൻ പാടില്ല. ആം ആദ്മി പാർട്ടിയുടെ അവിടെ മമതാ ബാനർജിക്കെതിരെ ശാരദ ചിട്ടി തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച് മമതാ ബാനർജി അഴിമതിക്കാരിയാണെന്ന് പറഞ്ഞ ആ രീതിയിൽ തൃണമൂൽ കോൺഗ്രസിന് ഡൽഹിയിൽ എങ്ങനെയാണോ ആം ആദ്മി പാർട്ടിക്കെതിരെ കോൺഗ്രസ് പ്രചരണം നടത്തിയത്, അതിന് സമാനമായ രീതിയിലാണ് പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിനെതിരെ പ്രചരണം നടത്തിയത്, മമതാ ബാനർജിക്കെതിരെ പ്രചരണം നടത്തിയത്. അപ്പൊ അവിടെ കോൺഗ്രസിലേക്ക് വരുന്ന വോട്ട് നോക്കണം. ഏത് വോട്ടാണ്? പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി എന്ത് പറഞ്ഞാണ് വോട്ട് മേടിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യമുണ്ട്. പഞ്ചാബിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഗുരു ഗ്രന്ഥ സാഹിബിനെതിരെ പറയുന്നവർക്ക് ശിക്ഷ നൽകണം എന്ന രൂപത്തിൽ, അതായത് മതഗ്രന്ഥങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്നവർക്ക് ശിക്ഷ കൊടുക്കാനുള്ള നിയമം കൊണ്ടുവരുന്നതാണ് പറയുന്നത്. അപ്പോൾ BJP-യേക്കാൾ വലിയ BJP ലൈനിലേക്ക് പോവുകയാണ്. അല്ലല്ല, ഗുരു നാനാക്കിനെ അനുകൂലിച്ച് പറയുന്നു എന്നുള്ളത് കൊണ്ട് അനുകൂലിച്ചല്ല, എതിരായി പറഞ്ഞാൽ ശിക്ഷിക്കാനുള്ള നിയമം കൊണ്ടുവരണം, നിയമ ഭേദഗതി വേണം, ആ രൂപത്തിൽ കൊണ്ടുവരണം എന്ന് പറയുകയാണ്. അത് മാത്രമല്ല, ഒരു സോഫ്റ്റ് ഹിന്ദു എന്ന് കണ്ടിരുന്നു, പഞ്ചാബിലേക്ക് വരുമ്പോൾ ഒരു സോഫ്റ്റ് സിഖ് നിലപാട് സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കേരളത്തിൽ എന്താ BJP ആചാര സംരക്ഷണം വേണമെന്നല്ലേ പറയുന്നത്? ആചാര സംരക്ഷണം നിയമം ഉണ്ടാക്കുമെന്ന് പറയുന്നത് BJP-യുടെ കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ലോജിക്കല്ലേ കേരളത്തിൽ ആചാര സംരക്ഷണ നിയമം നടപ്പാക്കുമെന്ന് പറയുന്നത് കോൺഗ്രസ്? അതേ കാര്യമല്ലേ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും ചെയ്യുന്നത്? വാട്ട് ഇസ് ദി ഡിഫറൻസ്? ഓക്കെ, അപ്പൊ നമുക്ക് CNN News 18 നോക്കൂ ഒരു മിനിറ്റ്. CNN News 18 എക്സിറ്റ് പോൾ പ്രകാരം മുഖ്യമന്ത്രി പദത്തിൽ കൂടുതൽ പിന്തുണ പിണറായി വിജയനാണ്. പിണറായി വിജയന് 31.8% പിന്തുണ ലഭിക്കുമ്പോൾ VD സതീശനത് 27.9%. രാജീവ് ചന്ദ്രശേഖരന്റെ ശതമാനം നോക്കൂ, 9.7% എന്നുള്ളതാണ്. തരൂരിന് 5.8%, രമേശ് ചെന്നിത്തല അതിലും താഴെയാണ് 4.8%, KC വേണുഗോപാൽ അതിലും താഴെയാണ് 3%. എന്ന് വെച്ചാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വരണമെന്ന് ഭൂരിപക്ഷം ആളുകൾ ആക്സിസ് മൈ ഇന്ത്യക്ക് 33%, 21% VD സതീശൻ, ഇവിടെ 27%. അല്ലേ? അപ്പം രണ്ട് സർവേകളില് 30%-ന് മുകളിലാണ്. അതായത് മുഖ്യമന്ത്രി, ഇതാണ് വെരി ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. അതായത് ഈ 30%-ന് മുകളിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയാൻ പറ്റുക? അതായത് കേരളത്തിൽ ഇപ്പോഴും ആക്സിസ് മൈൻഡ്, UDF-ന് ഭരണം പറയുന്ന ആക്സിസ് മൈൻഡ് ആണെങ്കിലും, രണ്ടാമത്തെ ഏജൻസി ഏതാ? ഇത് 37% പറഞ്ഞത് CNN-IBN ആണെങ്കിലും UDF-ന് അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് പ്രവചിക്കുമ്പോഴും നിങ്ങളുടെ ഫേവറേറ്റ് മുഖ്യമന്ത്രി ചോയ്സ് പിണറായി വിജയനാണ്. ഒരു വളരെ രസകരമായതാണ്, വളരെ രസകരമായത്. മേൽക്കൈ പ്രയോഗിച്ചുകൊണ്ട് ഒരു ആദ്യ സർവേ വന്നിരിക്കുന്നു. TVK 98 മുതൽ 120 വരെ സീറ്റുകൾ നേടുമത്രേ. AIDMK 22 മുതൽ 32, DMK 92 മുതൽ 110. പറഞ്ഞില്ലേ, അതെ ആക്സിസ് മൈ ഇന്ത്യ. UDF-ന് അധികാരം പറഞ്ഞ ആക്സിസ് മൈ ഇന്ത്യ. അതെ അതെ, പക്ഷെ അതേ സമയത്തിന് പിണറായി വിജയൻ കാണുന്ന ആക്സിസ് മൈ ഇന്ത്യ. അല്ലല്ല, 90 സീറ്റ് UDF-ന് കൊടുത്ത ആക്സിസ് മൈ ഇന്ത്യ. 90 സീറ്റ് UDF-ന് കൊടുത്ത ആക്സിസ് മൈ ഇന്ത്യ. 100 സീറ്റ് UDF-ന് കൊടുത്ത ആക്സിസ് മൈ ഇന്ത്യ വിജയ് മുഖ്യമന്ത്രിയാകുമെന്ന് പ്രവചിച്ചിരിക്കുക അല്ലേ? വിജയ് മുഖ്യമന്ത്രിയാകും തമിഴ്നാട്ടിൽ നിന്ന് പ്രവചിച്ചിരിക്കുക. എല്ലാ ഏജൻസികളും ആയിക്കോട്ടെ. അല്ല, ഒരേ ഒരു സർവേ മാത്രമേ ഒരേ ഒരു സർവേ മാത്രമേ ഉള്ളൂ 90 സീറ്റ് UDF കൊടുത്തിട്ടുള്ളൂ. അത് ആക്സിസ് മൈ ഇന്ത്യ. എല്ലാ പ്രവചനങ്ങളും, എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും അധികാരത്തിലെത്തും. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും അധികാരത്തിലെത്തുമെന്ന് പറയുമ്പോൾ പിണറായി വിജയൻ അതാ മുകളിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരമില്ല എന്നൊരു വിലയിരുത്തലിലേക്ക് നിങ്ങൾ പോകും. അധികാരത്തിൽ വരും, പക്ഷേ ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതെങ്ങനെ ശരിയാവുക? UDF അധികാരത്തിൽ വരുന്ന 11 ഏജൻസികളും പറയുന്നു എല്ലാ ഏജൻസികളുടെയും മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ചോയ്സ്. മലബാർ മേഖല തെക്കൻ കേരളത്തിൽ വരണം എന്ന് പറയുന്നത്, അതുപോലെ പിണറായി വിജയൻ UDF-ൽ വരണം എന്നായിരിക്കും.
അപ്പൊ പക്ഷേ ആ തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രിയാകണമെന്ന് 37% ആളുകൾ പറയുന്നു. 37% ആളുകൾ അപ്പൊ പിന്നെ കറക്റ്റായി. കറക്റ്റായി. മുഖ്യമന്ത്രിയാകണമെന്ന് എക്സിറ്റ് പോള് അല്ല, അപ്പൊ എക്സിറ്റ് പോളുകളുടെ ക്രെഡിബിലിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അതായത് എക്സിറ്റ് പോളിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന് മനസ്സിലായി. അവിടെ തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രിയാവണമെന്ന് പറയുന്നു, കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന് പറയുന്നു, വെസ്റ്റ് ബംഗാളിൽ BJP അധികാരത്തിൽ വരുമെന്ന് പറയുന്നു, വെസ്റ്റ് ബംഗാളിൽ BJP അധികാരത്തിൽ വരുമെന്ന് ആക്സിസ് ബൈ ഇന്ത്യ പറയുന്നു, തമിഴ്നാട്ടിൽ വിജയ് അധികാരത്തിൽ വരുമെന്ന് പറയുന്നു, കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന് പറയുന്നു. കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നു. അത് കൂടെ പറ ഡോക്ടർ അരുൺകുമാർ. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. നമുക്കപ്പം ടി വി പ്രസാദ് വളരെ കൗതുകകരമായ കണക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആശ്വസിക്കാൻ LDF-നുള്ള കണക്ക് UDF പിടിക്കുന്ന മിനിമം വോട്ടുകളാണ്. അവ ശക്തമായ മത്സരത്തിന്റെ ഒരു സൂചന നൽകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 3 ഏജൻസികൾ മാത്രമാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വിജയം UDF-നെ പ്രവചിക്കുന്നത്. ബാക്കിയുള്ള 11 ഏജൻസികൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ 8 ഏജൻസികളും ഒരു നെറ്റ് ടു നെറ്റ് ഫൈറ്റ് ഉണ്ടെന്ന് തന്നെ പറയുന്നു. 10 ഇടങ്ങളിലെ മത്സരം നിർണായകമാണ് എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് പറയുന്നത്. ദെർ ഈസ് നോ ട്രെൻഡ്, ദെർ ഈസ് നോ വേവ്. ഒരു ഭരണവിരുദ്ധ വികാരമോ തരംഗമോ ഇല്ല. മത്സരം കടുത്തതായിരിക്കുമെന്ന പ്രതീതിയാണ്. പക്ഷേ എങ്ങനെയാണ് നമ്മൾ അതിനെ വായിച്ചെടുക്കേണ്ടത്? ടി വി പ്രസാദ്. അരുൺ, ഏതെങ്കിലും ഒരു മുന്നണിക്ക് വലിയ തളർച്ചയോ അല്ലെങ്കിൽ ഒരു മുന്നണിക്ക് ശക്തമായ മുൻതൂക്കമോ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അതിനർത്ഥം ഇതൊക്കെ മാറി മറിയാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു കൃത്യമായ പ്രവചനത്തിലേക്ക് എക്സിറ്റ് പോൾ നടത്തിയ ആ ടീമിന് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ആകെയുള്ള 140 സീറ്റുകളിൽ ഇനിയിപ്പോൾ 69 ആയാലും അത്ഭുതപ്പെടാനില്ല എന്ന നിലയിലാണ് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. UDF-നാണെങ്കിൽ 80-ൽ കൂടുതൽ അല്ലെങ്കിൽ 80 മുതൽ 85 വരെയാണ് പരമാവധി പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം നേരത്തെ VD സതീശൻ പറഞ്ഞതുപോലെയുള്ള ഒരു ട്രെൻഡ് UDF-ന് അനുകൂലമായിട്ട് ഇല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇപ്പുറത്തെയും അവസ്ഥ. 30-ന് താഴേക്കോ അല്ലെങ്കിൽ 40-ന് താഴേക്കോ LDF പോയില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ മിക്കവാറും ആ എക്സിറ്റ് പോളുകളിൽ BJP-യുടെ സാന്നിധ്യം പറയുന്നുണ്ട്. BJP-ക്ക് അക്കൗണ്ട് ഉണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ എല്ലാ സർവേകളും പ്രവചിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് അതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എവിടെയൊക്കെ കിട്ടും, തിരുവനന്തപുരത്ത് നിയമവും കഴക്കൂട്ടവും കിട്ടുമോ, ചാത്തന്നൂർ കിട്ടുമോ തുടങ്ങിയ ഒരുപാട് ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ചർച്ച ചെയ്ത കാര്യം, തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്ത കാര്യം ഒരു തുടർഭരണത്തിനുള്ള സാധ്യതയില്ല എന്ന നിലയിലേക്ക് ആയിരുന്നു. പക്ഷേ അത് LDF പൂർണ്ണമായി അവഗണിക്കുകയും ചെയ്തു. LDF പറഞ്ഞത് തുടർഭരണത്തിനുള്ള സാധ്യത തന്നെയാണ്. പക്ഷേ UDF നേതാക്കൾ അവസാന നിമിഷം വരെയും ഇപ്പോൾ വരെയും വലിയ ആത്മവിശ്വാസത്തിലാണ്. അതുകൊണ്ടാണല്ലോ അവർക്കിങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കത്തിലേക്ക് ഉൾപ്പെടെ കടക്കാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിലേക്ക് LDF പോകുന്നില്ല എന്നതിനർത്ഥം ഒരുപക്ഷെ UDF-ന് അനുകൂലമായൊരു ട്രെൻഡ് ഉണ്ട് എന്ന് UDF വിശ്വസിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അരുൺ, ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും SIR കാര്യമായി നമ്മൾ ആരും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ അത് എത്രത്തോളം ഏത് മുന്നണിക്ക് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തവണ വിജയം നിശ്ചയിക്കുന്നത്. നമ്മൾ കണ്ടതുപോലെ 5000-ൽ താഴെ വോട്ടുകൾക്ക് ജയിച്ച നിരവധി മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. മാത്രവുമല്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ഒരുപാട് അടിയൊഴുക്കുകൾ പല ഭാഗങ്ങളിലായി നടന്നിട്ടുമുണ്ട്. അതിന്റെ എല്ലാം റിസൾട്ട് ഉറപ്പായും മെയ് 4-ന് നമുക്ക് ഉറപ്പിക്കാൻ വരും. കാമാഖ്യയുടെ തൂക്കുസഭ അല്ല, അതിൽ തൂക്കുസഭ TVK-ആണ് 67 മുതൽ 81 വരെ എന്ന് പറയുന്നത്. DMK 78 മുതൽ 95. എന്ന് വെച്ചാൽ DMK നിർണായക ശക്തിയാവും ആരോടൊപ്പം നിൽക്കുമെന്ന ചോദ്യമാണ് അത് അവിടെ ഉണ്ടാക്കുന്നത്. അത് തൂക്കുസഭ വരുന്നു എന്ന് മാത്രമല്ല, കേവല ഭൂരിപക്ഷമായ 118 സീറ്റുകൾ ആർക്കും പ്രവചിക്കുന്നില്ല എന്നുള്ളത്. DMK-ക്ക് ഒന്നുകിൽ TVK-യുമായിട്ട് സഖ്യം ചേരേണ്ടി വരും, അതല്ലെങ്കിൽ ADMK TVK-യുമായിട്ട് സഖ്യം ചേരേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ കാമാഖ്യ അനലിറ്റിക്സ്. TVK ഒരു പ്രധാന പ്ലെയറായി മാറുന്നു എന്നുള്ളതാണ് 2 ഏജൻസികൾ പറയുന്നത്. ബാക്കി എല്ലാ ഏജൻസികളും DMK-ക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള തുടർഭരണം പ്രവചിക്കുന്നുണ്ട്. പീപ്പിൾ ഇൻസൈറ്റ് DMK-ക്ക് തുടർഭരണം 40 വരെ സീറ്റുകൾ പറയുന്നുണ്ട്. ADMK ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ആവശ്യമില്ല. കാരണം DMK-ക്ക് ഏറ്റവും കുറവ് സാഹചര്യത്തിൽ തന്നെ കേവല ഭൂരിപക്ഷത്തിന് പുറത്തുണ്ട്. പിന്നെ ഉണ്ടാവും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ TVK ഉണ്ടോ എന്നുള്ളതാണ്. ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ TVK തുടരുമോ എന്ന് കൂടി അറിയാൻ. അതായത് പീപ്പിൾ
പീപ്പിൾസ് ഇൻസൈറ്റിലെ സർവേ വളരെ വളരെ ട്രെൻഡ് വിജയേ. റിയലിസ്റ്റിക് ആയ സർവേ ആണ്. പക്ഷെ അവിടെ ടി വിക്ക് എത്ര കിട്ടുമെന്ന് എനിക്ക് ഇപ്പോഴും അല്ല, ഉറപ്പില്ല. വിജയ് ഒരു 20 മുകളിൽ ഭരിക്കാൻ വലിയ കഴിയുന്ന ഒരു ബുദ്ധിമുട്ടാണ്. സാഹചര്യമില്ലെങ്കിൽ വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എത്ര കാലം സർവൈവ് ചെയ്യുമെന്ന് അറിഞ്ഞു. ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾക്കൊരു 5 വർഷം ഒരു പാർട്ടിയെ നിർത്താൻ ആവശ്യമായ റിസോഴ്സ് അയാൾക്ക് എവിടെ നിന്ന് കിട്ടും? അയാൾക്ക് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെ എതിർത്തുകൊണ്ട് നിൽക്കണം. നിങ്ങൾക്കൊരു സിനിമാ നടനെ നിർത്തുന്നതിന് ഒരു പാർട്ടി നിർത്തുന്നതിനൊക്കെ പരിധിയില്ലേ? ആശയങ്ങളില്ലാതെ ഒരു സിനിമാ നടന്റെ പേരിൽ മാത്രം നിങ്ങൾക്കൊരു പാർട്ടി എങ്ങനെ നിർത്താൻ പറ്റും? സൈക്കോ ഫാൻസിക്ക് അധികകാലം നിലനിൽക്കാൻ കഴിയുമോ? താരാരാധനയ്ക്ക് രാഷ്ട്രീയ ആശയത്തിന്റെ കരുത്തുണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സിനിമയിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുന്ന വിജയ്ക്ക് ഈ പറയുന്ന ആരാധക വൃന്ദത്തെ 5 വർഷം തീറ്റിപ്പോറ്റാനൊന്നും കഴിയില്ല. മാത്രമല്ല അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏതൊരു പാർട്ടിയും ADMK വരുമ്പോൾ അതിനകത്തൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള മെസ്സേജ് ഉണ്ടായിരുന്നു. 2 മെസ്സേജുകളാണ്. ഒന്ന്, അതൊരു ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വരുന്നതിനോടൊപ്പം തന്നെ സ്ത്രീ രാഷ്ട്രീയത്തിന്റെ ആശയം ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോഴും പറയുന്ന ആൾക്കാരെന്താ പറയുക, സ്ത്രീകൾക്ക് ഇപ്പം ശരവണ ഭവൻ ഹോട്ടലിലെ ഒരു തൊഴിലാളി ഇന്നലെ ഞങ്ങളുടെ സംസാരിക്കുകയായിരുന്നു. അവിടെ ശരവണ ഭവന്റെ മുതലാളിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അദ്ദേഹത്തിന്റെ മുതലാളി. അപ്പൊ അതിൽ DMK എടുത്ത നിലപാടെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് എതിരെ ശബ്ദമുയർത്തിയാൽ, സ്ത്രീകളെ തൊട്ട് കഴിഞ്ഞാൽ വിടില്ല എന്നൊരു പ്രതീതി ആ കാലത്തുണ്ടായിരുന്നു. അതൊരു ജെൻഡർ പൊളിറ്റിക്സ് ആയിരുന്നു ജയലളിത മുന്നോട്ട് വെച്ചത്. അതിന് പിന്നീട് മാനങ്ങളൊക്കെ മാറിയെങ്കിൽ പോലും പക്ഷേ അങ്ങനൊരു മെസ്സേജ് ജയലളിതയ്ക്കുണ്ടായിരുന്നു. DMK ഇപ്പോഴും എന്താ വളരെ സ്ട്രിക്റ്റ് ആന്റി ബ്രാഹ്മണിക്കൽ, ആന്റി ഹിന്ദു, ആന്റി BJP ഹിന്ദുത്വ പൊളിറ്റിക്സ് ആണ്, ആന്റി ഹിന്ദുത്വ പൊളിറ്റിക്സ് ആണ് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ വക്താക്കൾ DMK. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ TVK ഇതിനിടയ്ക്ക് എന്താ പറയാൻ പോകുന്നത്? TVK പറയാൻ പോകുന്നത് ഗുഡ് ഗവേണൻസിന് ആപ്പ് രാഷ്ട്രീയമാണ്. ആ ആപ്പ് രാഷ്ട്രീയത്തിന് അവിടെ ഒരു ഫേസ് TVK വിജയ് മാത്രമാണ്. നന്നായി രാഷ്ട്രീയമായി ചിന്തിക്കുന്നവരാണ് തമിഴ്നാട്ടുകാർ. അതുകൊണ്ട് തന്നെ ഭരണത്തിലെത്തിയില്ലെങ്കിൽ TVK നിലനിൽക്കുമോ എന്ന ചോദ്യത്തിന് മാത്രമല്ല ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തോടുള്ള കടുത്ത പ്രതിരോധം എന്ന നിലയ്ക്ക് DMK അവിടെ വലിയ തോതിൽ വേരാഴ്ത്തി കഴിഞ്ഞിരിക്കുന്നു. വിശാലമായ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം റിയലിസ്റ്റിക്കുമാണ്. താനും നരേന്ദ്രമോദിയോട് ഫൈറ്റ് ചെയ്തതിൽ 2 പേർ, ഒന്ന് മമതയും ഒന്ന് സ്റ്റാലിനുമാണ്. പിണറായി വിജയൻ എന്താണ് പ്രാദേശികമായിട്ട് ഇടവേളയില്ല. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ 2 പ്രതിപക്ഷ പാർട്ടികൾ ഫൈറ്റ് ചെയ്യേണ്ട ആരോടാണെന്നറിയോ? ഒന്ന് കോൺഗ്രസിനോട് ഇവിടെ ബംഗാളില്, കേരളത്തിലോ കോൺഗ്രസിനോട്. കോൺഗ്രസ് ആരോടെ ഫൈറ്റ് ചെയ്യും? പക്ഷേ കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടിയല്ലേ? കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടി. കേന്ദ്രത്തിൽ BJPക്കെതിരെ നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികളിൽ 2 പ്രതിപക്ഷ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാന്നുള്ള കാര്യമാണ് പറഞ്ഞത്. കോൺഗ്രസും ആ കോൺഗ്രസിന് ഇവിടെ മറ്റു പ്രതിപക്ഷ പാർട്ടികളോട് പോരാടേണ്ടി വരുന്നില്ലേ? തമിഴ്നാട്ടിൽ സീറ്റ് നൽകിയ ഫാക്ടർ വർക്കാവുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിജയ് നോക്കൂ, വിജയ് കരൂർ ദുരന്ത കേസിൽ CBI ക്വസ്റ്റ്യൻ ചെയ്ത വിജയ്ക്ക് VIP പരിഗണനയായിരുന്നു ഡൽഹിയിൽ CBI നൽകിയത്. പക്ഷേ ചോദ്യം ചെയ്യൽ ഇങ്ങനെ എന്താണ് നിലപാട് എന്നനുസരിച്ചാണ് ഓരോന്നുള്ള വിളിയായിരുന്നു. അല്ല, അത് ഇപ്പൊ 90 സീറ്റുകൾ കിട്ടുകയും BJPക്ക് ഒരു 10 സീറ്റ് അവിടെ കിട്ടുകയും ചെയ്താൽ പിന്നെ 8 സീറ്റ് മാത്രമേ ഉള്ളൂ. അത് ഇമ്മീഡിയറ്റ്ലി അണ്ണാമല ചൂണ്ടയിട്ട് വെച്ചിട്ടുണ്ട്. 100%. അപ്പൊ 90 സീറ്റ്സിന് മുകളിലേക്ക് TVK നേടുകയും 10-15 സീറ്റുകൾ BJP നേടുകയും ചെയ്താൽ വളരെ കൃത്യമായിട്ട് DMKയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ നടത്തിയെടുക്കാനൊക്കെ BJPക്ക് അറിയാം. ആ നോട്ടീസ് പോളിറ്റിക്സ് ഉണ്ട്. വാക്ക് പോലും വിജയ്ക്കെതിരെ BJP തമിഴ്നാട്ടിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു കുഞ്ഞ് ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ പോൾ ഓഫ് പോൾസ് 2026.